ആരംഭിക്കാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങളുടെ ടീമിൽ നിന്നുള്ള വ്യക്തികളെ, ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ ആരൊക്കെയാണ് ഇനി കയറാൻ ബാക്കിയുണ്ടെങ്കിൽ അവരെല്ലാം തന്നെ ഇമ്മീഡിയറ്റ് ആയിട്ട് ഒന്ന് കോൾ ചെയ്യുക. നമുക്കിനി ഒരു 5 മിനിറ്റ് ടൈം ഉണ്ട്. അപ്പൊ ഈ 5 മിനിറ്റിനുള്ളിൽ തന്നെ നിങ്ങളുടെ ടീമിലുള്ള എല്ലാ വ്യക്തികളെയും നിങ്ങളൊന്ന് ഇമ്മീഡിയറ്റ് ആയിട്ട് കോൾ ചെയ്യുക. അവരോട് ഈ ട്രെയിനിങ് സെഷനിൽ കയറാൻ പറയുക. ഇന്ന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ട്രെയിനിങ് സെഷൻ ആണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ പ്രൊഡക്റ്റ് ട്രെയിനിങ് കിട്ടിയില്ലെങ്കിൽ നമുക്ക് റീറ്റെയിലിംഗ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ നിങ്ങളുടെ ടീമിലുള്ള എല്ലാ വ്യക്തികളെയും ഒന്ന് 11 മണിക്ക് മുമ്പായിട്ട് തന്നെ കയറാൻ വേണ്ടിയിട്ട് ഒന്ന് കോൾ ചെയ്യുക. അതുപോലെ തന്നെ എല്ലാവരും പേന, നോട്ട്ബുക്ക്, ട്രെയിനിങ് ബുക്ക് ഇമ്പോർട്ടന്റ് ആണ്, അത് എടുത്തു വെക്കുക. ഓക്കെ, താങ്ക് യു. ഗുഡ് മോർണിംഗ് ഡിയർ വ്യൂവേഴ്സ്. ഇന്ന് Recording in progress. ഈ പ്രോഗ്രാമിലേക്ക് എത്തിയിട്ടുള്ള എല്ലാ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെയും അവരുടെ ഫാമിലി മെമ്പേഴ്സിനെയും ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ കയ്യിൽ കിട്ടിയ ഈ ഓപ്പർച്യൂണിറ്റി സത്യത്തിൽ ദൈവാനുഗ്രഹം കൊണ്ടാണ് നമുക്ക് ഈ ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടുള്ളത്. തീർച്ചയായിട്ടും നമുക്ക് അനുഗ്രഹിച്ച് ദൈവം ഈ ഓപ്പർച്യൂണിറ്റി തന്നിട്ടുണ്ട്. നമുക്കെല്ലാം തന്നെ അതിലൂടെ വിജയിക്കാൻ സാധിക്കുമെന്നുള്ള ഗ്യാരണ്ടിയുമുണ്ട്. അതുകൊണ്ട് തന്നെ സർവശക്തനായിട്ടുള്ള ദൈവത്തിനോട് ഒരു നിമിഷം നമുക്ക് സൈലന്റ് ആയിട്ട് പ്രാർത്ഥിച്ചിട്ട് നമുക്ക് പുതിയൊരു തുടക്കത്തിലേക്ക് നമുക്ക് യാത്ര ആരംഭിക്കാം. പ്ലീസ്. താങ്ക് യു വെരി മച്ച്. എല്ലാവരും ഓണാഘോഷത്തിന്റെ മൂഡിൽ തന്നെ ആയിരിക്കും. കാരണം ഇപ്പൊ ഓണം കഴിഞ്ഞ് 2 ദിവസം ആകുന്നേ ഉള്ളൂ. പല ആൾക്കാരും ടൂറൊക്കെ കഴിഞ്ഞ് തിരിച്ചെത്തിയിട്ടേ ഉണ്ടാവുള്ളൂ. അപ്പൊ ഇന്ന് സത്യത്തില് ഒരു ബിസിനസ്സിലെ ഒരു തുടക്കം എന്നുള്ള ലെവലിലാണ് ഇന്ന് നമ്മളെല്ലാവരും ഈ ട്രെയിനിങ് പ്രോഗ്രാമിലേക്ക് എത്തിയിട്ടുണ്ടാവുക. അപ്പൊ ഒരു ആഘോഷത്തിന്റെ ഹാങ് ഓവറിലൂടെ ആവരുത് ഈ ട്രെയിനിങ് സെഷൻ നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ടത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ട്രെയിനിങ് സെഷനാണ് പ്രൊഡക്റ്റ് ട്രെയിനിങ് എന്ന് പറയുന്നത്. കാരണം പ്രൊഡക്റ്റ് ഇല്ലാതെ ഒരു ബിസിനസ്സും ഇല്ല. പ്രൊഡക്റ്റ് സെയിൽസ് ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റ് എല്ലാം തന്നെ പ്രൊഡക്റ്റ് വിറ്റ് പോകുമ്പോൾ കിട്ടുന്ന ലാഭമാണ് നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ സത്യത്തിൽ നമ്മൾ ഇതിനെക്കുറിച്ച് നന്നായിട്ട് അറിഞ്ഞിരിക്കണം. എന്നാൽ പ്രൊഡക്റ്റിനെ കുറിച്ച് എല്ലാ കാര്യങ്ങളും അറിയണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ആവശ്യമില്ല. വിൽക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. ഇന്ന് നമുക്ക് ട്രെയിനിങ് എടുത്തു തരുന്ന നമ്മുടെ പ്രിയങ്കരനായിട്ടുള്ള എക്സിക്യൂട്ടീവ് ബ്ലൂ ഡയമണ്ട് രാജേഷ് കുമാർ സാറ്, അദ്ദേഹത്തിന്റെ ട്രെയിനിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ അദ്ദേഹത്തിന്റെ പല ട്രെയിനിങ്ങുകൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ട്രെയിനിങ്ങിൽ നിന്നും ഓരോ പ്രൊഡക്റ്റിനും നമ്മൾ ആരോട് എന്തൊക്കെ സംസാരിക്കണം എന്നുള്ള ആ ഒരു കണ്ടന്റ് മാത്രം അദ്ദേഹം നമുക്ക് പറഞ്ഞു തരും. അല്ലാതെ കുറെ കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം, അതിന്റെ സയൻസ് അറിഞ്ഞിരിക്കണം, ടെക്നോളജി അറിഞ്ഞിരിക്കണം, ബ്ലെൻഡിങ് ഫോർമുല അറിഞ്ഞിരിക്കണം, ഇതൊന്നും നമുക്ക് ആവശ്യമില്ല. നമുക്ക് ഐപ്പിൾസ് വിൽക്കാനും ഐകോഫി വിൽക്കാനും ഐസ്ക്രീം ഒക്കെ വിൽക്കാനും കസ്റ്റമർക്ക് എന്തറിയണം, ആ കാര്യങ്ങള് ഒരു ക്യാപ്സൂൾ രൂപത്തില് രാജേഷ് സാറ് നമ്മുടെ മുന്നിലേക്ക് അവതരിപ്പിച്ചു തരും. അതാണ് രാജേഷ് സാറിന്റെ ട്രെയിനിങ്ങിന്റെ ഒരു പ്രത്യേകതയായിട്ട് ഞാൻ കണ്ടിട്ടുള്ളത്. തീർച്ചയായിട്ടും ഇന്ന് ഈ ട്രെയിനിങ് സെഷനിൽ എത്താൻ നിങ്ങൾക്ക് കഴിഞ്ഞെങ്കിൽ നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. കാരണം ഇൻഡസ്ട്രിയിൽ പ്രൊഡക്റ്റ് നോളജ് ഇത്രമാത്രമുള്ള ഒരു ലീഡർ വളരെ ചുരുക്കമാണ്. അപ്പൊ അങ്ങനത്തെ ഒരു ലീഡർ നമുക്ക് കിട്ടിയെന്ന് പറയുന്നത് വളരെ നമ്മുടെ ഭാഗ്യം തന്നെയാണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് നിങ്ങളുടെ എല്ലാ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെയും ഈ ട്രെയിനിങ് പ്രോഗ്രാമിൽ കയറ്റണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രൊഡക്റ്റ് വിൽക്കാൻ വേണ്ടിയിട്ടുള്ള ബ്രീഫ് ആയിട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് നിങ്ങൾക്ക് നേടാൻ സാധിക്കും. ഒരു പക്ഷെ അദ്ദേഹം ഒരു അധ്യാപകനായതുകൊണ്ടായിരിക്കാം ഇങ്ങനെ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തരാൻ അദ്ദേഹത്തിന് സാധിക്കുന്നത്. അദ്ദേഹം കഴിഞ്ഞൊരു 12 വർഷക്കാലം അദ്ദേഹം ഹൈദരാബാദില് അധ്യാപകനായി പ്രവർത്തിച്ചു. ഈ ബിസിനസിന്റെ സാധ്യത മനസ്സിലാക്കി അദ്ദേഹം ഇന്ന് പണം എങ്ങനെ ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ള പഠിപ്പിക്കുന്ന മറ്റൊരു അധ്യാപകനായിട്ട് മാറി. അദ്ദേഹത്തെ എടുത്ത് നോക്കുകയാണെങ്കിൽ അദ്ദേഹം ഈ ബിസിനസ് തുടക്കം മുതൽ ഫാമിലി ആയിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പല ട്രെയിനിങ് പ്രോഗ്രാമുകളും അദ്ദേഹവും വൈഫും കുട്ടിയും കൈക്കുഞ്ഞുമായിട്ടാണ് വരുന്നത്. അത്രയും സീരിയസ് ആയിട്ട് ഈ ബിസിനസ്സിനെ കണ്ടിട്ടുള്ള ഒരു ലീഡറുടെ വാക്കുകൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. തീർച്ചയായിട്ടും ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. നിങ്ങൾ എല്ലാവരും റെഡി ആയിട്ടിരിക്കുക. പുസ്തകവും പേനയും റെഡിയാക്കി വെക്കുക.
വേണ്ട കാര്യങ്ങളെല്ലാം എഴുതിയെടുക്കുക, അല്ലാത്ത കാര്യങ്ങളെല്ലാം വളരെ ശ്രദ്ധയോടുകൂടി കേൾക്കുക. 5 പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹം നിങ്ങൾക്ക് തരും. അപ്പൊ ഞാൻ അദ്ദേഹത്തെ ഇൻവൈറ്റ് ചെയ്യാണ്. നിങ്ങളെ ഒരു വെർച്വൽ ക്ലാപ്പ് തീർച്ചയായിട്ടും വേണം. കാരണം ഇത്രയും ഒരു വലിയ ലീഡർ നമ്മൾക്ക് വേണ്ടിയിട്ട് ഒരു 1.5 മണിക്കൂർ സമയം നമ്മളോടൊപ്പം ചെലവഴിക്കാൻ വരികയാണ്. അദ്ദേഹത്തിന്റെ സ്വദേശം മലപ്പുറം ജില്ലയിലെ പരപ്പനങ്ങാടിയാണ്. ഇന്ന് ഈ ബിസിനസ്സിലൂടെ ആഴ്ചയിൽ 2.5 ലക്ഷം രൂപയ്ക്ക് മുകളിൽ വരുമാനം വാങ്ങി കഴിഞ്ഞ കുറെ മാസങ്ങളായി വൈഫിന് കോപ്ലിക്കന്റ് ബോണസ് വാങ്ങിക്കൊടുത്തുകൊണ്ട് ആയിരക്കണക്കിന് വ്യക്തികളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ സൃഷ്ടിച്ച് നല്ല രീതിയിൽ ടീമിനെ നയിച്ചുകൊണ്ടിരിക്കുന്ന, ഇന്ത്യയും വിദേശവുമായി ടീമിനെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രിയങ്കരനായിട്ടുള്ള എക്സിക്യൂട്ടീവ് ബ്ലൂ ഡയമണ്ട് രാജേഷ് കുമാർ സാറിനെ നിങ്ങൾ എല്ലാവരുടെയും ആദരവോടുകൂടി ആശംസകളോടുകൂടി ഞാൻ അദ്ദേഹത്തെ വെൽക്കം ചെയ്യാണ്. ഹാർട്ടി വെൽക്കം രാജേഷ് കുമാർ സാർ, മെയിൻ സ്ക്രീൻ. താങ്ക് യു രാമമോഹൻ സാർ, താങ്ക് യു വെരി മച്ച്. ഗുഡ് മോർണിംഗ് ആൾ. വളരെ വളരെ സന്തോഷം. എന്നും ഇല്ലാത്തൊരു സന്തോഷം ഇന്ന് ചെയ്യുന്നുണ്ട്. എന്താണെന്ന് അറിയില്ല. എനിക്ക് തോന്നുന്നു നിങ്ങൾ എല്ലാവരും ഇതുപോലെ ഒരുമിച്ച് കാണാൻ പറ്റുന്നോണ്ടായിരിക്കാം. ബിക്കോസ് ഞാൻ ഈ ഒരു ബിസിനസ് അത്രമാത്രം ഇഷ്ടപ്പെട്ടുകൊണ്ട് ചെയ്യുന്ന ഒരാളാണ്. റൈറ്റ്. ഞാൻ എപ്പോഴും എല്ലാവരോടും പറയാം വിവാ ഫാമിലി എന്നാണ്. റൈറ്റ്. നിങ്ങൾക്ക് എത്ര പേർക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട് എനിക്കറിയില്ല. സോ വളരെ വളരെ സന്തോഷം. റൈറ്റ്. സോ രാമമോഹൻ സാർ വളരെ മനോഹരമായിട്ട് എന്നെ കുറിച്ച് പറഞ്ഞു, എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഈ ഒരു ഇന്നത്തെ ഈ ഒരു സെഷന്റെ ഒരു റെലവൻസിനെ കുറിച്ചും പറഞ്ഞു. റൈറ്റ്. സോ അതിൽ 1-2 കാര്യങ്ങൾ ഞാൻ ആഡ് ചെയ്യാണ്. രാമൻ സാറ് പറഞ്ഞ ആ കാര്യങ്ങൾ അത്രമാത്രം പ്രാധാന്യമുള്ളതാണ്. അതോടൊപ്പം തന്നെ KYP എന്ന് പറയുന്ന, അല്ലെങ്കിൽ നോ യുവർ പ്രോഡക്റ്റ് എന്ന് പറയുന്ന പ്രോഗ്രാം എന്തുകൊണ്ട് പ്രാധാന്യമുള്ളതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2 കാര്യങ്ങളാണ്. കാരണം നമ്മളെല്ലാവരും ഈ ബിസിനസ്സിൽ വന്നിരിക്കുന്നത് ഹെൽത്തും വെൽത്തും ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. അത് രണ്ടും നല്ല രീതിയിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഹാപ്പിനെസ് കിട്ടും, യാതൊരു സംശയമില്ല. റൈറ്റ്. സോ വെൽത്ത് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം? ഈ പ്രൊഡക്റ്റ് ആളുകൾക്ക് കൊടുക്കണം. റൈറ്റ്. പ്രൊഡക്റ്റ് ആളുകൾക്ക് കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ആ പ്രൊഡക്റ്റിന്റെ ഗുണം എന്താണെന്ന് മനസ്സിലാവണം. അത് മനസ്സിലാവണം എന്നുണ്ടെങ്കിൽ പ്രൊഡക്റ്റ് നമ്മൾ ഉപയോഗിക്കണം. അതുകൊണ്ടാണല്ലോ കമ്പനി ഡ്രിങ്ക് ഇറ്റ്, ഫീൽ ഇറ്റ്, ഷെയർ ഇറ്റ് എന്ന് പറയുന്നത്. റൈറ്റ്. സോ ആരോഗ്യം ഉണ്ടാക്കിക്കൊണ്ട് അതിന്റെ കാര്യങ്ങൾ മറ്റുള്ള ആളുകളുമായിട്ട് ഷെയർ ചെയ്ത് കൊടുത്തുകൊണ്ട് നമുക്ക് സമ്പത്ത് ഉണ്ടാക്കാൻ പറ്റും. റൈറ്റ്. സോ ഇന്നത്തെ ഈ ഒരു പ്രോഗ്രാമിന്റെ റെലവൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ ഓരോരുത്തരുടെയും ഫാമിലി, ടോട്ടൽ ഫാമിലി മെമ്പേഴ്സിന്റെ ഹെൽത്തും അതുവഴി നെക്സ്റ്റ് സ്റ്റെപ്പായിട്ടുള്ള വെൽത്തും ആണ്. അതിലെ ആദ്യത്തെ പാർട്ടാണ് KYP എന്ന് പറയുന്നത്, ഹെൽത്ത്. റൈറ്റ്. സോ എല്ലാ ആളുകളെയും നോ യുവർ പ്രൊഡക്ട്സ് എന്ന് പറയുന്ന ഈ ഒരു പ്രോഗ്രാമിലേക്ക്, KYP പ്രോഗ്രാമിലേക്ക് ഒരിക്കൽ കൂടി ഹൃദ്യമായിട്ട് സ്വാഗതം ചെയ്യുന്നു. 5 പ്രൊഡക്റ്റുകളാണ് നമുക്ക് ആരോഗ്യം മെച്ചപ്പെടുത്താനായിട്ടുള്ളത്, അല്ലെ? നമുക്ക് ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള 5 പ്രൊഡക്റ്റുകളാണ് ആരോഗ്യം മെച്ചപ്പെടുത്താനായിട്ടുള്ളത്. എന്നാൽ വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ 6ാമത്തെ ഒരു പ്രൊഡക്റ്റ് നമുക്കുണ്ട്, ദാറ്റ് ഈസ് ഓപ്പർച്യൂണിറ്റി. അതിനെക്കുറിച്ച് നമ്മൾ ഇന്ന് പ്രോഗ്രാമിൽ പറയുന്നില്ല. ഓക്കെ, ഫൈൻ. സോ എന്തുകൊണ്ട് നമ്മുടെ പ്രൊഡക്ട്സ് അത്രമാത്രം ഇമ്പോർട്ടന്റ് ആണ്, അതാണ് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. തുടക്കത്തിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു റിക്വസ്റ്റ് ആണ്, ഈ ഒരു ഓപ്പർച്യൂണിറ്റിയെ വരുമാനം ഉണ്ടാക്കാനുള്ള ഒരു മാർഗം എന്നുള്ള ഒരൊറ്റ രീതിയിൽ മാത്രം നിങ്ങൾ കാണാതിരിക്കും. കാരണം വരുമാനം അല്ലെങ്കിൽ ഇൻകം എന്ന് പറയുന്നത് ഇതിനകത്ത് ബൈ പ്രൊഡക്റ്റ് മാത്രമാണ്. അതിനപ്പുറത്തേക്ക് നമുക്ക് വലിയൊരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി തീർച്ചയായിട്ടും ഈ ഒരു ഓപ്പർച്യൂണിറ്റിയിലുണ്ട്. നമുക്ക് നമ്മുടെ ആരോഗ്യം, നമ്മുടെ ഫാമിലിയിലുള്ളവരുടെ ആരോഗ്യം, പ്ലസ് സൊസൈറ്റിയിലുള്ള ആളുകളുടെ ആരോഗ്യം. റൈറ്റ്. ഇത് വളരെ വളരെ പ്രാധാന്യമുള്ളതാണ്. ഓക്കെ. സോ എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എ നേഷൻസ് ഹെൽത്ത് ലൈസ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് എ ഫാമിലി എന്നാ പറയാം. ഒരു രാജ്യത്തിന്റെ ആരോഗ്യം എന്ന് പറയുന്നത് ഒരു കുടുംബത്തിന്റെ കയ്യിലാണ്. സോ നമ്മൾ ഓരോരുത്തർക്കും നമ്മളുടെ സ്വന്തം ആരോഗ്യം നിലനിർത്താൻ പറ്റും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഫാമിലിയിലുള്ള ഓരോ ആളുകളും ഇതുപോലെ ചിന്തിക്കുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഒരു ഹെൽത്തി ഫാമിലി ഉണ്ടാവും. ഹെൽത്തി ഫാമിലി ഉണ്ടായിക്കഴിഞ്ഞാൽ അത് മറ്റു ഫാമിലികളിലേക്ക് സ്പ്രെഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ നമുക്കൊരു ഹെൽത്തി സൊസൈറ്റിയെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, ഹെൽത്തി നേഷൻ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. സോ വലിയൊരു മിഷൻ, വലിയൊരു റെസ്പോൺസിബിലിറ്റി നമുക്ക് എല്ലാവർക്കും ഉണ്ട്. സോ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ പ്രോഡക്റ്റുകളുടെ ആവശ്യകത എന്താണ്, വാട്ട് ഈസ് ദ റെലവൻസ്. ഇന്ന് നമ്മൾ വളരെ വലിയ രീതിയിൽ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് വെൽനസ്, അതുപോലെ ഇമ്മ്യൂണിറ്റി, അല്ലെ? ഇത് രണ്ടും വളരെ കണക്റ്റഡ് ആണ്.
ഇമ്മ്യൂണിറ്റി, പ്രത്യേകിച്ച് കണ്ടുകൊണ്ട് കാണാൻ പറ്റാത്ത ഒരു സൂക്ഷ്മാണു വന്നതോടുകൂടി ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്ന വാക്ക് ഒരുപാട് ആളുകൾ കൂടുതൽ കേൾക്കാൻ തുടങ്ങി, കൂടുതൽ ശ്രദ്ധിക്കാൻ തുടങ്ങി. അതേപോലെ തന്നെ അതോടൊപ്പം വന്നുകൊണ്ടിരിക്കുന്ന വലിയൊരു പ്രധാനപ്പെട്ട ഒരു വാക്കാണ് വെൽനസ് എന്ന് പറയുന്നത്. സോ ഇവിടെ നമ്മൾ ഇമ്മ്യൂണിറ്റി, രോഗപ്രതിരോധ ശേഷി എന്ന് പറയുമ്പോൾ നമ്മൾ ഇവിടെ സംസാരിക്കുന്നത് ഒരു ഹേർഡ് ഇമ്മ്യൂണിറ്റിയെ കുറിച്ചാണ്. എന്താണ് ഹേർഡ് ഇമ്മ്യൂണിറ്റി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു കൂട്ടം ഇമ്മ്യൂണിറ്റി എന്ന് പറയും. ഹേർഡ് എന്ന് പറഞ്ഞാൽ കളക്ഷൻ എന്നാണ് അർത്ഥം, കൂട്ടം. ഒരു സൊസൈറ്റി മുഴുവനായിട്ട് അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റി, ഒരു വലിയൊരു പോപ്പുലേഷൻ മുഴുവനായിട്ടും ഇമ്മ്യൂൺ ആവണം. എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പകർച്ചവ്യാധികളായിട്ടുള്ള അവസ്ഥകൾ വരുന്ന സമയത്ത്, ഇൻഫെക്ഷ്യസ് ആയിട്ടുള്ള ഡിസീസസ് വരുന്ന സമയത്ത് അതിനെ പ്രൊട്ടക്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ 1-2 ആളുകൾക്ക് ഇമ്മ്യൂണിറ്റി ഉണ്ടായതുകൊണ്ട് കാര്യമില്ല. അല്ലെങ്കിൽ നിലവിൽ അഫക്റ്റഡ് ആയിട്ടുള്ള ആളുകൾക്ക് ഇമ്മ്യൂണിറ്റി ഉണ്ടായതുകൊണ്ട് മാത്രം, അവർക്ക് ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിച്ചതുകൊണ്ട് മാത്രം കാര്യമില്ല. ബാക്കിയുള്ള ആളുകളുടെ ഇമ്മ്യൂണിറ്റി കൂടെ വർദ്ധിപ്പിച്ചാലേ ഇത് സ്പ്രെഡ് ചെയ്യാതിരിക്കുള്ളൂ. റൈറ്റ്. സോ ഇൻഫെക്ഷ്യസ് ആയിട്ടുള്ള ഡിസീസസ് വരുന്ന സമയത്ത് അതിനെ പ്രിവെന്റ് ചെയ്യാനായിട്ട് പല രീതിയിൽ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റപ്പ് ചെയ്യാനുള്ള കാര്യങ്ങൾ വരാറുണ്ട്. ഒന്ന്, ചില അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ അതിന്റെ അനന്തരഫലമായിട്ട് ശരീരത്തിൽ അതിന്റെ ആന്റിബോഡീസ് ഉണ്ടാവും. ഉദാഹരണമായിട്ട് ചിക്കൻ പോക്സ് പോലെയുള്ള അവസ്ഥകൾ വന്നു കഴിഞ്ഞാൽ, അത് സ്പ്രെഡിങ് ഡിസീസ് ആണ്. അത് വന്നു കഴിഞ്ഞാൽ ശരീരത്തിൽ അതിനെതിരെയുള്ള ആന്റിബോഡീസ് ഉണ്ടാവും. അത് വളരെ സ്ട്രോങ് ആണെങ്കിൽ ഒരിക്കൽ ചിക്കൻ പോക്സ് വന്നു കഴിഞ്ഞാൽ രണ്ടാമത് വരില്ല. പക്ഷെ ആളുടെ ബോഡി വളരെ വീക്ക് ആണെങ്കിലോ വീണ്ടും വരാനുള്ള സാധ്യത തള്ളിക്കളയാനും പറ്റില്ല. സോ ചില അസുഖങ്ങൾ വരുന്ന സമയത്ത് അതിനനുസരിച്ച് ഇമ്മ്യൂണിറ്റി ബൂസ്റ്റപ്പ് ചെയ്യുന്നുണ്ടാവും. 2, വാക്സിനേഷൻ ആണ്. ഇപ്പം ഈ ഒരു COVID-19 സാഹചര്യത്തിൽ വാക്സിനേഷനാണ് എല്ലാവരും എടുത്തുകൊണ്ടിരിക്കുന്നത്. റൈറ്റ്. അത് എക്സ്റ്റേണൽ ആയിട്ട് നമ്മൾ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റപ്പ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു മെത്തേഡാണ്. അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇമ്മ്യൂൺ ബൂസ്റ്റിംഗ് സപ്ലിമെന്റ്സ്. സോ ആ ഒരു മേഖലയെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. നമ്മൾ ഡീൽ ചെയ്യുന്നതും ആ ഒരു മേഖലയാണ്. ഇമ്മ്യൂൺ ബൂസ്റ്റിംഗ് ആയിട്ടുള്ള സപ്ലിമെന്റ്സ് ആണ് നമ്മുടെ പ്രോഡക്റ്റുകളെല്ലാം തന്നെ. റൈറ്റ്. സോ വെൽനസ് എന്ന് പറഞ്ഞാൽ സൗഖ്യം എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. എല്ലാ ആളുകൾക്കും ആരോഗ്യത്തോടു കൂടി ജീവിക്കുക എന്നുള്ള ഒരു അവകാശം തീർച്ചയായിട്ടും ഉണ്ട്. അതിന് ഇമ്മ്യൂൺ ബൂസ്റ്റേഴ്സ് ആയിട്ടുള്ള ക്ലിനിക്കലി പ്രൂവൺ ആയിട്ടുള്ള പ്രോഡക്റ്റുകളും 100% നാച്ചുറൽ ആയിട്ടുള്ള പ്രോഡക്റ്റുകൾ ആവശ്യമാണ്. നമ്മളുടെ 5 പ്രോഡക്റ്റുകൾ എടുത്തു കഴിഞ്ഞാൽ എല്ലാം തന്നെയും ഇമ്മ്യൂണിറ്റി നന്നായിട്ട് ബൂസ്റ്റപ്പ് ചെയ്യാൻ കൂടെ പറ്റുന്ന പ്രോഡക്റ്റുകളാണ്. സോ ഏത് പ്രൊഡക്റ്റ് ഉപയോഗിച്ചാലും നമുക്ക് നല്ല രീതിയിലുള്ള ഒരു രോഗപ്രതിരോധ ശേഷി ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നുണ്ടാവും. ഇറ്റ്സ് എ കോമൺ ഫീച്ചർ. പക്ഷെ ഇമ്പോർട്ടൻസ് ഓഫ് വെൽനസ്, ദാറ്റ് ഈസ് വെരി വെരി റെലവെന്റ്. എന്തുകൊണ്ട് വെൽനസ്? അല്ലെങ്കിൽ നമ്മളൊക്കെ ആരോഗ്യത്തെക്കുറിച്ച് വളരെയധികം സീരിയസ് ആയിട്ട് ചിന്തിക്കണം എന്ന് പറയാനുള്ള കാരണം എന്താണ്? 5-ൽ ഒരാൾക്ക് ഹൈ ബ്ലഡ് പ്രഷർ ഉണ്ടെന്നാണ് പറയുന്നത്. പക്ഷെ അവർക്ക് പലപ്പോഴും അതിനെക്കുറിച്ച് അറിയാൻ പറ്റുന്നില്ല. നമ്മളിപ്പോ ഒരു 402 ആളുകളുണ്ട്. സോ ഒന്ന് ആലോചിച്ച് നോക്കുക. ഇതിൽ 5-ൽ ഒരാൾക്ക് എന്ന രീതിയിൽ എടുത്തു കഴിഞ്ഞാൽ എന്തുമാത്രം ആളുകൾക്ക് ഇപ്പം ഹൈ BP ഉണ്ടെന്ന് ആലോചിച്ച് നോക്കുക. ബ്ലഡ് പ്രഷർ വേരിയേഷൻ ഉള്ള ആളുകൾ ഈ കൂട്ടത്തിൽ തന്നെയുണ്ട് ഒരുപാട് ആൾക്കാർ. 60% ആളുകൾക്ക് പലതരത്തിലുള്ള ക്രോണിക് കണ്ടീഷൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. അത് പലതും പ്രിവെന്റ് ചെയ്യാൻ പറ്റുന്നതാണ്. എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു കോംപ്ലിക്കേറ്റഡ് കണ്ടീഷനിലേക്ക് പോകാതെ നമുക്കതിനെ പ്രിവെന്റ് ചെയ്ത് നിർത്താൻ പറ്റുന്നതാണ്. പക്ഷെ നമുക്ക് അറിയാൻ പറ്റുന്നില്ല. 90% ആളുകളും പ്രീ ഡയബറ്റിക് ആണെന്നുള്ള കാര്യം അവർ അറിയുന്നില്ല. വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ് പ്രീ ഡയബറ്റിക് എന്ന് പറയുന്നത്. കാരണം പലപ്പോഴും നമ്മൾ അത് ഡയബറ്റീസ് എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് വന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അറിയാൻ പറ്റുന്നുള്ളൂ. പ്രീ ഡയബറ്റിക് സ്റ്റേജ് ഇറ്റ്സ് എ വെരി ഡേഞ്ചറസ് കണ്ടീഷൻ. അതുപോലെ തന്നെ 90% ആളുകൾക്കും കിഡ്നി പ്രോബ്ലത്തിന്റെ ഏർലി സ്റ്റേജിലാണെന്നാണ് പറയുന്നത്. അപ്പോൾ 90% ആളുകൾ എന്ന് പറഞ്ഞാൽ 425 ആളുകൾ ഉണ്ടെങ്കിൽ 90% ആൾക്കാർക്കും കിഡ്നി റിലേറ്റഡ് പ്രോബ്ലംസിന്റെ ബിഗിനിങ് സ്റ്റേജിലാണെന്നാണ് പറയുന്നത്. ഇവിടെയുള്ള ചലഞ്ച് എന്താണെന്ന് അറിയൂ? എന്തുകൊണ്ടാണ് ഈ മെഡിക്കൽ മേഖലയിൽ ഇത്രയധികം സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഫെസിലിറ്റീസ് ഒരു പാസ്റ്റ് 30 ഇയേഴ്സ് എടുത്തു കഴിഞ്ഞാൽ, കഴിഞ്ഞൊരു 30-35 വർഷം എടുത്തു കഴിഞ്ഞാൽ അത്രയധികം സൗകര്യങ്ങൾ മെഡിക്കൽ മേഖലയിൽ വന്നിട്ടുണ്ട്. അഫ്കോഴ്സ് മെഡിക്കൽ മേഖല നമുക്ക് വേണം, വളരെ വലിയൊരു സർവീസാണ് അവർ ചെയ്യുന്നത്. പക്ഷേ രോഗികളുടെ എണ്ണം കുറയുകയാണോ കൂടുകയാണോ ചെയ്തത്? അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ചിന്തിക്കേണ്ട കാര്യമാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? 2 കാരണങ്ങളാണ്. ഒന്ന്, മെഡിക്കൽ മേഖല അസുഖങ്ങൾ വന്ന ശേഷം ഉള്ള റെമഡിയാണ്. അതിനെക്കുറിച്ച് അതിന്റെ ആ ഒരു സൊല്യൂഷൻ പാർട്ടാണ് മെഡിക്കൽ മേഖല. വരാതിരിക്കാൻ എന്ത് ചെയ്യണം എന്നുള്ളതല്ല മെഡിക്കൽ മേഖല. ശരിക്കും പറഞ്ഞാൽ രണ്ടാമത്തെ എന്ന് പറഞ്ഞ പോലെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മോസ്റ്റ് ഇമ്പോർട്ടന്റ് റീസൺ ഞാനിപ്പോ ഒരു 4 പോയിന്റ്സ് ഞാൻ പറഞ്ഞു അല്ലെ. 5-ൽ ഒരാൾക്ക് ഹൈ ബ്ലഡ് പ്രഷർ ഉണ്ട്, 60% ആളുകൾക്ക് ക്രോണിക് കണ്ടീഷൻസ് ഉണ്ട്, 90% ആൾക്കാർ പ്രീ ഡയബറ്റിക് ആണ്, 90% ആളുകൾ കിഡ്നി പ്രോബ്ലത്തിന്റെ ഏർലി സ്റ്റേജിലാണെന്ന് ഞാൻ പറഞ്ഞു.
നമ്മൾ ഇത്രയും ആൾക്കാർ 450 ആൾക്കാരുണ്ട്. അപ്പൊ ഇതിന്റെ 1 out of 5 60% 90% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിൽ ഒരുപാട് ആൾക്കാർക്ക് ആ ഒരു പ്രശ്നം ഉണ്ടെന്നർത്ഥം. പക്ഷേ നിങ്ങളില് മെജോറിറ്റി ആളുകളും ചിന്തിച്ചിട്ടുണ്ടാവുക എനിക്കുണ്ടാവില്ല, ഞാൻ ആ 90-ൽ വരില്ല, ഞാൻ ആ 10-ലാണ്, അല്ലെങ്കിൽ ഞാൻ ആ 60%-ഇല്ല 40%-ലാണ് എന്നായിരിക്കും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവുക. ഇതാണ് പ്രോബ്ലം മൈ ഡിയർ ഫ്രണ്ട്സ്. കാരണം നമ്മളൊക്കെ ആരോഗ്യത്തെക്കുറിച്ച് ചിന്തിക്കുന്നത് അസുഖം വന്നു കഴിഞ്ഞിട്ടാണ്, അത് നഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടാണ്. ആരോഗ്യമുള്ള സമയത്ത് ആരോഗ്യം നിലനിർത്തുന്നതിനെ കുറിച്ച് വളരെ മൈന്യൂട്ട് പെർസെന്റേജ് ആൾക്കാർ മാത്രമേ ചിന്തിക്കുകയുള്ളൂ. ഇവിടെയാണ് പ്രിവെൻഷന്റെ റെലവൻസ്. അസുഖങ്ങൾ വന്ന് ചികിത്സിക്കല്ല വേണ്ടത്, അസുഖങ്ങൾ വരാതെ നോക്കുകയാണ്. കാരണം മെഡിക്കൽ മേഖല ഇത്രയധികം വലിയ രീതിയിലുള്ള വളർച്ച ഉണ്ടാക്കിയിട്ടും ഈ കാണുന്ന ഹൃദയ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളോ ക്യാൻസറോ ഡയബറ്റീസോ സ്ട്രോക്കോ റെസ്പിറേറ്ററി പ്രോബ്ലംസോ പാൻഡമിക്സോ ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള പലതരത്തിലുള്ള ലൈഫ് സ്റ്റൈൽ പ്രോബ്ലംസ്, ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സ് കൂടി വന്നുകൊണ്ടിരിക്കുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് നമ്മൾ അസുഖങ്ങൾ വന്ന ശേഷം മാത്രമേ ആരോഗ്യത്തെക്കുറിച്ച് ചിന്തിക്കുകയുള്ളൂ എന്നുള്ളതാണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സോ അസുഖങ്ങൾ വന്നിട്ട് ചികിത്സിക്കുകയല്ല വേണ്ടത്, അസുഖങ്ങൾ വരാതെ നോക്കുകയാണ് വേണ്ടത്. സോ വെൽനസ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു ഫിസിക്കൽ ആയിട്ടുള്ള ഒരു വെൽബീയിങ് മാത്രമല്ല, മെന്റൽ, സോഷ്യൽ, ഫിനാൻഷ്യൽ ആൻഡ് സ്പിരിച്വൽ എല്ലാ എലമെന്റിലും നമ്മളൊരു സൗഖ്യവാനാണ് അല്ലെങ്കിൽ സൗഖ്യവതിയാണ് അല്ലെങ്കിൽ വെൽബീയിങ്ങിലാണെങ്കിൽ നമുക്ക് വെൽനസ് എന്ന് പറയാൻ പറ്റുള്ളൂ. റൈറ്റ്. എന്തുകൊണ്ട് നമുക്ക് ഈ ഒരു മേഖല വളരെ വളരെ പ്രാധാന്യമുള്ളതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മോഡേൺ മെഡിസിന്റെ പിതാവായിട്ടുള്ള ഹിപ്പോക്രറ്റസ് എത്രയോ കാലങ്ങൾക്ക് മുമ്പേ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, ഭക്ഷണം ഔഷധമായിട്ടും ഔഷധം ഭക്ഷണമായിട്ടും ഉപയോഗിക്കുന്ന ഒരു കാലം വരുന്നു. സത്യമല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കുക. ഇന്ന് എത്രയോ ആളുകള് ഭക്ഷണം കഴിക്കുന്നത് പോലെ ഹൈ ക്വാണ്ടിറ്റി മെഡിസിൻ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പലതരത്തിലുള്ള പ്രോബ്ലം ഉണ്ടായിട്ട്. എന്നാൽ ഈ ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെ മെഡിസിൻസ് ഭക്ഷണം കഴിക്കുന്ന പോലെ കൂടുതൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഏറ്റവും നല്ല മെഡിസിൻ ഏറ്റവും നല്ല ഭക്ഷണമാണ് എന്ന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഡീൽ ചെയ്യുന്നത് ക്വാളിറ്റി ഫുഡ് അല്ലേ? യെസ്, ഇന്നത്തെ ഒരു സാഹചര്യത്തിലെ ഏറ്റവും നല്ല സൊല്യൂഷൻ അല്ലേ നമ്മുടെ കയ്യിലുള്ളത്? എന്തുകൊണ്ടത് ഏറ്റവും കൂടുതൽ പ്രാധാന്യം അർഹിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനെക്കുറിച്ചുള്ള 1-2 പോയിന്റുകൾ ഞാൻ പറയാം. നിങ്ങൾ കഴിയുന്ന ആളുകളൊന്ന് നോട്ട് ചെയ്തെടുക്കുക. വൈ ദിസ് ഇൻഡസ്ട്രി? നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ, ബിസിനസ് പ്ലാനിലും ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് വെൽനസ് നെക്സ്റ്റ് $1 ട്രില്യൺ ഇൻഡസ്ട്രി ആകാൻ പോകുന്നു എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. എന്തുകൊണ്ട് വെൽനസ് ഇത്രമാത്രം റെലവന്റ് ആണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളുടെ ആ ശരീരത്തെക്കുറിച്ച് കൃത്യമായ രീതിയിൽ മനസ്സിലാക്കണം. ഈ ഒരു ശരീരം നമുക്കറിയാം, ഒരുപാട് ഇങ്ങനെ വിസിബിൾ ആയിട്ടുള്ള എക്സ്റ്റേണൽ ബോഡി ഉണ്ട്, ഇന്റേണലി ഒരുപാട് ഓർഗൻസ് ഉണ്ട് അല്ലെ? ഇതെല്ലാം ഒരു കറക്റ്റ് സിസ്റ്റമാറ്റിക് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. സിസ്റ്റംസ് ആണ്. ഈ സിസ്റ്റത്തിലുള്ളത് ഓർഗൻസ് ആണ്. ഈ അവയവങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത് ടിഷ്യൂസ് അല്ലെങ്കിൽ കലകൾ എന്ന് പറയുന്ന ചെറിയ മൈന്യൂട്ട് പാർട്ടിക്കിൾ കൊണ്ടാണ്. ഈ ടിഷ്യൂസ് ഉണ്ടാക്കിയിരിക്കുന്നത് കോശങ്ങളെ കൊണ്ടാണ്, കോടിക്കണക്കിന് കോശങ്ങളെ കൊണ്ടാണ്. സോ ചുരുക്കി പറഞ്ഞാൽ ദ മൈന്യൂട്ട് പാർട്ട് ഓഫ് അവർ ബോഡി ഈസ് സെൽ, കോശങ്ങളാണ്. ശരീരത്തിൽ എവിടെയെങ്കിലും പ്രോബ്ലംസ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം കോശങ്ങളിലാണ് പ്രോബ്ലം ഉണ്ടാകുന്നത്. സോ കോശങ്ങൾക്ക് പ്രോബ്ലം ഉണ്ടെങ്കിൽ സൊല്യൂഷൻ എന്താണ്? എന്ത് കൊണ്ടാണോ കോശങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത് അതാണ് സൊല്യൂഷൻ. റൈറ്റ്. സോ ആ പാർട്ടിലേക്ക് ഞാൻ വരുന്നു. അതിന് മുന്നോടിയായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ്, നമ്മുടെ ശരീരത്തിൽ നമുക്കറിയാവുന്ന, നമുക്ക് ഫീൽ ചെയ്യാവുന്ന 2 കണ്ടീഷൻസ് ആണുള്ളത്. ഒന്ന് ഹെൽത്ത്, 2 ഡിസീസ് അല്ലെങ്കിൽ ഡിസോർഡർ. ആരോഗ്യം എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ടാവും, ഡിസീസ് അല്ലെങ്കിൽ ഡിസോർഡർ എന്ന് പറയുന്ന അവസ്ഥയുണ്ടാവും. ഇത് രണ്ടും നമുക്ക് അറിയുന്നതാണ്. പ്രത്യേകിച്ച് പ്രോബ്ലംസ് ഒന്നും ഇല്ലെങ്കിൽ വി ബിലീവ് വി ആർ ഹെൽത്തി. എന്നാൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് ശരീരത്തിൽ ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഹെൽത്ത് ഇഷ്യൂസിലേക്ക് അത് ലീഡ് ചെയ്യും. അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ, ബുദ്ധിമുട്ടുകൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഡോക്ടറെ അടുത്ത് പോകും. അദ്ദേഹം പല പരിശോധനകളും നടത്തും, പല മരുന്നുകൾ പ്രിസ്ക്രൈബ് ചെയ്ത് തരും. അത് നമ്മൾ വാങ്ങി കഴിക്കും. ആ ബുദ്ധിമുട്ടൊന്ന് കുറയും. നമ്മൾ വിശ്വസിക്കുന്നത് നമ്മളൊക്കെ അസുഖം മാറി ആരോഗ്യവാനായി എന്നാണ്. കുറച്ചു കാലം കഴിയുമ്പോൾ വീണ്ടും ഈ പറഞ്ഞ പ്രശ്നങ്ങൾ, മറ്റു പല പ്രശ്നങ്ങളും വരും. വീണ്ടും ഡോക്ടറെ അടുത്ത് പോകും. ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ മൈ ഡിയർ ഫ്രണ്ട്സ്, ചിന്തിക്കേണ്ട പോയിന്റ്, ഡോക്ടേഴ്സ് തരുന്ന സൊല്യൂഷൻ എന്താണ്? ഇറ്റ്സ് മെഡിസിൻസ് അല്ലേ? മെഡിസിൻസ് കഴിക്കാത്തതുകൊണ്ടാണ് ആ അവസ്ഥ ഉണ്ടായത്? ചിന്തിക്കണം. ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്ത് തരുന്ന ആ മെഡിസിൻസ് കഴിക്കാത്തത് കൊണ്ടാണോ ആ പ്രശ്നങ്ങൾ ഉണ്ടായത്? ആണെങ്കിൽ മെഡിസിൻ ഈസ് ദ സൊല്യൂഷൻ, അല്ലെങ്കിൽ മെഡിസിൻ ഈസ് നോട്ട് ദ സൊല്യൂഷൻ.
ഐ തിങ്ക് നിങ്ങൾക്ക് ക്ലിയർ ആവുന്നുണ്ടെന്ന് കരുതുന്നു. റൈറ്റ്. സോ എന്തോ ചില മിസ്സിംഗ് ഫാക്ടേഴ്സ് അവിടെ ഉണ്ട്. അതുകൊണ്ടാണ് റിപ്പീറ്റഡ് ആയിട്ട് ഇങ്ങനെ അസുഖങ്ങൾ ഓരോ സൈക്ലിക് ആയിട്ട് വന്നുകൊണ്ടേയിരിക്കുന്നത്. മെഡിസിൻസ് കൊണ്ട് ആ ലക്ഷണങ്ങളെ മാത്രമേ സപ്രസ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. ദ ഡെഫിഷ്യൻസി എന്ന് പറഞ്ഞൊരു സ്റ്റേജ് ഉണ്ട്. ഈ രണ്ട് ഹെൽത്തിനും ഡിസീസിനും ഇടയ്ക്ക് ഡെഫിഷ്യൻസി എന്ന് പറഞ്ഞൊരു സ്റ്റേജ് ഉണ്ട്. ഡെഫിഷ്യൻസി ഓഫ് ന്യൂട്രീഷൻ, പോഷകങ്ങളുടെ അപര്യാപ്തത. ആ ഒരു സ്റ്റേജ് ഇറ്റ്സ് എ ലോങ് പീരീഡ്, വർഷങ്ങളോളം ആ ഒരു കാലഘട്ടം ഉണ്ടാവും. ആ കാലഘട്ടത്തിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ ശരീരത്തിൽ ഉണ്ടാവും, പക്ഷെ നമുക്ക് അറിയാൻ കഴിയില്ല. അത് കുറച്ചും കൂടെ സിവിയർ ആയിട്ടുള്ള ചേഞ്ചസ് ആകുമ്പോൾ ശരീരത്തിൽ ചില ലക്ഷണങ്ങൾ കാണിക്കും. അപ്പൊ നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മൾ ചിലപ്പോൾ അത് അവഗണിക്കും, ചിലപ്പോൾ വളരെ അസ്വസ്ഥമാണെങ്കിൽ ഡോക്ടറെ അടുത്ത് പോകും. ആ സമയത്ത് എന്താണോ സിംറ്റം അതിനനുസരിച്ചുള്ള മെഡിസിൻ, അതിനെ സപ്രസ് ചെയ്യാനുള്ള മെഡിസിൻ ഡോക്ടേഴ്സ് തരും. റൈറ്റ്. സോ അത് കഴിക്കുന്ന സമയത്ത് ആ സിംറ്റം നമുക്ക് കുറയും, നമ്മൾ ഓക്കെ ആവും, വി ഫീൽ വി ആർ ഹെൽത്തി. പക്ഷെ നമ്മൾ ഹെൽത്തി അല്ല, വി ആർ ഡെഫിഷ്യൻസി സ്റ്റേജ്. റൈറ്റ്. സോ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ അസുഖം ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ ഡീൽ ചെയ്യുന്ന മേഖല അല്ലെങ്കിൽ നമ്മൾ അപ്രോച്ച് ചെയ്യുന്ന ഇൻഡസ്ട്രിക്ക് പറയുന്ന പേരാണ് ഫാർമാസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രി. അവിടെ ആരൊക്കെയാണുള്ളത്? ഡോക്ടേഴ്സ് ഉണ്ടാവും, ഹോസ്പിറ്റൽസ് ഉണ്ടാവും, മെഡിക്കൽ കമ്പനികൾ ഉണ്ടാവും, ലബോറട്ടറികൾ ഉണ്ടാവും, അതുപോലെ മെഡിക്കൽ ഷോപ്പുകൾ ഉണ്ടാവും. അങ്ങനെയുള്ള എല്ലാവരും കൂടെ ഡീൽ ചെയ്യുന്ന ഒരു മേഖലയാണ് ഫാർമാസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രി. ആ ഫാർമാസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രിയിൽ നമ്മൾ അപ്രോച്ച് ചെയ്യേണ്ട സാഹചര്യം എപ്പോഴാണ്? നമുക്ക് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാകുന്ന സമയത്താണ്, അസുഖങ്ങൾ ഉണ്ടാകുന്ന സമയത്ത്, ഇൽനെസ് ഉണ്ടാകുന്ന സമയത്ത്. അവിടെയുള്ള സൊല്യൂഷൻ എന്താണ്? മെഡിസിൻസ് ആണ് അവർ തരുന്ന സൊല്യൂഷൻ. അത് കഴിക്കുമ്പോൾ എന്താണ് സംഭവിക്കുക? ഈ ഇൽനെസ് അല്ലെങ്കിൽ ഹെൽത്ത് ഇഷ്യൂസ് ഉള്ള ഡിസീസ് എന്ന് പറയുന്ന ഡിസോർഡർ എന്ന് പറയുന്ന കണ്ടീഷനിൽ നിന്നും പതുക്കെ ഡെഫിഷ്യൻസി എന്ന് പറയുന്ന സ്റ്റേജിലേ നമ്മൾ എത്തുള്ളൂ. നമ്മൾ മരുന്ന് സ്റ്റോപ്പ് ചെയ്യും, കുറച്ചു കാലം കഴിയുമ്പോൾ വീണ്ടും ഡിസീസിലേക്ക് പോകും, മരുന്ന് വാങ്ങി കഴിക്കും, ഡെഫിഷ്യൻസിയിലെത്തും. ഒരിക്കലും ഹെൽത്തിലേക്ക് എത്തുന്നില്ല. ഹെൽത്തിലേക്ക് എത്തണമെങ്കിൽ എന്തൊക്കെ പോഷകങ്ങളുടെ അപര്യാപ്തത കൊണ്ടാണോ ഈ പറഞ്ഞ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളത്, ആ പോഷകങ്ങൾ നമ്മൾ കൊടുക്കാൻ പറ്റണം. ആ പോഷകങ്ങൾ കൊടുക്കാൻ പറ്റണം. ആ പോഷകങ്ങളുമായി ബന്ധപ്പെട്ട ഒരു ഇൻഡസ്ട്രി ഉണ്ട്, അതിന്റെ പേരാണ് ന്യൂട്രാസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രി. ന്യൂട്രാസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രി എന്ന് പറഞ്ഞത്. ഈ ന്യൂട്രാസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രിയോടൊപ്പം അതിന്റെ കൂടെ അഡ്വാൻസ് ആയിട്ട് വളരെ വേഗതയിൽ വളർന്നുകൊണ്ടിരിക്കുന്ന മറ്റൊരു ഇൻഡസ്ട്രിയും കൂടെ ഉണ്ട്. അതിനെക്കുറിച്ച് ഞാൻ പറയാം. ന്യൂട്രാസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രിയിലെ സൊല്യൂഷൻ മെഡിസിൻസ് അല്ല, ഓർഗാനിക് ഫുഡാണ്, ന്യൂട്രീഷ്യസ് ഫുഡാണ്. അത് കഴിക്കുമ്പോൾ ശരീരത്തിലേക്ക് ആവശ്യമായിട്ടുള്ള ന്യൂട്രീഷൻ കിട്ടും. ഡെഫിഷ്യൻസി സ്റ്റേജിലുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഹെൽത്തിലേക്ക് പതുക്കെ എത്താൻ പറ്റും. റൈറ്റ്. ഇനി മെഡിസിൻ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ, ഡിസീസ് കണ്ടീഷനിലുള്ള ഒരാൾ അലോങ് വിത്ത് മെഡിസിൻ കഴിക്കുന്നതിന് കൂടെ ഈ ഓർഗാനിക് ഫുഡ് കഴിച്ചാൽ പെട്ടെന്ന് അവർക്ക് ഡെഫിഷ്യൻസി സ്റ്റേജിൽ എത്താൻ പറ്റും. മെഡിസിൻ സ്റ്റോപ്പ് ചെയ്യാം, ഓർഗാനിക് ഫുഡ് കണ്ടിന്യൂ ചെയ്യുക, പതുക്കെ അവർക്ക് ഹെൽത്തിലേക്കും എത്താൻ പറ്റും. എന്തുകൊണ്ട് ഓർഗാനിക് ഫുഡ് കഴിക്കുമ്പോൾ ഈ പറഞ്ഞ ആരോഗ്യത്തിലേക്ക് തിരിച്ചു വരാൻ പറ്റുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ശരീരത്തിലുള്ള കോശങ്ങളെല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത് ഈ ന്യൂട്രീഷൻ കൊണ്ടാണ്. അപ്പൊ കോശത്തിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി കൊണ്ടാണ് സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ പ്രൊഡക്റ്റ് ഉപയോഗിക്കുമ്പോൾ മിറാക്കുലസ് ആയിട്ടുള്ള റിസൾട്ടുകൾ വരുന്നത്. റൈറ്റ്. ഇനി ഈ ഒരു ന്യൂട്രാസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രി എന്തുകൊണ്ട് ഇത്രയധികം വളരാൻ പോകുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതിനെ സപ്പോർട്ടീവായിട്ട് മറ്റൊരു മേഖല കൂടെ വളർന്നുകൊണ്ടിരിക്കുന്നത് ഇറ്റ്സ് കോൾഡ് ന്യൂട്രിജെനോമിക്സ്. കടിച്ചാൽ പൊട്ടാത്ത വാക്കാണ്, ടെൻഷൻ അടിക്കണ്ട. ന്യൂട്രിജെനോമിക്സ് എന്ന് പറഞ്ഞാൽ ഇന്ന് ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ട് വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ശരീരത്തിലുള്ള കോടിക്കണക്കിന് കോശങ്ങളിലുള്ള ജീൻ, അതിനെ പരിശോധിച്ചു കഴിഞ്ഞാൽ അതിനുള്ള ടെസ്റ്റുകളുണ്ട്. വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ടെസ്റ്റുകളാണ്. ജൻസോണ എന്നൊക്കെ പറയുന്ന ഒരുപാട് ടെസ്റ്റുകളൊക്കെ ഉണ്ട്. സോ അത് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മളുടെ ഇപ്പോഴുള്ള നമ്മുടെ ജീവിത ശൈലി, ഭക്ഷണ രീതികൾ, ഇതൊക്കെ വെച്ചുകൊണ്ട് വരുന്ന ഒരു 20-25-30 ഇയേഴ്സിലേക്ക് നമുക്ക് എന്തൊക്കെ ലൈഫ് സ്റ്റൈൽ പ്രോബ്ലംസ് വരാൻ സാധ്യതയുണ്ട്, അതിന്റെ നീണ്ട ലിസ്റ്റ് ഇങ്ങോട്ട് കിട്ടും. ഭാവിയിൽ വരാൻ സാധ്യതയുള്ള ജീവിതശൈലി രോഗങ്ങളുടെ ലിസ്റ്റ് ഇങ്ങോട്ട് കിട്ടും അഡ്വാൻസ് ആയിട്ട്, ഇപ്പോഴുള്ള ഇതേ ലൈഫ് സ്റ്റൈൽ നമ്മൾ തുടർന്ന് പോവുകയാണെങ്കിൽ. റൈറ്റ്. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, അങ്ങനെ ഒരു ലിസ്റ്റ് നമുക്ക് അഡ്വാൻസ് ആയിട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? അയ്യോ, ഭാവിയിൽ എനിക്ക് ക്യാൻസർ വരുമല്ലോ എന്ന് പറഞ്ഞ് ടെൻഷൻ അടിച്ചിരിക്കുവോ? അല്ലെങ്കിൽ ക്യാൻസർ വരട്ടെ അപ്പൊ നോക്കാം എന്ന് ചിന്തിക്കൂ? അല്ലെങ്കിൽ വരാതിരിക്കാൻ എന്ത് ചെയ്യും എന്നുള്ളതിനെ കുറിച്ച് ചിന്തിക്കൂ? സോ മൈ ഡിയർ ഫ്രണ്ട്സ്, ഭാവിയിൽ എന്തൊക്കെ പ്രോബ്ലംസ് വരാൻ, ഹെൽത്ത് ഇഷ്യൂസ് വരാൻ സാധ്യതയുണ്ട്, ലൈഫ് സ്റ്റൈൽ പ്രോബ്ലംസ് വരാൻ സാധ്യതയുണ്ട് എന്ന് നമുക്ക് മുൻകൂട്ടി അറിയാൻ പറ്റിക്കഴിഞ്ഞാൽ അതിനെ പ്രിവെന്റ് ചെയ്യാൻ എന്താണ് വേണ്ടത്? മുൻകൂട്ടി അറിയാനുള്ള മേഖലയാണ് ന്യൂട്രിജെനോമിക്സ്, അതിനെ പ്രിവെന്റ് ചെയ്യാനുള്ള മേഖലയാണ് ന്യൂട്രാസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രി.
ആൻഡ് അവർ പ്രോഡക്ട്സ് നമ്മുടെ പ്രൊഡക്റ്റുകൾ എല്ലാം തന്നെയും ഈ ന്യൂട്രാസ്യൂട്ടിക്കൽ മേഖലയിൽ വരുന്ന പ്രൊഡക്റ്റുകളാണ്. സോ ബിഗ് ആയിട്ടുള്ള ഒരു സാധ്യതയാണ് നമ്മുടെ പ്രൊഡക്റ്റുകൾക്കുള്ളത്. വലിയ റോളുകളാണ് ആരോഗ്യം നിലനിർത്തുന്ന കാര്യത്തിൽ നമ്മുടെ പ്രൊഡക്റ്റുകൾക്കുള്ളത്. ഏറ്റവും എടുത്തു പറയേണ്ട ഹൈലൈറ്റഡ് ആയിട്ടുള്ള പോയിന്റ് എന്താണെന്ന് വെച്ചാൽ ക്ലിനിക്കൽ ട്രയൽസ് കഴിഞ്ഞ പ്രൊഡക്റ്റുകളാണ്. മനുഷ്യരിൽ പോലും പരീക്ഷണങ്ങൾ നടത്തി അതിന്റെ സേഫ്റ്റിയും എഫിക്കസിയും എല്ലാം തന്നെ പ്രൂവ് ചെയ്തിട്ടുള്ള പ്രൊഡക്റ്റുകളാണ് നമ്മുടെ എല്ലാ പ്രൊഡക്റ്റുകളും. ഒരുപാട് സർട്ടിഫിക്കേഷൻസ് ഉണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട 3-4 സർട്ടിഫിക്കേഷൻസ് ആണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. ഹലാൽ സർട്ടിഫിക്കേഷൻ, ഇസ്ലാം മതവിശ്വാസ പ്രകാരം ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. കോഷർ, ജൂയിഷ് മതവിശ്വാസ പ്രകാരം വേൾഡ് വൈഡ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ISO സർട്ടിഫൈഡ് ആണ്. വേൾഡ് ക്ലാസ് ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റ് ആണ്. മാത്രമല്ല നമ്മുടെ മാനുഫാക്ചറിങ് ഫെസിലിറ്റി GMP സർട്ടിഫൈഡ്, ഗുഡ് മാനുഫാക്ചറിങ് പ്രാക്ടീസസ് സർട്ടിഫൈ ചെയ്തിട്ടുള്ള അത്രയും ഹൈ ക്വാളിറ്റി ഉള്ള മാനുഫാക്ചറിങ് ഫെസിലിറ്റിയിൽ ഉണ്ടാക്കുന്ന ഹൈ ക്വാളിറ്റി പ്രൊഡക്ട്സുകളാണ് നമ്മുടെ എല്ലാ പ്രൊഡക്റ്റുകളും. ഈ പ്രൊഡക്റ്റുകളുടെ പ്രത്യേകതകൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് പ്രിവെന്റീവ് കാറ്റഗറിയിലുള്ള പ്രൊഡക്റ്റുകളാണ്. അസുഖങ്ങൾ വന്ന് ചികിത്സിക്കാൻ ഉപയോഗിക്കുന്ന പ്രൊഡക്റ്റുകളല്ല, മറിച്ച് വരാതിരിക്കാൻ വേണ്ടി നമ്മൾക്ക് ഉപയോഗിക്കാവുന്ന, അല്ലെങ്കിൽ നമ്മളുടെ ഈ ന്യൂട്രാസ്യൂട്ടിക്കൽ മേഖലയിൽ ഈ ഡെഫിഷ്യൻസി സ്റ്റേജിൽ നമുക്ക് ഉപയോഗിക്കേണ്ട പ്രൊഡക്റ്റുകളാണ് തീർച്ചയായിട്ടും നമ്മുടെ ഓരോ പ്രൊഡക്റ്റുകളും. ആൻഡ് ഇറ്റ് ഈസ് ഹോളിസ്റ്റിക്, കംപ്ലീറ്റ് പ്രോഡക്റ്റ് ഫ്രം ഹെഡ് ടു ടോ, തല മുതൽ പാദം വരെ എൻറ്റയർ ബോഡിയിലേക്കും അതിന്റെ ഉപയോഗമുണ്ട്. എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പ്രൊഡക്റ്റുകൾ സെല്ലുലാർ ന്യൂട്രീഷനാണ്. നമ്മുടെ ശരീരത്തിലുള്ള കോടിക്കണക്കിന് കോശങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള പോഷകങ്ങളാണ് നമ്മുടെ പ്രൊഡക്റ്റിലൂടെ കിട്ടുന്നത്. സോ ഇറ്റ് റിക്വയർസ് ഹെഡ് ടു ടോ, തല മുതൽ പാദം വരെ കോശങ്ങളാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രൊഡക്റ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ എൻറ്റയർ ബോഡിയിൽ അതിന്റെ ബെനിഫിറ്റ് നമുക്ക് കിട്ടുന്നുണ്ടാവും. ആൾട്ടർനേറ്റീവ് ആയിട്ട് വളരെ സേഫ് ആയിട്ട് മെഡിസിൻസ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് പോലും അതോടൊപ്പം വളരെ സേഫ് ആയിട്ട് ഉപയോഗിക്കാം. ആൻഡ് ഓഗ്മെന്റഡ് ആയിട്ടുള്ള ബെനിഫിറ്റ്സ്, കോംപ്ലിമെന്ററി ബെനിഫിറ്റ്സ് ഉണ്ടാവും. മേ ബി ചിലപ്പോൾ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് സഹിക്കാൻ പറ്റാത്തത് കൊണ്ടായിരിക്കാം നമ്മുടെ പ്രൊഡക്റ്റ് ആരെങ്കിലും ഒരാൾ ഉപയോഗിക്കുന്നത്. പക്ഷെ അയാൾക്ക് ഫീൽ ചെയ്യുന്നതോ ഫീൽ ചെയ്യാത്തതോ ആയിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ അകത്ത് വേറെ ഉണ്ടാവാം. കാരണം ഡെഫിഷ്യൻസി സ്റ്റേജിൽ എല്ലാ പ്രോബ്ലംസും നമുക്ക് ഫീൽ ചെയ്തോളണം എന്നില്ല. റൈറ്റ്. സോ ആ സമയത്ത് ഈ പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ശരീരത്തിൽ മറ്റു പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ പോലും സോൾവ് ആവും. സോ ഓഗ്മെന്റഡ് ആയിട്ടുള്ള മൾട്ടിപ്പിൾ ആയിട്ടുള്ള ബെനിഫിറ്റ്സ് നമ്മുടെ പ്രൊഡക്ട്സ് ഉപയോഗിക്കുമ്പോൾ ശരീരത്തിൽ കിട്ടുന്നുണ്ടാവും. റൈറ്റ്. സോ ഇതിലെ മാസ്റ്റർ പ്രോഡക്റ്റ്, കമ്പനിയുടെ ആദ്യത്തെ പ്രോഡക്റ്റ് ഐപ്പൾസ് എന്ന് പറയുന്ന പ്രോഡക്റ്റ്. കമ്പനി സ്റ്റാർട്ട് ചെയ്ത സമയത്ത് 2014 സ്റ്റാർട്ട് ചെയ്ത സമയത്ത് വെരി ഫസ്റ്റ് പ്രോഡക്റ്റ് ആയിട്ട് കമ്പനി ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ് ഐപ്പൾസ്. ഇന്ന് സൂപ്പർ ബ്രാൻഡ് കാറ്റഗറിയിലേക്ക് പോലും വളർന്നു എന്നുള്ളത് വളരെ വളരെ അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ്. എന്താണ് ഐപ്പൾസ്? ഇമ്മ്യൂണിറ്റി ബൂസ്റ്റപ്പ് ചെയ്യാൻ പറ്റുന്ന വളരെ പവർഫുൾ ആയിട്ടുള്ള ആന്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. വേൾഡിലെ ഫസ്റ്റ് ക്വാളിറ്റി 15 തരം ഫ്രൂട്ട്സിന്റെ ഒരു ബ്ലെൻഡ് ആണ് ഐപ്പൾസ് എന്ന് പറയുന്ന പ്രോഡക്റ്റ്. റൈറ്റ്. സോ ആന്റി ഓക്സിഡൻസ് ആണ് ഈ ഐപ്പൾസിലെ ഏറ്റവും പ്രധാനപ്പെട്ട എലമെന്റ് എന്ന് പറയുന്നത്. എന്താണ് ആന്റി ഓക്സിഡൻസ്? അതിന്റെ റെലവൻസ് എന്താണ്? എന്തുകൊണ്ട് ഹാർട്ട് ഹെൽത്തിനെ കുറിച്ച് ഏറ്റവും കൂടുതൽ നമ്മളിപ്പം ഈ ഒരു പ്രോഗ്രാമിൽ പ്രത്യേകമായിട്ട് പറയുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് ഐപ്പൾസിന്റെ ക്ലിനിക്കൽ ട്രയൽസിൽ ഏറ്റവും പ്രധാനപ്പെട്ട ക്ലിനിക്കൽ ട്രയൽസ് നടന്നിരിക്കുന്നത് ഇറ്റ്സ് ഫോർ ഹാർട്ട് ഹെൽത്ത്. അതിനേക്കാൾ അപ്പുറത്തേക്ക് ഹൃദയത്തിനുണ്ടാകുന്ന പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ പല പ്രശ്നങ്ങളും നമുക്ക് ചികിത്സിക്കാൻ പോലും സമയം കിട്ടില്ല, അത്രയും ഫാസ്റ്റ് ആണ്. സോ അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടത് വളരെ വളരെ അത്യാവശ്യമാണ്. ഇവിടെ ഹാർട്ട് ഹെൽത്തും ആന്റി ഓക്സിഡൻസും തമ്മിൽ വലിയൊരു ബന്ധമുണ്ട്. ഹാർട്ട് പ്രോബ്ലംസ് വരാൻ സാധ്യത അല്ലെങ്കിൽ അതിനുള്ള റിസ്ക് ഫാക്ടേഴ്സിനെ കുറിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പം ഡയബറ്റീസ് ഉള്ള ആളുകൾക്ക് ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ടൊബാക്കോ ഉപയോഗിക്കുന്ന ആളുകളെ സംബന്ധിച്ചിട്ട് അത് സ്മോക്കിംഗ് ആവാം അല്ലെങ്കിൽ ച്യൂയിങ് ആവാം. ടൊബാക്കോ ഉപയോഗിക്കുന്ന ആളുകൾക്ക് ഈ പറഞ്ഞ ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഹൈപ്പർ ടെൻഷൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ കൊളസ്ട്രോൾ ഹൈ ആയിട്ടുള്ള ആളുകൾ, അത് ഫാമിലി ഹിസ്റ്ററി ഉള്ള ആളുകൾ, വ്യായാമം ഒട്ടും ചെയ്യാത്ത ആളുകൾ, അൺഹെൽത്തി ആയിട്ടുള്ള ഈറ്റിംഗ് ഹാബിറ്റ്സ് പാറ്റേൺസ് ഉള്ള ആളുകൾ, അതുപോലെ തന്നെ സ്ട്രെസ്, ഉറക്കക്കുറവ്, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഹൃദയ സംബന്ധമായിട്ടുള്ള പ്രശ്നം വരാനുള്ള സാധ്യത 10 മടങ്ങ് കൂടുതലാണ്. സോ നിങ്ങളിൽ ആരെങ്കിലും തന്നെയോ നിങ്ങളുടെ ഫാമിലിയിലോ നിങ്ങളുടെ റിലേറ്റീവ് സർക്കിളിലോ ഈ പറഞ്ഞ ജീവിതശൈലി പ്രശ്നങ്ങളുള്ള ആളുകൾ ഉണ്ടെങ്കിൽ അവരെ ഒന്ന് പ്രത്യേകം കെയർ ചെയ്യുക. ബിക്കോസ് ഹാർട്ട് സംബന്ധമായ പ്രശ്നങ്ങൾ അത് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ചികിത്സിക്കാൻ പോലും നമുക്ക് സമയം കിട്ടില്ല. വി മേ ലോസ് ദം, അവരെ നഷ്ടപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സോ അതേപോലെ തന്നെ എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, ഈ ഡെഫിഷ്യൻസി സ്റ്റേജിൽ, ഞാൻ നേരത്തെ പറഞ്ഞ ഡെഫിഷ്യൻസി സ്റ്റേജിൽ നമ്മുടെ ശരീരം ഉള്ള സമയത്ത് ഈ
വൈറ്റമിൻസിന്റെയോ മിനറൽസിന്റെയോ ഒക്കെ ഡെഫിഷ്യൻസി വരുന്ന സമയത്ത് ശരീരം പല സിംറ്റംസ് കാണിക്കും. ഇതുപോലെ തന്നെ ഈ ഹാർട്ട് സംബന്ധമായ പ്രോബ്ലംസ്, ശരീരത്തിൽ ഹാർട്ടിന് കൃത്യമായിട്ട് വർക്ക് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടെങ്കിൽ ശരീരം ചില സിംറ്റംസ് കാണിക്കും. അത് നമ്മൾ ശ്രദ്ധിക്കണം. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ബ്രീത്ത്ലെസ്നെസ് വരിക, ശ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ട് വരിക, അതല്ലെങ്കിൽ കിടക്കുന്ന സമയത്ത് ശ്വാസം ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ചുമ വരിക, കാലിലൊക്കെ സ്വെല്ലിങ് വരിക, മുഖമൊക്കെ വല്ലാണ്ട് ചീർത്ത് നിൽക്കുന്ന ഒരു പഫി ആയിട്ടുള്ള നിൽക്കുന്ന കാണാം, അമിതമായിട്ടുള്ള ക്ഷീണം അനുഭവപ്പെടാം, ഗ്യാസ്ട്രിക് ആയിട്ടുള്ള ഇറിറ്റേഷൻ എപ്പോഴും ഫ്രീക്വന്റ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുക, സഡൻ ആയിട്ടുള്ള വെയിറ്റ് ഗെയിൻ ഉണ്ടാവുക. ഇങ്ങനെയുള്ള സിംറ്റംസ് ഒക്കെ ഉണ്ടെങ്കിൽ നെവർ എവർ ഇഗ്നോർ, അവോയ്ഡ് ചെയ്യരുത്. ബിക്കോസ് ഈ സിംറ്റംസ് ഹാർട്ട് പ്രോബ്ലത്തിന്റെ ആണ് എന്നുള്ളതല്ല, ദർ ഈസ് പോസിബിലിറ്റി, തള്ളിക്കളയാൻ പറ്റില്ല. റൈറ്റ്. സോ അത്രയും വളരെ റിസ്കി ആയിട്ടുള്ള ഒരു അവസ്ഥയാണ് ഹാർട്ട് റിലേറ്റഡ് പ്രോബ്ലംസ് എന്ന് പറയുന്നത്. ഇവിടെ ആന്റി ഓക്സിഡൻസിന്റെ റോള് വളരെ പ്രാധാന്യമുള്ളതാണ്. ആന്റി ഓക്സിഡൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഓക്സിഡേഷൻ, ഓക്സീകരണം അല്ലെങ്കിൽ ഓക്സിജന്റെ ഒരു നശീകരണ സ്വഭാവം. നമുക്കറിയാം ഓക്സിജന്റെ ഒരു പോസിറ്റീവ് സൈഡും നെഗറ്റീവ് സൈഡും ഉണ്ട്. എന്താണ് പോസിറ്റീവ് സൈഡ്? നമ്മുടെ ജീവൻ നിലനിർത്താൻ ആവശ്യമായതാണ്. ദാറ്റ് ഈസ് പോസിറ്റീവ്. എന്താണ് നെഗറ്റീവ്? ഓക്സിജൻ എവിടെയൊക്കെ പ്രവർത്തിക്കുന്നുണ്ടോ അവിടെയൊക്കെ ഡാമേജ് ഉണ്ടാക്കുന്നുണ്ട്. അത് ഇരുമ്പ് തുരുമ്പിക്കുന്നതാണെങ്കിലും ചെമ്പ് ക്ലാവ് പിടിക്കുന്നതാണെങ്കിലും ആപ്പിൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ കളർ ചേഞ്ച് ആവുന്നതാണെങ്കിലും ഇതൊക്കെ ഓക്സിഡേഷൻ ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ശരീരത്തിന്റെ പുറത്തും അകത്തും ഇതേ ഓക്സിഡേഷൻ സംഭവിക്കുന്നുണ്ട്. ഇങ്ങനെ ഓക്സിഡേഷൻ സംഭവിക്കുന്ന അല്ലെങ്കിൽ ഓക്സിഡേഷൻ ഉണ്ടാകുന്ന സമയത്ത്, ഓക്സിഡേറ്റീവ് സ്ട്രെസ് ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിലുള്ള പല ആറ്റങ്ങളുടെയും അതിന്റെ ബാലൻസ് നഷ്ടപ്പെടും. അതിന് പോസിറ്റീവ് ചാർജ് വരും, ഇലക്ട്രോൺ നഷ്ടപ്പെട്ട് അതിന് പോസിറ്റീവ് ചാർജ് വരും, അൺസ്റ്റേബിൾ ആയിട്ട് മാറും. ഇങ്ങനെ അൺസ്റ്റേബിൾ ആയിട്ട് മാറുന്ന ആറ്റങ്ങളാണ് ഫ്രീ റാഡിക്കൽസ് എന്ന് പറയുന്നത്, സ്വതന്ത്ര റാഡിക്കലുകൾ. ഇത് ഡാമേജ് ഉണ്ടാക്കുന്ന ആളുകളാണ്. ഇത് എവിടെയൊക്കെ പോയി പ്രവർത്തിക്കുന്നോ അവിടെയെല്ലാം ഡാമേജ് ഉണ്ടാക്കും. സോ ഇതിനെ റിവേഴ്സ് ചെയ്യണമെങ്കിൽ, ഓക്സിഡേഷൻ മൂലം ഉണ്ടാകുന്ന ഈ ഫ്രീ റാഡിക്കൽസിനെ റിവേഴ്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആന്റി ഓക്സിഡൻസ് വേണം. ഇപ്പം വൈറസിനെ റിവേഴ്സ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ അതിനെ പ്രിവെന്റ് ചെയ്യണമെങ്കിൽ എന്താ വേണ്ടത്? ആന്റി വൈറസ് ആണ് വേണ്ടത്, അല്ലെ? എന്നത് പറഞ്ഞ പോലെ ഓക്സിഡൻസിനെ പ്രിവെന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതിനെ ന്യൂട്രൽ ആക്കണമെന്നുണ്ടെങ്കിൽ ആന്റി ഓക്സിഡൻസ് ആവശ്യമാണ്. നമ്മുടെ ശരീരത്തിന് തന്നെ ഒരുപാട് ആന്റി ഓക്സിഡൻസ് ഉണ്ടാക്കാൻ പറ്റും. അതേസമയം ഡയറ്ററി ആയിട്ട്, ഫുഡിലൂടെ കമ്പൽസറി ആയിട്ട് കിട്ടേണ്ട കുറെ ആന്റി ഓക്സിഡൻസും ഉണ്ട്. സോ ഈ ആന്റി ഓക്സിഡൻസ് ഒക്കെ കൃത്യമായിട്ട് ശരീരത്തിൽ കിട്ടിക്കഴിഞ്ഞാൽ ശരീരത്തിന് നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ പറ്റും. ഇപ്പോൾ ഭക്ഷണത്തിലൂടെ കിട്ടേണ്ട ആന്റി ഓക്സിഡൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാടുണ്ട്. ഫ്ലേവനോയ്ഡ്സ്, പോളിഫിനോൾസ്, വൈറ്റമിൻ എ, സി, ഇ, ബീറ്റാ കരോട്ടിൻ, ലൈക്കോപ്പിൻ, ലൂട്ടീൻ, എങ്ങനെ തുടങ്ങി ഒരുപാടെണ്ണമുണ്ട്. റൈറ്റ്. സോ ഈ ആന്റി ഓക്സിഡൻസ് ഒക്കെ നമുക്ക് കൃത്യമായിട്ട് ശരീരത്തിന് കൊടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ, എവറി ഡേ കൃത്യമായിട്ട് കൊടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ശരീരത്തിന് അതെല്ലാം ഉപയോഗിച്ചുകൊണ്ട് കൃത്യമായി നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ പറ്റും. അങ്ങനെ പ്രവർത്തിക്കുമ്പോൾ കിട്ടുന്ന റിസൾട്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗുഡ് ഹെൽത്ത്, നല്ല ആരോഗ്യമാണ് കിട്ടുന്ന റിസൾട്ട്. സോ ഇവിടെയാണ് ഐപൾസ് എന്ന് പറയുന്ന പ്രൊഡക്റ്റിന്റെ റിസർച്ച്. 15 ഫ്രൂട്ട്സ് ഒരുപാട് റിസർച്ച് ചെയ്തിട്ടാണ് കമ്പനി ഇത് ചൂസ് ചെയ്തത് പോലും. ആന്റി ഓക്സിഡന്റ് റിച്ച് ആയിട്ടുള്ള ഫ്രൂട്ട്സ് ആണ് എല്ലാ ഫ്രൂട്ട്സും. അതിലെ മെയിൻ കമ്പോണന്റ് ആണ് അസായി ബെറി. ഇന്ന് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ക്ലിനിക്കൽ സ്റ്റഡീസ് നടന്നിട്ടുള്ള ഒരു ഫ്രൂട്ടാണ് അസായി ബെറി. സൗത്ത് അമേരിക്കയിൽ ആമസോൺ റെയിൻ ഫോറസ്റ്റിൽ കളക്ട് ചെയ്യുന്ന സൂപ്പർ ഫ്രൂട്ട് എന്നാണ് അസായി ബെറി അറിയപ്പെടുന്നത്. നമ്പർ 1 ആന്റി ഓക്സിഡന്റ് ആണ്, ആന്റി ഏജിനെ സപ്പോർട്ട് ചെയ്യുന്നത്, ഹാർട്ട് ഹെൽത്തിന് വളരെ നല്ലതാണ്, ക്യാൻസറിനെ പ്രിവെന്റ് ചെയ്യാനൊക്കെ വളരെ സപ്പോർട്ടീവ് ആയിട്ടുള്ളൊരു എലമെന്റ്സ് ഉള്ള ഫ്രൂട്ടാണ്. ഇന്ന് ലോകത്തിൽ കണ്ടെത്തിയുള്ള ഫ്രൂട്ട്സും നട്ട്സും ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ഹയസ്റ്റ് ഒറാക് വാല്യൂ ഉള്ള ഫ്രൂട്ടാണ്. ഈ ഒരു ഫ്രൂട്ടിനെ കുറിച്ച് ലോകത്ത് ശരിക്കും പഠനം വരാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ ആമസോൺ റെയിൻ ഫോറസ്റ്റിന്റെ ആ ഒരു ഫോറസ്റ്റിനെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന ഗോത്രവർഗ്ഗക്കാർ, അവരുടെ ലൈഫ് സ്പാൻ 100, 120, 130, 140 ആ റേഞ്ചിലാണ്. 80, 90 വയസ്സിലൊക്കെ സ്ത്രീകൾ അവിടെ നോർമലായിട്ട് പ്രസവിക്കും. ഈ ഒരു പ്രത്യേകത കണ്ടപ്പോഴാണ് ശാസ്ത്രലോകം അവരുടെ ജീവിത രീതി എന്താണെന്നുള്ളതിനെ കുറിച്ച് പഠിക്കാൻ തുടങ്ങി. അങ്ങനെ പഠിച്ചപ്പോഴാണ് അവർ ഡെയിലി ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ആഹാരമാണ് അസായി ബെറി. സോ ദ ഫോക്കസ് കെയിം ടു അസായി ബെറി. അസായി ബെറിയെ കുറിച്ചുള്ള റിസർച്ചുകൾ വരാൻ തുടങ്ങി. ആ റിസർച്ചിലൂടെ അതിലുള്ള ന്യൂട്രീഷൻ വാല്യൂ, ഹൈ ആയിട്ടുള്ള ന്യൂട്രീഷൻ വാല്യൂ ഉള്ള ഫ്രൂട്ടാണ് എന്നുള്ളത് മനസ്സിലായി. ഒറാക് വാല്യൂ അത്രയും ഹൈ ആയിട്ടുള്ള ഫ്രൂട്ടാണെന്ന് മനസ്സിലായി. അങ്ങനെയാണ് അസായി ബെറി പോപ്പുലർ ആവാൻ തുടങ്ങിയത്. ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട്. ഒരുപാട് പഠനങ്ങൾ ഈ ഒരു ഫ്രൂട്ടിനെ കുറിച്ച് നടന്നിട്ടുണ്ട്. യൂണിവേഴ്സിറ്റി ഓഫ് ഫ്ലോറിഡയിൽ 60-ലധികം പഠനങ്ങൾ ഓൾറെഡി ഇതിനെക്കുറിച്ച് നടന്നിട്ടുണ്ട്. ഈവൻ ഇതിനെക്കുറിച്ചുള്ള അസായി ബെറിയെ കുറിച്ചുള്ള ഒരു പ്രധാനപ്പെട്ട സയന്റിഫിക് സ്റ്റഡി നടന്നിട്ടുള്ളത് ലുക്കീമിയയ്ക്ക് എതിരാണ് മെഡിക്കൽസ്, ബ്ലഡ് ക്യാൻസർ. അത്രമാത്രം റെലവെന്റ് ആണ് അസായി ബെറി.
നമ്മുടെ കമ്പനി ഈ ഒരു പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്യാൻ അല്ലെങ്കിൽ അതിന് ഇൻസ്പിറേഷൻ ആയത് അമേരിക്കൻ ബഹിരാകാശ ഗവേഷണ ഏജൻസി ആയിട്ടുള്ള നാസ അവരുടെ ആസ്ട്രോനോട്ട്സിന് ഈ അവിടെ സ്പേസിൽ പോകുന്ന സമയത്ത് ഒരുപാട് സാറ്റലൈറ്റുകൾ ഉള്ളതുകൊണ്ട് ഹൈ റേഡിയേഷൻ ആണ് അവിടെ. പെട്ടെന്ന് സ്കിൻ ക്യാൻസർ വരും, പെട്ടെന്ന് ഏജിങ് സംഭവിക്കും. അങ്ങനെയുള്ള പ്രോബ്ലത്തിനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് ASTN എന്ന് പറഞ്ഞ ഒരു സ്പേസ് ഡ്രിങ്ക് കൊടുക്കുന്നുണ്ട്. അതിലെ മെയിൻ ഇൻഗ്രീഡിയന്റ് അസൈബറിയാണ്. ആ ഒരു ASTN ആസ്ട്രോനോട്ട്സിന് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ ബഹിരാകാശ ഗവേഷകർക്ക് ശാസ്ത്രജ്ഞന്മാർക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണെങ്കിൽ നമ്മുടെ കമ്പനി അതുക്ക് മേലെ ചിന്തിക്കുന്ന കമ്പനിയാണ്. കാരണം നമ്മളെ പോലുള്ള സാധാരണക്കാരായ ആളുകൾക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ കമ്പനി ഐപ്പിൾസ് എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ് ഉണ്ടാക്കിയിരിക്കുന്നത്. റൈറ്റ്. സോ അത്രയും റിസർച്ച് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് അസൈബറി. സോ 15 ഫ്രൂട്ട്സില് അസൈബറിയുടെ പെർസെന്റേജ് 14%. ഇതൊക്കെ നിങ്ങൾ ജസ്റ്റ് മനസ്സിലാക്കിയാൽ മതി. ഇതൊന്നും കസ്റ്റമേഴ്സിനോട് പറയാനുള്ളതല്ല. റൈറ്റ്. രാമോഹൻ സാർ തുടക്കത്തിൽ വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞു. നിങ്ങൾ ജസ്റ്റ് മനസ്സിലാക്കേണ്ട കാര്യങ്ങളെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. റൈറ്റ്. ദെൻ ഈ ഒരു എങ്ങനെയാണ് ഇത് പ്രിപ്പയർ ചെയ്യുന്നത്? -80 ഡിഗ്രിയിലേക്ക് അത് ഫ്രീസ് ചെയ്യും. അപ്പൊ അത് സ്റ്റോൺ പോലെ ആകും ഫ്രൂട്ട്സ് എല്ലാം. എന്നിട്ട് അതിനെ പൗഡർ ഫോമിലേക്ക് മാറ്റും. ഫ്രീസ് ഡ്രൈഡ് പൗഡർ ഫോമിലാണ് ഈ അസൈബറി ഒക്കെ ഉപയോഗിക്കുന്നത്. അതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് ചോദിച്ചാൽ പഴ ആകുന്ന സമയത്ത് ആ ഫ്രൂട്ട് ആയിരിക്കുന്ന സമയത്ത് അതിനകത്ത് എത്രത്തോളം ന്യൂട്രീഷൻ ഉണ്ടോ അതേ ന്യൂട്രീഷൻ അതുപോലെ നിലനിർത്തിക്കൊണ്ടാണ് ഈ പൗഡർ ഫോമിലേക്ക് മാറ്റുന്നത്. സോ ഐപ്പിൾസിൽ ആ ഫ്രൂട്ടിലുള്ള അതുപോലെ തന്നെ ന്യൂട്രീഷൻ കമ്പനിക്ക് അത് പ്രിസർവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. റൈറ്റ്. ദെൻ എന്താണ് ഇതിന്റെ റിസർച്ച് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 15 ഫ്രൂട്ട്സ് വളരെയധികം റിസർച്ച് ചെയ്തുകൊണ്ട് ആ കോമ്പിനേഷൻ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിന്റെ റെലവൻസ് എന്താണ്, അതിന്റെ പ്രാധാന്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ഒരു കാര്യം എപ്പോഴും നമ്മൾ ഓർക്കേണ്ട, നമ്മളുടെ ഇന്നത്തെ ഭക്ഷണ രീതി വെച്ച് നോക്കുകയാണെങ്കിൽ, ജീവിത ശൈലി വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ ആരും കൃത്യമായിട്ടുള്ള പോഷകാഹാരങ്ങൾ കഴിക്കുന്നില്ല. 2 ആളുകൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത്. അത് മാത്രമേ നമ്മൾ കാര്യമാക്കുള്ളൂ. എന്താണ്? നാക്കിനും വയറിനും, അല്ലേ? നാക്കിനും വയറിനും വേണ്ടി രുചി ഉണ്ടാവണം, വയറ് നിറയണം. ഇതാണ് നമ്മുടെ കൺസേൺ. ഒരിക്കലും ന്യൂട്രീഷൻ വാല്യൂ നോക്കിക്കൊണ്ടല്ല നമ്മൾ ഭക്ഷണം കഴിക്കുന്നത്. അത് പ്രായോഗികമായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. കാരണം ഒരു ദിവസത്തെ നമ്മുടെ ശരീരത്തിലേക്ക് ആവശ്യമായിട്ടുള്ള കംപ്ലീറ്റ് ന്യൂട്രീഷനും കിട്ടണമെങ്കിൽ, പ്രത്യേകിച്ച് ഒറാക് ആന്റി ഓക്സിഡൻസ് കിട്ടണമെന്നുണ്ടെങ്കിൽ 5000 ഒറാക് യൂണിറ്റ് ആണ് വേണ്ടത്. 3.5 കിലോ ഓർഗാനിക് ആയിട്ടുള്ള ഫ്രൂട്ട്സ്, അതും ഡിഫറെന്റ് കളറിലുള്ളത് വിത്ത് സ്കിൻ, തൊലി അടക്കം നമ്മൾ ഉപയോഗിക്കണം. ഇന്ന് നമ്മൾ വാങ്ങുന്ന ഫ്രൂട്ട്സ് ഒക്കെ ഒന്ന് ആലോചിച്ച് നോക്കുക, ഹൈലി പോയ്സണസ് ആണ്. ഫ്രൂട്ട്സ് അകത്തുള്ളത് പോലും കഴിക്കാൻ പറ്റില്ല, പിന്നെ എല്ലാത്തിൻ്റെ തൊലി, ശരിയല്ലേ? സോ ഹൈലി പോയ്സണസ് ആയിട്ടുള്ളതാണ് നമ്മൾ കഴിക്കുന്നത്. മാത്രമല്ല 3.5 കിലോ ഒരു ദിവസം കഴിക്കുക എന്ന് പറഞ്ഞാൽ പ്രാക്ടിക്കലി പോസിബിൾ അല്ല, എക്കണോമിക്കലി നോക്കുകയാണെങ്കിൽ അഫോർഡബിളും അല്ല. ഇവിടെയാണ് ഈ കമ്പനിയുടെ റിസർച്ച്. 60 ml ഐപ്പിൾസ് ഉപയോഗിച്ചാൽ 5000 മറിച്ച് 7000 ഒറാക് യൂണിറ്റ്സ് ആന്റി ഓക്സിഡൻസ് ശരീരത്തിലേക്ക് കിട്ടും. നമ്മുടെ ശരീരം ഒറാക് റിസർവ് ആക്കി മാറ്റാൻ പറ്റും, ആന്റി ഓക്സിഡന്റ് റിച്ച് ആക്കി മാറ്റാൻ പറ്റും. ഇത് റെഗുലർ ആയിട്ട് എവറി ഡേ നമ്മൾ കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിന് അത്രമാത്രം ആന്റി ഓക്സിഡൻസ് കിട്ടുന്നതുകൊണ്ട് തന്നെ ഏതൊക്കെ ഭാഗങ്ങളിൽ ഡാമേജ് ഉണ്ടായിട്ടുണ്ടോ അവിടെ എല്ലാം റിപ്പയറിങ് ചെയ്യാൻ സാധിക്കും. മറ്റ് ഫർദർ ഡാമേജസ് ഉണ്ടാവാതെ പ്രിവെന്റ് ചെയ്യാനും പറ്റും. അതുകൊണ്ടാണ് ഈ പറഞ്ഞ മിറാക്കുലസ് ആയിട്ടുള്ള റിസൾട്ടുകൾ നമുക്ക് കിട്ടുന്നതിന്റെ കാരണം. സോ ഐപ്പിൾസ് ഒരിക്കലും ഈ പറഞ്ഞ റിസൾട്ടുകൾ ഉണ്ടാക്കുന്നില്ല, മറിച്ച് ഐപ്പിൾസിലൂടെ കിട്ടുന്ന ഈ ന്യൂട്രീഷൻ വഴി ശരീരമാണ് ഈ പറഞ്ഞ ചേഞ്ചസ് എല്ലാം ഉണ്ടാക്കുന്നത്. റൈറ്റ്. സോ ഒരു സിനർജസ്റ്റിക് ആയിട്ടുള്ള ഒരു എഫക്ട് തരാനുള്ള വേണ്ടിയിട്ടാണ് ഈ 15 ഫ്രൂട്ട്സ്. 5 ബെറി ഫ്രൂട്ട്സും 10 സീസണൽ ഫ്രൂട്ട്സുമാണ് ഐപ്പിൾസിലെ ഇൻഗ്രീഡിയന്റ്. അസൈബറി, ബ്ലാക്ക്ബെറി, ബ്ലൂബെറി, മൾബെറി, സ്ട്രോബെറി, 5 ബെറി ഫ്രൂട്ട്സ്. പൈനാപ്പിൾ, പിയർ, വൈറ്റ് ഗ്രേപ്പ്, കിവി, ആപ്പിൾ, പൊമഗ്രനേറ്റ്, ചെറി, ബനാന, കോൺഗോർഡ് ഗ്രേപ്പ്, ഓറഞ്ച്, 10 സീസണൽ ഫ്രൂട്ട്സ്. ഇതിന്റെ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു കോമ്പോസിഷൻ ആണ് ഈ ഒരു മാജിക്കൽ എഫക്ട് തരുന്നത്, ഒരു സിനർജസ്റ്റിക് ആയിട്ടുള്ള എഫക്ട് തരുന്നത്. റൈറ്റ്. സോ ഈ ജസ്റ്റ് ഏതൊക്കെയാണ് ഫ്രൂട്ട് എന്ന് വെച്ചിട്ട് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. റൈറ്റ്. ദെൻ എങ്ങനെ ഇത് വർക്ക് ചെയ്യുന്നു? ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മുടെ ശരീരത്തിൽ ഡാമേജ് ഉണ്ടാക്കുന്നത് ഓക്സിഡേറ്റീവ് സ്ട്രെസ് മൂലം ഉണ്ടാകുന്ന ഫ്രീ റാഡിക്കൽസ് ആണ്, സ്വതന്ത്ര റാഡിക്കലുകൾ. അതിന്റെ ഒരു സയൻസ് പറയുകയാണെങ്കിൽ ശരിക്കും നിങ്ങൾ അറിയാൻ വേണ്ടി മാത്രം പറയുന്നതാണ്, ടെൻഷൻ ആവണ്ട. ഒരു ഇലക്ട്രോൺ നഷ്ടപ്പെട്ട് അൺസ്റ്റേബിൾ ആയിട്ടുള്ള ആറ്റങ്ങളാണ് ഫ്രീ റാഡിക്കൽസ്. ഇലക്ട്രോൺ നെഗറ്റീവ് ചാർജും പ്രോട്ടോൺ പോസിറ്റീവ് ചാർജാണ്. റൈറ്റ്. അത് നോർമൽ സെൽ എന്ന് പറഞ്ഞാൽ, നോർമൽ എന്ന് പറഞ്ഞാൽ ആറ്റം എന്ന് പറഞ്ഞാൽ ഈക്വൽ ആണ്, അതിന്റെ ന്യൂട്രൽ ആണ്. റൈറ്റ്. ഇലക്ട്രോൺ നഷ്ടപ്പെടുന്ന സമയത്ത്, ഈ ഓക്സിഡേറ്റീവ് സ്ട്രെസ് മൂലം ഇലക്ട്രോൺ നഷ്ടപ്പെടുന്ന സമയത്ത് പോസിറ്റീവ് ചാർജ് വരും, പ്രോട്ടോണിന്റെ പോസിറ്റീവ് ചാർജ് വരും, അൺസ്റ്റേബിൾ ആണ് ഫ്രീ റാഡിക്കൽസ്. ഇത് നമ്മുടെ ശരീരത്തിൽ ഓരോ സ്ഥലത്തും പോയിട്ട് ഹിറ്റ് ചെയ്യും. ഒരു ഉദാഹരണം പറയാം. ഇപ്പം ഡ്രഗ്സിന് അഡിക്റ്റ് ആയിട്ടുള്ള ആളുകൾ, ഇപ്പൊ മയക്കുമരുന്ന് പോലെയുള്ള സാധനങ്ങൾ ഉപയോഗിക്കുന്ന ആളുകൾ, അതിന് അഡിക്റ്റ് ആയിട്ടുള്ള ആളുകൾക്ക്
അത് കിട്ടിയിട്ടില്ലെങ്കിൽ അവർ വയലന്റ് ആവും, അല്ലേ? നമ്മൾ മേ ബി ചിലപ്പം നേരിട്ട് കണ്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ സിനിമകളിൽ പോലും കണ്ടിട്ടുണ്ടാവും, വയലന്റ് ആവും. ഇതുപോലെയാണ് ഫ്രീ റാഡിക്കൽസ്. ഇലക്ട്രോൺ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അത് വയലന്റ് ആണ്, അൺസ്റ്റേബിൾ ആണ്. ഇത് ഓരോ സ്ഥലത്ത് പോയിട്ട് ഹിറ്റ് ചെയ്യും. നമ്മുടെ ശരീരത്തിൽ എവിടെയാണോ, ഏത് ഭാഗത്തുള്ള അല്ലെങ്കിൽ ഏത് അവയവങ്ങളിലുള്ള കോശങ്ങളിലാണോ ഫ്രീ റാഡിക്കൽസ് ഹിറ്റ് ചെയ്യുന്നത്, ആ കോശങ്ങളിൽ ഡാമേജ് ഉണ്ടാവും. നിരന്തരമായിട്ടുള്ള ഈ ഹിറ്റിങ് വരുന്ന സമയത്ത് ഡാമേജ് കൂടി കൂടി വരും. സ്വാഭാവികമായിട്ടും നിങ്ങൾ ചിന്തിച്ചാൽ മതി, നമ്മുടെ ഈ പറഞ്ഞ ശരീരം മുഴുവൻ ഉണ്ടാക്കിയിരുന്നത് ഈ കോശങ്ങളെ കൊണ്ടാണ്. ആ ഓർഗനിലുള്ള കോശങ്ങൾക്ക് ഡാമേജ് സംഭവിച്ചു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? നെറ്റ് എഫക്ട് എന്ന് പറഞ്ഞാൽ ആ ഓർഗന് കൃത്യമായിട്ട് വർക്ക് ചെയ്യാൻ പറ്റില്ല. ആ ഓർഗന് കൃത്യമായിട്ട് വർക്ക് ചെയ്യാൻ പറ്റാത്ത സാഹചര്യം വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഡെഫിഷ്യൻസി സ്റ്റേജിലാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. അത് ലീഡ് ചെയ്ത് എവിടേക്ക് എത്തും? ഡിസീസ് അല്ലെങ്കിൽ ഡിസോർഡർ. ഡിസോർഡർ എന്ന് പറഞ്ഞാൽ ഒരു ഓർഡറിൽ പ്രവർത്തിക്കുന്ന ആ അവയവത്തിന് ഡിസോർഡർ ആവും, അല്ലെങ്കിൽ ഓർഡറിൽ പ്രവർത്തിക്കാൻ പറ്റാത്തൊരു സാഹചര്യം വരും. അപ്പോഴാണ് അതൊരു അസുഖം എന്ന് പറഞ്ഞ സ്റ്റേജിലിട്ട് മാറുക, അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈൽ പ്രോബ്ലത്തിലേക്ക് മാറുക. എവിടെയാണോ ഫ്രീ റാഡിക്കൽസ് അറ്റാക്ക് ചെയ്യുന്നത് അവിടെ ഡാമേജ് ഉണ്ടാവും. നമ്മുടെ ഈ ശരീരത്തിലുള്ള കോശങ്ങളിലുള്ള DNA, ജനിതക ഘടന, DNA ആണ് ഫ്രീ റാഡിക്കൽസ് അറ്റാക്ക് ചെയ്യുന്നതെങ്കിൽ ആ കോശത്തിന് അതിന്റെ വളർച്ചയെ സ്വന്തമായിട്ട് കൺട്രോൾ ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ട്. അത് നഷ്ടപ്പെടും. അത് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അനിയന്ത്രിതമായിട്ട് ആ കോശം വളരാൻ തുടങ്ങും, മ്യൂട്ടേഷൻ സംഭവിക്കും. ഇതാണ് ക്യാൻസർ ആയിട്ട് മാറുന്നത്. റൈറ്റ്. സോ ഇപ്പോ ഇത്രയും കാര്യത്തിൽ നിന്നും ഒരു പക്ഷേ നിങ്ങൾക്ക് മനസ്സിലായിട്ടാവും എന്തുകൊണ്ട് ജീവിതശൈലി രോഗങ്ങൾ ഉള്ള ആളുകളുടെ എണ്ണം മെഡിക്കൽ മേഖല ഇത്രയും അഡ്വാൻസ് ആയിട്ടും രോഗികളുടെ എണ്ണം കൂടി വന്നുകൊണ്ടിരിക്കുന്നു. ചികിത്സിച്ചിട്ടും എന്തുകൊണ്ട് ആളുകൾക്ക് ആരോഗ്യത്തിലേക്ക് തിരിച്ചു വരാൻ പറ്റുന്നില്ല? ഇറ്റ്സ് ബിക്കോസ് ഓഫ് ദിസ്. റൈറ്റ്. അവിടെ സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആന്റി ഓക്സിഡന്റ് റിച്ച് ആയിട്ടുള്ള ഓർഗാനിക് ഫുഡാണ്. ഇവിടെയാണ് ഐപ്പൾസിന്റെ റെലവൻസ്. ഐപ്പൾസിലുള്ള ആന്റി ഓക്സിഡൻസ്, ദേ ആർ ഇലക്ട്രോൺ റിച്ച്. ഇഷ്ടംപോലെ ഇലക്ട്രോൺ ഉണ്ട്. ആന്റി ഓക്സിഡൻസ് ശരീരത്തിൽ വന്നു കഴിഞ്ഞാൽ ഇലക്ട്രോൺ നഷ്ടപ്പെട്ട് അൺസ്റ്റേബിൾ ആയിട്ടുള്ള ഫ്രീ റാഡിക്കൽ, ഈ ഡാമേജ് ഉണ്ടാക്കുന്ന ഫ്രീ റാഡിക്കൽസിനെ തെരഞ്ഞു പിടിച്ചെന്ത് ചെയ്യും? അതിനാവശ്യമുള്ള ഇലക്ട്രോൺ സപ്ലൈ ചെയ്യും. ഇലക്ട്രോൺ കിട്ടിക്കഴിഞ്ഞാൽ എന്താവും? ന്യൂട്രലായി, അല്ലെ? മയക്കുമരുന്ന് കിട്ടാതെ വരുന്ന വയലന്റ് ആയ ആൾക്ക് മയക്കുമരുന്ന് കിട്ടിയാൽ എന്താവും? ആള് സൈലന്റ് ആവും. എന്ന് പറഞ്ഞതുപോലെ ആ ഫ്രീ റാഡിക്കൽ അൺസ്റ്റേബിൾ ആയിട്ടുള്ള ആറ്റം എന്താവും? ന്യൂട്രൽ ആവും. പിന്നെ അതൊരു ഒരു പ്രശ്നം ഉണ്ടാക്കില്ല. ഇങ്ങനെ ഈ ഫ്രീ റാഡിക്കൽസിനെ, സ്വതന്ത്ര റാഡിക്കലിനെ അബ്സോർബ് ചെയ്ത് അതിനെ ന്യൂട്രൽ ആക്കാനുള്ള ആന്റി ഓക്സിഡൻസിന്റെ കപ്പാസിറ്റിക്ക് പറയുന്ന പേര്, അത് കഴിവിന് പറയുന്ന പേരാണ് ORAC, ഓക്സിജൻ റാഡിക്കൽ അബ്സോർബൻസ് കപ്പാസിറ്റി. സോ ഹൈ ORAC നമ്മുടെ ശരീരത്തിലേക്ക് കിട്ടണം. ഇവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ അസൈബെറിയുടെ റെലവൻസ്. 1,02,700 ORAC വാല്യൂ ഉള്ള, ലോകത്തിലെ ഹയസ്റ്റ് ORAC വാല്യൂ ഉള്ള ഫ്രൂട്ട് ആണ് അസൈബെറി. റൈറ്റ്. 60 ml നിന്നും 7000 ORAC യൂണിറ്റ് ആന്റി ഓക്സിഡൻസ് ശരീരത്തിന് കിട്ടുമ്പോൾ എന്തുകൊണ്ട് നമ്മുടെ ശരീരത്തിൽ അത്രമാത്രം ഹെൽത്ത് ഇംപ്രൂവ്മെന്റ് ഉണ്ടാകുന്നു? ഇറ്റ്സ് ബിക്കോസ് ഓഫ് ദിസ്. റൈറ്റ്. സോ ഈ രീതിയിൽ നല്ല രീതിയിൽ ന്യൂട്രീഷൻ ശരീരത്തിൽ കിട്ടുമ്പോൾ ശരീരത്തിൽ തന്നെ എല്ലാ പ്രവർത്തനങ്ങളും ശരീരം കൃത്യമായിട്ട് ചെയ്യും. എവിടെയൊക്കെ ഡാമേജ് ഉണ്ടോ അവിടെയെല്ലാം റിപ്പയർ ചെയ്യും. എല്ലാ ഫങ്ഷൻസും പ്രോപ്പറായിട്ട് നടക്കാൻ തുടങ്ങും, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്. ഒറ്റയടിക്കല്ല, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്. അങ്ങനെ വരുന്ന സമയത്ത് മൾട്ടിപ്പിൾ ആയിട്ടുള്ള ബെനിഫിറ്റുകൾ ശരീരത്തിലുണ്ടാവും. കാർഡിയോവാസ്കുലർ ബെനിഫിറ്റ്സ് ഉണ്ടാവും. ഓഫ്കോഴ്സ് ഹാർട്ട് വളരെ സ്ട്രോങ് ആവും. ഹൃദയത്തിലുള്ള കോശങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ന്യൂട്രീഷൻ കിട്ടുമ്പോൾ അവിടെയുള്ള കോശങ്ങൾ നന്നായിട്ട് പ്രവർത്തിക്കാൻ തുടങ്ങും. പ്ലേറ്റൽ അഗ്രിഗേഷൻ ഉണ്ടാവുന്നതിനെ പ്രിവെന്റ് ചെയ്യും. കൊളസ്ട്രോൾ അമിതമായിട്ട് കൂടുന്നതിനെ കൺട്രോൾ ചെയ്യും. കാരണം ലോകത്തിലെ ഏറ്റവും വലിയ ഡോക്ടർ ആരാണ്? നമ്മുടെ ശരീരമാണ്, അല്ലേ? ശരീരത്തിന് പ്രവർത്തിക്കാൻ ആവശ്യമായിട്ടുള്ള റോ മെറ്റീരിയൽ, ന്യൂട്രീഷൻ, അത് കൃത്യമായിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ ശരീരം തന്നെ എല്ലാം കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്തോളും. സോ ഐപ്പൾസിലൂടെ നമ്മൾ കൊടുക്കുന്നത് ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ആ ന്യൂട്രീഷനാണ്. സോ ആന്റി ഓക്സിഡൻസ് ഉള്ളത് കൊണ്ട് കോശങ്ങളെ പ്രൊട്ടക്ട് ചെയ്യും. ഈവൻ ബാക്ടീരിയ, വൈറസ് പോലുള്ള സൂക്ഷ്മാണുക്കൾ പുറത്തുനിന്ന് അകത്തേക്ക് വന്നാൽ പോലും അതിനെയൊക്കെ പ്രിവെന്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടാവും. ഓരോ കോശങ്ങളുടെയും ആ ഒരു പ്രൊട്ടക്റ്റീവ് ആവരണമുണ്ട്, സെൽ മെംബ്രെയിൻ, അതിന് വളരെ സ്ട്രോങ് ആക്കും. ആന്റി ഓക്സിഡൻസിന്റെ നമ്പർ എപ്പോഴും ശരീരത്തിൽ നിലനിർത്താനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇമ്മ്യൂണോ മോഡുലേറ്റീവ് ബെനിഫിറ്റ്സ്, ശരീരത്തിന്റെ ബിൽഡിംഗ് ബ്ലോക്കുകളാണ് പ്രോട്ടീൻസ്. ആ പ്രോട്ടീനുകൾ നല്ല രീതിയിൽ ശരീരത്തിൽ ഉണ്ടാക്കാനായിട്ട് അതിന്റെ മെറ്റബോളിസത്തിനൊക്കെ വളരെ ഹെൽപ്പ് ചെയ്യും. ഇമ്മ്യൂണിറ്റി നന്നായിട്ട് കൂടും. ഇപ്പോ കോവിഡ് പോസിറ്റീവ് ആയിട്ടുള്ള ആളുകൾക്ക് പോലും ഐപ്പൾസ് ഉപയോഗിച്ചിട്ട് എന്തുകൊണ്ട് റിസൾട്ട് കിട്ടുന്നു? ബിക്കോസ് ഇമ്മ്യൂണിറ്റി ബൂസ്റ്റപ്പ് ആവുന്നുണ്ട്. റൈറ്റ്. എന്ന് കരുതി ഒരിക്കലും നിങ്ങൾ ഐപ്പൾസ് ഈ കൊറോണയ്ക്കെതിരെയുള്ള മരുന്ന് എന്ന് പറഞ്ഞ് കൊടുക്കരുത്. റൈറ്റ്. ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാൻ സഹായിക്കുന്ന ഓർഗാനിക് ഫുഡാണ് നമ്മുടെ പ്രോഡക്ട്സ്. അങ്ങനെ നിങ്ങൾ പറയാവും. എൻഹാൻസ് സെല്ലുലാർ കമ്മ്യൂണിക്കേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പറയുന്നത്. ഓരോ കോശങ്ങളിൽ നിന്നും മറ്റൊരു കോശങ്ങളിലേക്കുള്ള ആശയവിനിമയം നടക്കുന്നുണ്ട്, അതിനെ ത്വരിതപ്പെടുത്തും. സോ ഫാസ്റ്റ് ആയിട്ടുള്ള റെമഡീസ് വരും.
ദെൻ റിലീസ് ഇൻഫ്ലമേഷൻ, ശരീരത്തിൽ എവിടെയെങ്കിലും ഇൻഫ്ലമേഷൻ ഉണ്ടാകുന്നതിൽ അതിന് റിവേഴ്സ് ചെയ്യും. ബാക്ടീരിയ വൈറസുകളിൽ നിന്ന് ശരീരത്തെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ടാവും. ആന്റി ക്യാൻസറസ് ബെനിഫിറ്റ്സ്, ക്യാൻസർ കൊണ്ടുണ്ടാകുന്ന റിസ്കുകളെ വളരെയധികം കുറയ്ക്കാൻ സഹായിക്കും. ഒരു ക്വാളിറ്റി ഓഫ് ലൈഫ് ക്യാൻസർ പേഷ്യൻസ് കിട്ടുന്നുണ്ടാവും. എന്ന് പറഞ്ഞാൽ ഇപ്പം ക്യാൻസർ ഉള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കൊടുക്കുന്ന ട്രീറ്റ്മെന്റ് റേഡിയേഷൻ ആവാം, അല്ലെങ്കിൽ കീമോതെറാപ്പി ആവാം. ഇത് രണ്ടും ചെയ്യുന്ന സമയത്ത്, റേഡിയേഷൻ ഒക്കെ ചെയ്യുന്ന സമയത്ത് ഓക്സിഡേഷൻ 10 മടങ്ങ് വർദ്ധിപ്പിച്ചിട്ട് ആ ക്യാൻസറസ് കോശങ്ങളെ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഓക്സിഡേഷനെ കൂട്ടുകയാണ് ചെയ്യുന്നത്. റൈറ്റ്. അവിടെ ആന്റി ഓക്സിഡന്റ് റെലവൻസ് എന്താണെന്ന് വെച്ചാൽ ഈ ക്യാൻസറസ് കോശങ്ങളെ പെട്ടെന്ന് നശിക്കാനായിട്ട് അല്ലെങ്കിൽ അതിന്റെ നാശം സംഭവിക്കാനായിട്ട്, നാച്ചുറൽ ആയിട്ട് നാശം സംഭവിക്കാനായിട്ട് ആന്റി ഓക്സിഡൻസ് ഹെൽപ്പ് ചെയ്യും. 1. 2, ഈ റേഡിയേഷൻ ഒക്കെ ചെയ്യുന്ന സമയത്ത്, കീമോതെറാപ്പി ഒക്കെ ചെയ്യുന്ന സമയത്ത് ആരോഗ്യമുള്ള കോശങ്ങൾക്കും ഈ ഡാമേജ് സംഭവിക്കും. അതുകൊണ്ടാണ് ഈ മുടി കൊഴിയുന്നതൊക്കെ പ്രശ്നം വരുന്നത്. റൈറ്റ്. സോ ആന്റി ഓക്സിഡൻസ് ശരീരത്തിൽ ഉണ്ടാകുമ്പോൾ ഹെൽത്തി ആയിട്ടുള്ള കോശങ്ങളെ നല്ല രീതിയിൽ ഹെൽത്തി ആയിട്ട് ഇതിനെ പ്രൊട്ടക്ട് ചെയ്യും. ഈ പറഞ്ഞ ട്രീറ്റ്മെന്റ് നടക്കുന്ന സമയത്ത് ഈ ഓക്സിഡേറ്റീവ് സ്ട്രെസ് കൂടുന്നത് കൊണ്ടുണ്ടാകുന്ന ഡാമേജിനെ പ്രിവെന്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. സോ അതുകൊണ്ട് തന്നെ ഈ ക്യാൻസർ ഉള്ള ആളുകൾക്ക് ഒരു ക്വാളിറ്റി ഓഫ് ലൈഫ് അവർക്ക് കിട്ടാനായിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവും നമ്മുടെ പ്രൊഡക്റ്റ്. ദെൻ നെർവസ് സിസ്റ്റം, ന്യൂറോ റിലേറ്റഡ് ആയിട്ടുള്ള ഫംഗ്ഷൻസിനെ വളരെയധികം സ്ട്രെങ്തൻ ചെയ്യുന്നുണ്ടാവും. മെമ്മറി വർദ്ധിപ്പിക്കാനായിട്ട് വളരെ ഹെൽപ്ഫുൾ ആണ്. അതുപോലെ മെന്റൽ ക്ലാരിറ്റി കിട്ടും. കുട്ടികൾ, പ്രത്യേകിച്ച് പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചോളം അവർക്ക് ഡെഫിനറ്റ്ലി നിങ്ങൾ ബ്രെയിൻ ഫുഡ് എന്ന രീതിയിൽ ഐപ്പിൾസ് നിങ്ങൾ റെഗുലറായിട്ട് കൊടുക്കണം, റെഗുലറായിട്ട് റെക്കമെൻഡ് ചെയ്യണം. അവരുടെ കോൺസെൻട്രേഷൻ പവർ കൂടുന്നുണ്ടാവും. ലോജിക്കൽ ബ്രെയിൻ ഡെവലപ്പ് ചെയ്യും. ചിന്തിച്ച് തീരുമാനമെടുക്കാനുള്ള കപ്പാസിറ്റി ഒക്കെ വളരെയധികം വർദ്ധിക്കുന്നുണ്ടാവും. റൈറ്റ്. സോ ആ രീതിയിലുള്ള ബെനിഫിറ്റുകൾ ഉണ്ടാവും. റൈറ്റ്. ദെൻ ആന്റി ഡയബറ്റിക് ബെനിഫിറ്റ്സ്, പ്രമേഹം കൊണ്ടുണ്ടാവുന്ന കോംപ്ലിക്കേഷൻസ്, ഹെഡ് ടു ടോ എൻറ്റയർ ബോഡിയിലും പ്രമേഹം കൊണ്ടുള്ള ആഫ്റ്റർ എഫക്ട്സ് ഉണ്ടാവും. എല്ലാ അവയവങ്ങളെയും ബാധിക്കും. ആ അവയവങ്ങൾക്കുള്ള കോംപ്ലിക്കേഷൻ വന്നു കഴിഞ്ഞാൽ വലിയ ദുരിതം, നരകതുല്യമായിട്ടൊരു അവസ്ഥയായിരിക്കും ആ പ്രമേഹ രോഗിക്ക് ഭാവിയിൽ ഉണ്ടാവുക. അത്തരം കോംപ്ലിക്കേഷൻസ് വരാതെ പ്രിവെന്റ് ചെയ്യാനായിട്ട് ഈ ഐപ്പിൾസ് ഡയബറ്റീസ് ഉള്ള ആളുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ വളരെ വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. പക്ഷെ ഡയബറ്റീസ് ഉള്ള ആളുകൾ ഐപ്പിൾസ് ഉപയോഗിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അത് ഐ കോഫിയുടെ കാര്യം പറഞ്ഞ സമയത്ത് ഞാൻ പറയാം. റൈറ്റ്. സോ ചുരുക്കി പറഞ്ഞാൽ ഐപ്പിൾസ് ആർക്കൊക്കെ ഉപയോഗിക്കാം? പോഷകാഹാരം ആവശ്യമുള്ള ഏതൊരാൾക്കും ഉപയോഗിക്കാം, ഇറസ്പെക്റ്റീവ് ഓഫ് ഏജ്. അഫ്കോഴ്സ് ആസ് എ പാർട്ട് ഓഫ് ഫോർമാലിറ്റി ഇന്ന ഏജ് മുതൽ അല്ലെങ്കിൽ ഒരു 5 or 6 വയസ്സ് മുതൽ പ്രായമുള്ള കുട്ടികൾക്ക് കൊടുക്കാമെന്ന് കമ്പനി പറയുന്നുണ്ടെങ്കിൽ പോലും ഇന്നത്തെ പല കുട്ടികളും മാൽനറിഷ്ഡാണ്. റൈറ്റ്. ആവശ്യത്തിനുള്ള പോഷകങ്ങൾ കിട്ടുന്നില്ല. ജനിച്ചു വീഴുന്ന കുട്ടി പോലും രോഗിയായിട്ട് ജനിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. അതുകൊണ്ടാണല്ലോ ഇന്ന് പീഡിയാട്രിക് സെഷനൊക്കെ ഇത്ര അഡ്വാൻസ്ഡ് ആയത്. ആ മേഖലയിൽ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാർ മാത്രമല്ല, ഇന്ന് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള പ്രത്യേക ഹോസ്പിറ്റൽസ് പോലും ഉണ്ട്. അതിന്റെ അർത്ഥം ജനിച്ചു വീഴുന്ന കുട്ടികൾ പോലും ഇന്ന് ഹെൽത്തി അല്ല. ഇവിടെ നമുക്ക് ആ ന്യൂബോൺ ബേബീസിന് പോലും ധൈര്യമായിട്ട് കൊടുക്കാൻ വേണമെങ്കിൽ, ഞാൻ അത് കൊടുക്കണം എന്നല്ല പറയുന്നത്, അത്രയും സേഫ് ആണ് നമ്മുടെ പ്രോഡക്റ്റ്. ഫ്രം എക്സ്പീരിയൻസ്, എന്റെ മോൻ ജനിച്ചു ഒരു മാസം കഴിഞ്ഞപ്പോൾ മുതൽ ഞാൻ അതിന് ഐപ്പിൾസ് കൊടുക്കുന്നുണ്ട്. ഇറ്റ്സ് അത്രയും സേഫ് ആണ്. റൈറ്റ്. സോ ആർക്ക് വേണമെങ്കിലും, പോഷകാഹാരം ആവശ്യമുള്ള ആർക്ക് വേണമെങ്കിലും നമ്മുടെ പ്രോഡക്റ്റ് ഉപയോഗിക്കാം. സോ എന്താണ് ഇത്, എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്? അഫ്കോഴ്സ് 60 ml പെർ ഡേ, 30 ml ട്വൈസ് എ ഡേ. ഭക്ഷണത്തിന്റെ അരമണിക്കൂർ മുൻപാണ് ഏറ്റവും പ്രിഫറബിൾ ടൈം. എന്തുകൊണ്ട് ബിഫോർ ഫുഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫ്രൂട്ട്സ് കഴിക്കേണ്ടത് എപ്പോഴും ഭക്ഷണത്തിന്റെ അരമണിക്കൂർ മുൻപാണ്. കാരണം പെട്ടെന്ന് ഡൈജസ്റ്റ് ആവും. റൈറ്റ്. സോ നമ്മൾ ഹെവി ഫുഡ് കഴിച്ച ശേഷമാണ് ഫ്രൂട്ട്സ് കഴിക്കുന്നതെങ്കിൽ ആ ഫ്രൂട്ട്സ് ശരീരത്തിന് ഉപയോഗിക്കാൻ പറ്റില്ല. അതിന്റെ ന്യൂട്രീഷൻ ശരീരത്തിന് ഉപയോഗിക്കാൻ പറ്റില്ല, അജീർണം സംഭവിക്കും. കാരണം ഈ ഫുഡ് ദഹിക്കാൻ ഒരുപാട് സമയമെടുക്കും. സോ എപ്പോഴും ഫ്രൂട്ട്സ് കഴിക്കേണ്ടത് ഭക്ഷണത്തിന്റെ അരമണിക്കൂർ മുൻപാണ്. പ്രൊവൈഡഡ് ഡൈജഷനെ സപ്പോർട്ട് ചെയ്യുന്ന എലമെന്റ്സ് ഉള്ള ഫ്രൂട്ട്സ് മാത്രമാണ് നമ്മൾ ആഫ്റ്റർ ഫുഡ് കഴിക്കുക. ബാക്കിയുള്ള ഏത് ഫ്രൂട്ട്സ് ആണെങ്കിലും ഭക്ഷണത്തിന് അരമണിക്കൂർ മുമ്പ് കഴിച്ചാൽ, എംപ്റ്റി സ്റ്റൊമക്കിൽ കഴിച്ചാൽ അതിലുള്ള ന്യൂട്രീഷൻ കംപ്ലീറ്റ് ശരീരത്തിന് അബ്സോർബ് ചെയ്തെടുക്കാൻ പറ്റും, യൂസ് ചെയ്യാൻ പറ്റും, ബെനിഫിറ്റ് കൂടും. അതുകൊണ്ടാണ് ഐപ്പിൾസ് ഭക്ഷണത്തിന്റെ ഒരു അരമണിക്കൂർ മുമ്പെങ്കിലും കഴിക്കാൻ പറയുന്നത്. എന്നാൽ ചില സ്പെസിഫിക് കേസസ്, ഇപ്പൊ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ തൈറോയിഡ് പ്രോബ്ലം ഉള്ള ആളുകൾ, അല്ലെങ്കിൽ അങ്ങനെ ഫാസ്റ്റ് ആയിട്ടുള്ള ഹോർമോണൽ ഡിഫറൻസുകളോ ഫ്ലക്ച്വേഷൻസ് ഉള്ള ആളുകൾ, അതുപോലെ അസിഡിക് കണ്ടീഷൻസ് ഉള്ള ആളുകൾ, അവർക്കൊക്കെ ഏറ്റവും ബെസ്റ്റ് നമ്മുടെ പ്രോഡക്റ്റ് ഐപ്പിൾസ് ഭക്ഷണം കഴിച്ചൊരു 1 മണിക്കൂർ അല്ലെങ്കിൽ 1.5 മണിക്കൂറിന് ശേഷം, ആ ഫുഡ് ഒന്ന് ഡൈജസ്റ്റ് ആയ ശേഷം ഉപയോഗിക്കുക. അസിഡിക് കണ്ടീഷൻ ഉള്ള ആളുകളെ സംബന്ധിച്ചു. കാരണം നമ്മുടെ പ്രോഡക്റ്റ് അസിഡിക് ആണ്.
ഐപ്പൾസ് സ്ലൈറ്റ് അസിഡിക് ആണ്. റൈറ്റ്. സോ ആ ഒരു കേസിൽ മാത്രം ആഫ്റ്റർ ഫുഡ് കഴിക്കുക. ബാക്കി ഏത് കേസിലാണെങ്കിലും നിങ്ങൾക്ക് ബിഫോർ ഫുഡാണ് ഏറ്റവും നല്ലത്. ഇനി എന്തൊക്കെയാണ് ഫ്രീക്വന്റ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻസ്? ഡയബറ്റീസ് ഉള്ള ആളുകൾക്ക് ഉപയോഗിക്കാവോ? യെസ്, ഉപയോഗിക്കാം. ബ്ലഡ് പ്രഷർ ഹൈ ഓർ ലോ ഉള്ള ആളുകൾക്ക് ഉപയോഗിക്കാം. ഏജ് ലിമിറ്റ് ഒന്നുമില്ല, കുട്ടികൾ മുതൽ ആർക്ക് വേണമെങ്കിലും സേഫ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. എത്ര കാലം ഉപയോഗിക്കണം? അവർ ചോയ്സ്. പോഷകാഹാരം നമുക്ക് എത്ര കാലം വേണം അത്രയും കാലം ഉപയോഗിക്കാം. റൈറ്റ്. ഉപയോഗിക്കുന്നതിനനുസരിച്ച് നമുക്ക് അത്രയും നല്ല ആരോഗ്യത്തോടു കൂടി ജീവിക്കാം. മെഡിക്കൽ എക്സ്പെൻസ് ഇല്ലാതെ ഒരു ക്വാളിറ്റി ലൈഫ് ലീഡ് ചെയ്യാൻ സാധിക്കും. ഹെൽത്തി ആയിട്ടുള്ള ലൈഫ് ലീഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ടാവും. ദെൻ ടൈം ഓഫ് ഇൻടേക്ക് ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ദെൻ പ്രഗ്നൻസി ആൻഡ് ലാക്ടേഷൻ പീരീഡിൽ ഉപയോഗിക്കാവോ? തീർച്ചയായിട്ടും ഉപയോഗിക്കാം. പ്രഗ്നൻസി പീരീഡിലാണെങ്കിൽ ആദ്യത്തെ ഒരു 6 മാസമാണ് റെക്കമെൻഡ് ചെയ്യുന്നത്. അതിനുശേഷം ലാസ്റ്റ് മന്ത്സിലേക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ ഉണ്ടാവുന്ന ബുദ്ധിമുട്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐപ്പൾസ് കൊണ്ടൊരു പ്രോബ്ലംസും ഉണ്ടാവില്ല, മറിച്ച് കുട്ടിയുടെ വെയിറ്റ് കുറച്ച് കൂടാൻ സാധ്യതയുണ്ട്. കാരണം ഇത് പോഷകാഹാരമാണ്. റൈറ്റ്. സോ വെയിറ്റ് ഓവറായിട്ട് കൂടിക്കഴിഞ്ഞാൽ അത് ഡെലിവറിക്ക് ചെറിയ ബുദ്ധിമുട്ടുണ്ടാക്കാം. അപ്പോൾ എന്തായാലും ഫ്രീക്വന്റ് ആയിട്ട് പ്രഗ്നൻസി പീരീഡിൽ സ്കാനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാവും. കുട്ടിയുടെ വെയിറ്റ് അറിയാനും പറ്റുന്നുണ്ടാവും. റൈറ്റ്. സോ അതിനനുസരിച്ച് ഈവൺ ഒരു 30 ml ഒക്കെ വേണമെങ്കിൽ കഴിക്കാം. ഞാൻ എൻ്റെ വൈഫിന് കൊടുത്തിട്ടുണ്ട്. പ്രഗ്നൻസി സ്റ്റാർട്ട് ചെയ്ത day 1 മുതൽ ഡെലിവറിക്ക് വേണ്ടി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നതിന് തലേ ദിവസം വരെ ഷീ ഹാഡ് ഐപ്പൾസ്. ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. ഡെലിവറി കഴിഞ്ഞ് ശരിക്കും പറഞ്ഞത് ലാക്ടേഷൻ ആണെങ്കിൽ ശരിക്കും പറഞ്ഞത് ഡെലിവറി കഴിഞ്ഞ ഒരു മാസത്തിന് ശേഷമാണ്. പക്ഷെ നമുക്ക് പ്രൊഡക്റ്റിനെ കുറിച്ച് നന്നായിട്ട് അറിയാവുന്നത് കൊണ്ട് തന്നെ ഡെലിവറി കഴിഞ്ഞ ഒരു 5ാമത്തെ ദിവസം മുതൽ എൻ്റെ വൈഫ് ഐപ്പൾസ് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. റൈറ്റ്. അങ്ങനെ തന്നെ ചെയ്യണം എന്നല്ല ഞാൻ പറഞ്ഞത്. ഇറ്റ്സ് സേഫ് ടു യൂസ്. റൈറ്റ്. സോ കാരണം പോഷകാഹാരമാണ്, വേറൊന്നുമല്ല. റൈറ്റ്. So that's all about iPulse. And our next product is iCoffee. വളരെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് iCoffee. കാരണം ഇന്ന് പ്രമേഹം ഉള്ള ആളുകൾ ഒരുപാടെന്ന് പറഞ്ഞാൽ ഒരുപാടുണ്ട്. മെജോറിറ്റി ആളുകളും ആ ഒരു അവസ്ഥയെ നിസ്സാരമായിട്ട് കാണുന്ന ആളുകളുമാണ്. സ്റ്റിൽ എന്നിരുന്നാൽ തന്നെയും എന്താണ് iCoffeeയുടെ റെലവൻസ് എന്ന് പറഞ്ഞാൽ പ്രമേഹമുള്ള ആളുകൾ, പ്രമേഹമായിക്കോട്ടെ മറ്റെന്ത് അസുഖങ്ങളും ആയിക്കോട്ടെ, നമ്മളും പലതരത്തിലുള്ള ഹെൽത്ത് ഇഷ്യൂസ് വരുന്ന സമയത്ത് പലപ്പോഴും മരുന്നുകൾ വാങ്ങി കഴിച്ചിട്ടുണ്ട് അല്ലേ? ഇഷ്ടപ്പെട്ടിട്ടാണോ കഷ്ടപ്പെട്ടിട്ടാണോ മരുന്ന് കഴിക്കുന്നത്? ഒരു സംശയമില്ല, കഷ്ടപ്പെട്ടിട്ടാണ്. അങ്ങനെ വേറെ ഓപ്ഷൻ ഇല്ല. പ്രമേഹമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം വേറെ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് മാത്രമാണ് അവർ മരുന്ന് വാങ്ങി കഴിക്കുന്നത്. ഇവിടെയാണ് iCoffeeയുടെ റെലവൻസ് മരുന്ന്. ഒരു റിച്ച് കോഫിയുടെ ഓതന്റിക് ആയിട്ടുള്ള ടേസ്റ്റ് ഒട്ടും കോംപ്രമൈസ് ചെയ്യാതെ ഒരു ഹെർബൽ കോഫി കഴിച്ചുകൊണ്ട് ഡയബറ്റീസിനെ വളരെ ഹെൽത്തി ആയിട്ട് മാനേജ് ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ പരം അനുഗ്രഹം വേറെ എന്താ വേണ്ടത്? മെഡിസിൻ ഫ്രീ ആകാൻ പറ്റുന്ന മാത്രമല്ല, ഒരു ക്വാളിറ്റി ലൈഫിലേക്ക് തിരിച്ചു വരാനും പറ്റും. വിൽ ബി വെരി വെരി ഹാപ്പി. അതാണ് iCoffeeയുടെ പ്രാധാന്യം എന്ന് പറയുന്നത്. സോ എന്താണ് ഡയബറ്റീസ്? നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. ഡയബറ്റീസ് മെലിറ്റസ് അതൊരു അസുഖമല്ല, ഒരു കൂട്ടം അസുഖങ്ങളാണ്. ഗ്ലൂക്കോസ് ലെവൽ ബ്ലഡിൽ കൂടുന്ന ഒരു സാഹചര്യമാണ്. നമുക്കറിയാം എങ്ങനെയാണ് അത് ഉണ്ടാവുന്നത്. നമ്മുടെ ശരീരത്തിൽ പാൻക്രിയാസ് എന്ന് പറയുന്ന ഗ്രന്ഥി ഉണ്ടാക്കുന്ന ഇൻസുലിൻ, ആ ഇൻസുലിന്റെ ഉൽപാദനം കുറയുകയോ ഇല്ലാത്ത ഒരവസ്ഥയോ, ഉൽപ്പാദിപ്പിക്കപ്പെട്ട ഇൻസുലിനെ ശരീരത്തിന് കൃത്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം വരികയോ ചെയ്യുന്ന സമയത്ത് ബ്ലഡിൽ ഗ്ലൂക്കോസ് ലെവൽ കൂടും. അതാണ് ഡയബറ്റീസ് അല്ലെങ്കിൽ പ്രമേഹം എന്ന അവസ്ഥയായിട്ട് മാറുന്നത്. റൈറ്റ്. ഇത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണവുമായിട്ട് വളരെ റിലേറ്റഡ് ആണ്. കാരണം ഈ ഇൻസുലിന്റെ ഇംപ്രോപ്പർ ആയിട്ടുള്ള ഉപയോഗം അല്ലെങ്കിൽ വരുന്ന ഡിഫക്റ്റ് വരുന്ന സമയത്ത് നമ്മൾ കഴിച്ചിട്ടുള്ള ഭക്ഷണത്തിലുള്ള കാർബോഹൈഡ്രേറ്റ്, ഫാറ്റ്, പ്രോട്ടീൻ ഇതിന്റെ മെറ്റബോളിസം തകരാറിലാവും. മെറ്റബോളിസം ഡിസ്റ്റർബ്ഡ് ആകും. ഇതാണ് ഹൈപ്പർഗ്ലൈസീമിയ എന്ന അവസ്ഥയിലേക്ക് എത്തുന്നത്, അല്ലെങ്കിൽ ഷുഗർ ലെവൽ ഷൂട്ടപ്പ് ചെയ്യാനുള്ള കാരണം. റൈറ്റ്. സോ മെജോറിറ്റി ആളുകളും പ്രമേഹത്തെ നിസ്സാരമായിട്ട് കാണുന്നവരാണ്. കാരണം മരുന്ന്, അത് ഗുളിക രൂപത്തിലായിക്കോട്ടെ ഇൻസുലിന്റെ രൂപത്തിലായിക്കോട്ടെ, ഇത് കഴിക്കുന്ന സമയത്ത് കൂടി നിൽക്കുന്ന ഗ്ലൂക്കോസിനെ ഒന്ന് ബാലൻസ് ചെയ്ത് നിർത്താൻ പറ്റുന്നുണ്ട്. സോ മരുന്നുണ്ടല്ലോ, അതുകൊണ്ട് വളരെ ഹാപ്പിയാണ്. പക്ഷേ അവരറിയുന്നില്ല ഡയബറ്റീസിന് മരുന്ന് കഴിച്ചാലും മരുന്ന് കഴിച്ചില്ലെങ്കിലും ഇതുകൊണ്ട് ഡാമേജസ് അകത്തുണ്ടാവും എന്നുള്ളത്. അത് ലോങ് ടേം ഡാമേജ് ആണ്. പല ഫങ്ഷൻസും ഡിസോർഡർ ആവുന്നു മാത്രമല്ല, പല ഓർഗൻസ് പോലും പെർമനന്റ് ആയിട്ട് ഫെയിൽ ആയിപ്പോവും. സോ എസ്പെഷ്യലി പറയുകയാണെങ്കിൽ കിഡ്നി, ലിവർ, ഇത് രണ്ടും വളരെ ഡേഞ്ചറസ് ആണ്. കിഡ്നിക്കും ലിവറിനും പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ വളരെ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം മെഡിക്കൽ മേഖലയിൽ മെഡിസിൻസിലൂടെ അതിന് സൊല്യൂഷൻ ഇല്ല. അതുകൊണ്ടാണ് കിഡ്നിക്കും ലിവറിനും ട്രാൻസ്പ്ലാന്റേഷൻ, മാറ്റിവെക്കൽ എന്ന് പറയുന്ന സൊല്യൂഷൻ.
സോ ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. സോ ഡയബറ്റീസ് ഉള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ രണ്ട് ഓർഗൻസിനും നിർബന്ധമായിട്ടും പ്രോബ്ലംസ് ഉണ്ട്. ഈ രണ്ട് ഓർഗൻസിന് മാത്രമല്ല പ്രോബ്ലംസ് ഉണ്ടാവുക. സോ വളരെ കെയർ ചെയ്യേണ്ട ഒരു കണ്ടീഷൻ തന്നെയാണ് ഡയബറ്റീസ് എന്ന് പറയുന്നത്. സോ അതിന്റെ ഡിഫറെന്റ് ടൈപ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടൈപ്പ് 1, ടൈപ്പ് 2, ജസ്റ്റേഷണൽ എന്ന് പറഞ്ഞ 3 തരത്തിലുള്ള ഡയബറ്റീസ് ഉണ്ട്. അതിൽ ടൈപ്പ് 1 ടൈപ്പ് 2 ആണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ടൈപ്പ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ബൈ ബർത്ത് പോലും ഉണ്ടാകുന്നതാണ്. ചെറിയ കുട്ടികളിൽ ഉണ്ടാകുന്ന ജുവനൈൽ ഡയബറ്റീസ് ഒക്കെ ടൈപ്പ് 1 ആണ്. എന്താണ് ഇതിന്റെ കാരണം? പാൻക്രിയാസിൽ പ്രോപ്പറായിട്ട് ഇൻസുലിൻ പ്രൊഡക്ഷൻ ഉണ്ടാവില്ല. അതുകൊണ്ട് ചെറുപ്രായം മുതൽ തന്നെ എപ്പോഴും ഗ്ലൂക്കോസ് അബ്നോർമാലിറ്റി ഉണ്ടാകും. ടൈപ്പ് 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈഫ് സ്റ്റൈൽ കൊണ്ട് വരുന്നതാണ്. പ്രധാനപ്പെട്ട അതിന്റെ ഒരു കാരണങ്ങളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് കാരണങ്ങൾ കാണാൻ പറ്റുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമാണ് ഇൻസുലിൻ റെസിസ്റ്റൻസ്. അതിനെക്കുറിച്ച് ഞാൻ പറയാം. സോ ഇന്ന് മജോറിറ്റി ആളുകളിൽ, ഒരു 90% ആളുകളിലും കാണുന്നത് ടൈപ്പ് 2 ആണ്. അത് ജീവിതശൈലി കൊണ്ട് വരുന്നതാണ്, ജന്മനാ വരുന്നതല്ല. റൈറ്റ്. ഈ ഒരു ടൈപ്പ് 2 ഡയബറ്റീസ് വരാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ്. അതായത് ശരീരത്തിൽ പാൻക്രിയാസ് ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നുണ്ടാവും, പക്ഷെ ആ ഇൻസുലിനെ ശരീരം തന്നെ റെസിസ്റ്റ് ചെയ്യുന്നു, തടുത്തു നിർത്തുന്നു, തടഞ്ഞു നിർത്തുന്നു, അല്ലെങ്കിൽ റിജക്ട് ചെയ്യുന്നു. അതാണ് ഇൻസുലിൻ റെസിസ്റ്റൻസ്. കുറച്ചും കൂടെ സിമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അതിൽ ആ ഭക്ഷണത്തിലുള്ള ഗ്ലൂക്കോസ്, അത് ഗ്ലൂക്കോസ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. ആ ഗ്ലൂക്കോസിനെ ബ്ലഡിലൂടെ നമ്മുടെ ശരീരത്തിലുള്ള ഓരോ കോശങ്ങളിലും ചെല്ലും. കോശങ്ങളിൽ ചെന്ന് കഴിഞ്ഞാൽ ഓക്സിജന്റെ സഹായത്തോടു കൂടി അത് ആ കോശങ്ങൾക്കകത്ത് മൈറ്റോകോൺട്രിയയിൽ നിന്ന് കത്തിക്കഴിഞ്ഞാൽ എനർജി ഉണ്ടാവും, വെള്ളം ഉണ്ടാവും, കാർബൺ ഡയോക്സൈഡ് ഉണ്ടാവും. കാർബൺ ഡയോക്സൈഡ് നമ്മൾ നിശ്വാസവായുവിലൂടെ പുറത്ത് കളയും. എനർജിയും വെള്ളവും ശരീരം പ്രവർത്തനത്തിനായിട്ട് ഉപയോഗിക്കും. ഇതാണ് നോർമൽ പ്രൊസീജിയർ. സോ ഈ പ്രോസസ്സ് നടക്കണമെന്നുണ്ടെങ്കിൽ ഗ്ലൂക്കോസ് കോശങ്ങൾക്കകത്തേക്ക് ചെല്ലണം. ഈ കോശത്തിനകത്തേക്ക് ഈ ഗ്ലൂക്കോസിന് കയറണമെന്നുണ്ടെങ്കിൽ അവിടെ ഇതിന്റെ ഡോർ തുറക്കണം. ഒരു ഉദാഹരണം പറയാം. നിങ്ങൾ ഇരിക്കുന്ന റൂം ഒരു സിംഗിൾ ഡോർ മാത്രമുള്ള ഒരു കവേർഡ് ആയിട്ടുള്ള റൂമാണെന്ന് കരുതുക. ആ ഡോറ് ലോക്ക് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? പൂട്ടിയിട്ടുണ്ട്. റൈറ്റ്. സോ താക്കോൽ ഉപയോഗിച്ച് ആ ലോക്ക് അൺലോക്ക് ചെയ്തിട്ട് തുറന്നാൽ മാത്രമേ നമുക്ക് ഡോർ തുറക്കാൻ പറ്റുള്ളൂ. റൈറ്റ്. സോ നിങ്ങളുടെ കയ്യിലുള്ള കറക്റ്റ് താക്കോലുണ്ട്. ആ ലോക്കും കണ്ടീഷൻ വളരെ പെർഫെക്റ്റ് ആണ്, ഒരു പ്രശ്നവുമില്ല. സ്മൂത്ത് ആയിട്ട് നിങ്ങൾക്ക് ലോക്ക് അൺലോക്ക് ചെയ്യാൻ പറ്റും, ഡോർ തുറക്കാൻ പറ്റും, അകത്തേക്ക് കയറാൻ പറ്റും. ശരിയല്ലേ? ഇതാണ് നോർമൽ പ്രൊസീജിയർ. സോ ഇവിടെ ഈ ലോക്ക് തുറക്കാനുള്ള താക്കോലാണ് നമ്മുടെ ശരീരത്തിലെ ഇൻസുലിൻ. കോശമാണ് റൂം. ആ കോശം റൂം ആവുകയാണെങ്കിൽ ആ ലോക്ക് തുറക്കാനുള്ള താക്കോലാണ് ഇൻസുലിൻ. അങ്ങനെ ഇൻസുലിൻ വന്ന് ലോക്ക് തുറക്കും, ഗ്ലൂക്കോസ് അകത്തേക്ക് കയറും. നേരത്തെ പറഞ്ഞ രീതിയിൽ എനർജി പ്രൊഡക്ഷൻ ഉണ്ടാവും. പക്ഷേ ചില സമയത്ത് കറക്റ്റ് താക്കോൽ നമ്മൾ ലോക്കിൽ ഇൻസേർട്ട് ചെയ്താലും ചില സമയത്ത് സ്റ്റക്ക് ആവും, അല്ലെ? മേ ബി തുരുമ്പിച്ചിട്ടാവാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണം കൊണ്ട് സ്റ്റക്ക് ആവും, തുറക്കാൻ പറ്റില്ല. എന്നതുപോലെ നമ്മുടെ ശരീരത്തിലുള്ള ഈ കോശങ്ങളിൽ, ഓരോ കോശങ്ങളിലും ഇൻസുലിനെ സ്വീകരിക്കുന്ന ഒരു ഭാഗമുണ്ട്, ഇൻസുലിൻ റിസപ്റ്റർ. ഇത് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ വന്നിരിക്കുന്നത് ഇൻസുലിൻ ആണ് എന്ന് കോശത്തിന് മനസ്സിലാവില്ല. കോശം ആ ഇൻസുലിനെ റെസിസ്റ്റ് ചെയ്യും, തടുത്തു നിർത്തും, വർക്ക് ചെയ്യാം, അല്ലെങ്കിൽ തടഞ്ഞു നിർത്തും. അങ്ങനെ തടഞ്ഞു നിർത്തി കഴിഞ്ഞാൽ ഈ ഇൻസുലിന് അതിന്റെ ഫംഗ്ഷൻ ചെയ്യാൻ പറ്റില്ല. ബ്ലഡിലുള്ള ഗ്ലൂക്കോസിന് കോശത്തിനകത്തേക്ക് പോകാൻ പറ്റില്ല. ഗ്ലൂക്കോസ് ബ്ലഡിൽ കൂടി നിൽക്കും. ഗ്ലൂക്കോസ് ബ്ലഡിൽ കൂടി നിന്നാൽ ഷുഗർ, അല്ലേ? സോ ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന കണ്ടീഷൻ ഇതാണ്. റൈറ്റ്. സോ അതാണ് ടൈപ്പ് 2 ഡയബറ്റീസ് വരാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം. 2, അബ്നോർമൽ ഗ്ലൂക്കോസ് പ്രൊഡക്ഷൻ ബൈ ദ ലിവർ. എക്സസ് ആയിട്ടുള്ള ഗ്ലൂക്കോസിനെ ഒരു പരിധി വരെ ശരീരത്തിൽ, ലിവറിൽ ഗ്ലൈക്കോജൻ ആയിട്ട് സ്റ്റോർ ചെയ്യും. ആവശ്യമുള്ള സമയത്ത് എന്ത് ചെയ്യും? ഈ ലിവറിൽ നിന്നും ഗ്ലൈക്കോജനെ വീണ്ടും ഗ്ലൂക്കോസ് ആക്കി മാറ്റും. ശരീരം തന്നെ അത് കൺവേർട്ട് ചെയ്യും. സോ ആ ഒരു പ്രോസസ്സ്, അങ്ങനെ ഗ്ലൈക്കോജനെ വീണ്ടും ഗ്ലൂക്കോസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ്സ്, ആ കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ്സ് അബ്നോർമൽ ആണെങ്കിൽ ആവശ്യത്തിൽ കൂടുതൽ ഗ്ലൂക്കോസ് ബ്ലഡിൽ വീണ്ടും വരും. റൈറ്റ്. അതും ഗ്ലൂക്കോസ് ലെവൽ ബ്ലഡിൽ കൂടാൻ കാരണമാവും. ജനറ്റിക് ആയിട്ട് സംഭവിക്കാം. അതുപോലെ ഒബേസ് ആയിട്ടുള്ള ആളുകൾ, ഫാറ്റ് കൂടുതൽ ഡെപ്പോസിറ്റ് ചെയ്യുന്ന ആളുകളെ, ശരീരത്തിലുള്ള ആളുകളെ സംബന്ധിച്ചാലും ഈ പറഞ്ഞ പ്രശ്നം ഉണ്ടാവും. അതുപോലെ ഫിസിക്കൽ ഇനാക്ടിവിറ്റി കുറവാണെങ്കിൽ, ഫിസിക്കൽ ഇനാക്ടിവിറ്റി വന്നു കഴിഞ്ഞാൽ, ഫിസിക്കൽ ആക്ടിവിറ്റി കുറവാണെങ്കിൽ അവരെ സംബന്ധിച്ചാലും അവരുടെ ശരീരത്തിലുള്ള ഓരോ കോശങ്ങളിലുള്ള എനർജി പ്രൊഡക്ഷൻ കുറയും. എനർജി പ്രൊഡക്ഷൻ കുറഞ്ഞു കഴിഞ്ഞാൽ പല ഫങ്ഷൻസും ഇംപ്രോപ്പറായിട്ട് മാത്രമേ നടക്കുകയുള്ളൂ. ആവശ്യത്തിലുള്ള എനർജി ശരീരത്തിൽ ഉണ്ടാവില്ല. അതുപോലെ ഇൻക്രീസിങ് ഏജ്, പ്രായം കൂടുന്നതിനനുസരിച്ച് പെർഫോമൻസ് കുറഞ്ഞു വരും. ബാഡ് ഡയറ്റ് ആണെങ്കിൽ, അതുപോലെ പ്രീ ഡയബറ്റീസ്,
ഡയബറ്റീസിന്റെ തൊട്ട് മുമ്പുള്ള ഒരു അവസ്ഥ. ഈ അവസ്ഥകളിലൊക്കെ ഈ പറഞ്ഞ കാരണങ്ങൾ കൊണ്ടൊക്കെ ഒരാൾക്ക് ഡയബറ്റീസ് എന്ന അവസ്ഥയിലേക്ക് വരാം. ഇനി ഒരു സമയത്ത് ഗ്ലൂക്കോസ് ലെവൽ എത്രയാണ്, അല്ലെങ്കിൽ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ എത്രയാണ് എന്ന് നോക്കിയിട്ട് മാത്രം ഒരാൾ ഡയബറ്റിക് ആണെന്ന് നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റില്ല. അതിന് ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടെസ്റ്റ് ഉണ്ട്, HbA1c എന്ന് പറഞ്ഞ ടെസ്റ്റ്. ആ ഒരു ടെസ്റ്റിൽ ഒരു 3 മാസത്തെ ആവറേജ് കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് അതിന്റെ റേഞ്ചിനനുസരിച്ച് നോർമൽ ആണോ, പ്രീ ഡയബറ്റിക് ആണോ, ഡയബറ്റിക് ആണോ എന്ന് നമുക്ക് അറിയാൻ പറ്റുന്നുണ്ടാവുക. റൈറ്റ്. എന്തുകൊണ്ട് ഡയബറ്റീസ് വളരെ പ്രാധാന്യമുള്ളതാണെന്ന് ചിന്തിക്കേണ്ടതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളെ സംബന്ധിച്ചിടത്തോളം പറയാൻ പറ്റുന്ന ലോകത്തിലെ ഡയബറ്റീസിന്റെ വേൾഡ് ക്യാപിറ്റൽ എന്നറിയപ്പെടുന്നത് നമ്മുടെ രാജ്യമാണ്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ പ്രമേഹ രോഗികളുള്ള നമ്മുടെ രാജ്യത്ത്, അതിൽ ഏറ്റവും കൂടുതൽ സൗത്ത് ഇന്ത്യയിൽ, അതിൽ ഏറ്റവും കൂടുതൽ നമ്മുടെ കൊച്ചു കേരളത്തിലുമാണ്. റൈറ്റ്. അതിൽ നമ്പർ 1 ആണ്. പക്ഷേ കൈപ്പേറിയ ഒരു മധുരമുള്ള അസുഖമാണ്, പക്ഷെ കൈപ്പേറിയ ഒരു സത്യമാണ്. റൈറ്റ്. സോ ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ബിസിനസ് എന്നതിന് അപ്പുറത്തേക്ക് വി ഹാവ് ബിഗ് റെസ്പോൺസിബിലിറ്റി. ഹെൽത്തി ആയിട്ടുള്ള ആളുകളെ, ഒരു ക്വാളിറ്റി ലൈഫ് ലീഡ് ചെയ്യുന്ന ആളുകളെ ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നതിൽ നമുക്ക് വലിയൊരു റെസ്പോൺസിബിലിറ്റി തീർച്ചയായിട്ടും ഉണ്ട്. ഇനി ഡയബറ്റീസിന്റെ കോംപ്ലിക്കേഷൻസ് എന്താണെന്ന് നോക്കുന്ന സമയത്ത് പലപ്പോഴും ഇതിന് ഈ അബ്നോർമാലിറ്റി വരുന്ന സമയത്ത് ശരീരം സിംറ്റംസ് കാണിക്കും. ചില ആളുകൾക്ക് എപ്പോഴും ക്ഷീണം അനുഭവപ്പെടും, ഫ്രീക്വന്റ് ആയിട്ടുള്ള യൂറിനേഷൻ വരാം, സഡൻ ആയിട്ടുള്ള വെയിറ്റ് ലോസ് വരാം, ശരീരത്തിൽ എവിടെയെങ്കിലും മുറിവുണ്ടായി കഴിഞ്ഞാൽ അതിങ്ങനെ ഉണങ്ങാതെ ഇങ്ങനെ നിൽക്കും, പഴുത്ത് നിൽക്കും, എപ്പോഴും വിശപ്പ് അനുഭവപ്പെടും, ഭക്ഷണം കഴിച്ചാലും വീണ്ടും വിശപ്പ് അനുഭവപ്പെടുക, സെക്ഷൽ ആയിട്ടുള്ള കാര്യങ്ങളോട് താല്പര്യം കുറയും, കണ്ണിന്റെ കാഴ്ച മങ്ങുക, സ്ത്രീകൾക്ക് വജനൽ ഏരിയയിൽ ഫ്രീക്വന്റ് ആയിട്ടുള്ള ഇൻഫെക്ഷൻസ് ഉണ്ടാകും, കൈകാലിന്റെ വെള്ളയിൽ ഒരു ടിങ്ക്ലിംഗ്, ഇക്കിളിപ്പെടുത്തുന്ന പോലെ ഒരു അസ്വസ്ഥ അനുഭവപ്പെടാം, നംബ്നെസ്. അതുപോലെ ധാരാളം വെള്ളം കുടിച്ചാലും വീണ്ടും വീണ്ടും ദാഹം അനുഭവപ്പെടുക. ഇങ്ങനെയുള്ള സിംറ്റംസ് ഏതെങ്കിലും റെഗുലർ ആയിട്ട് ഒരാൾക്ക് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ദർ ഈസ് പോസിബിലിറ്റി ഫോർ ഡയബറ്റീസ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെയുള്ള പ്രോബ്ലംസ് വരുന്നുണ്ടെങ്കിൽ ദർ ഈസ് പോസിബിലിറ്റി ഫോർ ഡയബറ്റീസ്. നിങ്ങൾ പ്രീ ഡയബറ്റിക് സ്റ്റേജിലാവാം. റൈറ്റ്. പ്രീ ഡയബറ്റിക് സ്റ്റേജിലാണെങ്കിൽ നമുക്ക് അതിനെ പ്രിവെന്റ് ചെയ്യാൻ പറ്റും. ഡയബറ്റീസ് എന്ന് പറഞ്ഞ അവസ്ഥയിലേക്ക് വരാതെ പ്രിവെന്റ് ചെയ്യാൻ പറ്റും. സോ എന്താ ചെയ്യേണ്ടത്? ഇങ്ങനെയുള്ള സിംറ്റംസ് എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ HbA1c എന്ന് പറഞ്ഞ ടെസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കുക. അതിൽ നിന്ന് നമുക്കറിയാൻ പറ്റും. എന്തുകൊണ്ട് അഡ്വാൻസ് ആയിട്ട് നമ്മൾ അതിനെ കുറിച്ച് കെയർ ചെയ്യണമെന്ന് പറയാൻ കാരണം, ഡയബറ്റീസ് ഉണ്ടാവുന്ന കോംപ്ലിക്കേഷൻസ് വെരി വെരി ഡേഞ്ചറസ്. ക്യാൻസറിനേക്കാളും ഡേഞ്ചറസ് ആയിട്ടുള്ള കണ്ടീഷനാണ് ഡയബറ്റീസ്. ക്യാൻസർ വന്നു കഴിഞ്ഞാൽ കുറച്ച് മാസങ്ങൾ കഴിയുമ്പോൾ ആള്, അല്ലെങ്കിൽ ഒരു വർഷം, മാക്സിമം ഒരു വർഷം, അല്ലെങ്കിൽ ആ ഒരു ടൈം പീരീഡിനുള്ളിൽ ആള് മരിച്ചു പോകും. പക്ഷെ ഡയബറ്റീസ് വന്നു കഴിഞ്ഞാൽ ഇഞ്ചിഞ്ചായി ആള് മരിക്കുകയുള്ളൂ. ഹെഡ് ടു ടോ എൻടയർ ഓർഗനെ അത് ബാധിക്കും. പ്രമേഹം കൊണ്ടുള്ള ഒരാൾ മരിക്കുക, പ്രമേഹത്തിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ടുള്ള ഈ പറഞ്ഞ പ്രശ്നങ്ങൾ കൊണ്ടാണ്, കോംപ്ലിക്കേഷൻസ് വന്നിട്ടാണ് ഒരാൾ മരിക്കുന്നുണ്ടാവും. സോ നരക തുല്യമായിട്ടൊരു അവസ്ഥയായിരിക്കും ഉണ്ടാവും. മെഡിക്കൽ എക്സ്പെൻസ് കൂടും, എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ വരും ആലോചിക്കുക. സോ അത്തരം കോംപ്ലിക്കേഷൻസ് ഒന്നും വരാതെ ഇരിക്കണം എന്നുണ്ടെങ്കിൽ ഡയബറ്റീസ് കൊണ്ടുണ്ടാവുന്ന ഈ ആഫ്റ്റർ എഫക്ട്സ് വരാതെ പ്രിവെന്റ് ചെയ്യാൻ നമുക്ക് പറ്റണം. ഈ പ്രിവെൻഷൻ എന്ന് പറയുന്നത് ഒരിക്കലും പ്രമേഹത്തിന് ആളുകൾ ഉപയോഗിക്കുന്ന ഗുളിക അല്ലെങ്കിൽ ഇൻസുലിൻ കൊണ്ട് സാധ്യമല്ല. അവിടെയാണ് നമ്മുടെ ഐ കോഫി എന്ന് പറഞ്ഞ ഈ ഒരു പ്രൊഡക്റ്റിന്റെ റെലവൻസ് മൈഗ്രൻസ്. സോ എന്താണ് ഐ കോഫി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ന് ആയുർവേദ ബേസ് ചെയ്തിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് റെമഡി ഫോർ ഡയബറ്റീസ്, ഏകനായകൻ. ആ ഏകനായകത്തിന്റെ സാൽസിട്രാൽ എന്ന് പറയുന്ന പേറ്റന്റ് ആയിട്ടുള്ള മോളിക്യൂൾ അടങ്ങിയിട്ടുള്ള ലോകത്തിലെ ഒരു ഹെർബൽ കോഫിയാണ് ഐ കോഫി. ഡയബറ്റീസിനെ വളരെ ഹെൽത്തി ആയിട്ട് മാനേജ് ചെയ്യാൻ സഹായിക്കുന്ന ബെസ്റ്റ് ഇൻഗ്രീഡിയന്റ് അടങ്ങിയിട്ടുള്ള ഹെർബൽ കോഫി. ഒപ്പം ഇതിനകത്തുള്ള മറ്റു പ്രധാന 2 ഇൻഗ്രീഡിയൻസ് ആണ്. ഒന്ന്, കൂർഗ് റീജിയനിൽ നിന്നുള്ള ബെസ്റ്റ് ക്വാളിറ്റി അല്ലെങ്കിൽ ഫസ്റ്റ് ക്വാളിറ്റി ആയിട്ടുള്ള സുപ്പീരിയർ ക്വാളിറ്റി കോഫി ബീൻ ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. അതുപോലെ നമ്മുടെ നായ്ക്കുരണം, മിക്യുന പ്രിറിയൻസ്, നായ്ക്കുരണം എന്ന് പറയുന്ന ആ ഒരു ഔഷധ സസ്യത്തിന്റെ മോളിക്യൂളും നമുക്ക് ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. ദെൻ ഈ ഒരു കോഫിയുടെ പ്രത്യേകത, ജീവിതകാലം മുഴുവനും ലൈഫ് ലോങ് റെഗുലർ കോഫി ആയിട്ട് ആർക്ക് വേണമെങ്കിലും ഉപയോഗിക്കാം. ഡയബറ്റീസ് ഉള്ളവർക്ക് ഉപയോഗിക്കാം, പ്രീ ഡയബറ്റിക് സ്റ്റേജിലുള്ളവർക്ക് ഉപയോഗിക്കാം, ഡയബറ്റീസ് ഇല്ലാത്തവർക്കും ഉപയോഗിക്കാം. റൈറ്റ്. സോ സാധാരണഗതിയിൽ കോഫി എന്ന് പറയുമ്പം പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്ന ഒരു കാര്യമാണ് കഫീൻ. ഇപ്പം നിങ്ങൾ തന്നെ മേ ബി നിങ്ങൾക്ക് പല ആളുകൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടാവും, അല്ലെങ്കിൽ കേട്ടിട്ടുണ്ടാവും, ഹോമിയോ മെഡിസിൻ കഴിക്കുന്ന ആളുകൾ കോഫി ഉപയോഗിക്കരുത് എന്ന് പറയാറുണ്ട്. എന്താണ് അതിന് കാരണം? മെജോറിറ്റി ഹോമിയോ മെഡിസിൻസിലും കഫീൻ ഉണ്ട്. സോ ആ മെഡിസിൻ ഉപയോഗിക്കുന്ന ആളുകൾ കോഫി ഉപയോഗിച്ച് കഴിഞ്ഞാൽ കഫീൻ കണ്ടന്റ് ടോക്സിക് ലെവലിലേക്ക് വരും ശരീരത്തിൽ, അത് കോംപ്ലിക്കേഷൻസ് ഉണ്ടാകും. അതുകൊണ്ടാണ് ഹോമിയോ മെഡിസിൻസ് ഉപയോഗിക്കുന്ന ആളുകൾ കോഫി ഉപയോഗിക്കരുത് എന്ന് പറയാൻ കാരണം. എന്നാൽ നമ്മളുടെ കോഫിയിൽ കഫീൻ ഇല്ല.
കഫീൻ ഇല്ലാത്ത കോഫിയാണ്, അതുകൊണ്ട് ആർക്ക് വേണമെങ്കിലും ഉപയോഗിക്കാം. സോ ഈ കഫീനെ റിമൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു സ്ലോ റോസ്റ്റിംഗ് പ്രോസസ്സ്, ഒരു 40 ഡിഗ്രിയിലാണ് ഇത് കോഫി ബീൻ റോസ്റ്റ് ചെയ്യുന്നത്. ഒരു സ്ലോ റോസ്റ്റിംഗ് പ്രോസസ്സ് ചെയ്യുന്നതുകൊണ്ട് കഫീനെ കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്യാൻ പറ്റുന്നത് മാത്രമല്ല, ഈ കോഫിയിലുള്ള ആന്റി ഓക്സിഡൻസ് ആയിട്ടുള്ള പോളിഫിനോൾസ് അതുപോലെ നിലനിർത്തിക്കൊണ്ടാണ് നമ്മുടെ കോഫി ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഡയബറ്റീസിനെ മാനേജ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന സമയത്ത് ഈ ആന്റി ഓക്സിഡൻസും ശരീരത്തിലേക്ക് കിട്ടുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു റെലവെന്റ് ആയിട്ടുള്ള കാര്യം. ഇതുപോലൊരു കോഫി വേറെ ഇല്ല, ഐ കോഫി മാത്രമേ ഉള്ളൂ. റൈറ്റ്. സോ ഇതില് ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, അത് നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ മറ്റുള്ള ആളുകൾക്ക് നിങ്ങൾ റെക്കമെൻഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കറക്റ്റ് ആയിട്ട് പറഞ്ഞു കൊടുക്കേണ്ടതും ഫോളോ അപ്പ് ചെയ്യേണ്ടതുമായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് കോഫി എങ്ങനെ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. ഹൗ ടു പ്രിപ്പയർ ദിസ് കോഫി. ഈ കോഫി പൗഡർ ഒരു കാരണവശാലും തിളപ്പിക്കരുത്. റൈറ്റ്. ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ ചായയോ കാപ്പിയോ ഉണ്ടാക്കുന്ന പോലെ ഈ കോഫി പൗഡർ തിളപ്പിക്കരുത്. ഒരു കപ്പിലേക്ക് റിക്വയർഡ് ക്വാണ്ടിറ്റി കോഫി പൗഡർ എടുക്കുക. ഇപ്പം ഒരു സാഷെ ആണെങ്കിൽ ഒരു സാഷെ, ഹാഫ് സാഷെ ആണെങ്കിൽ ഹാഫ് സാഷെ റിക്വയർഡ് ക്വാണ്ടിറ്റി എടുക്കുക. വെള്ളം തിളച്ചു കഴിഞ്ഞാൽ, ഒരു കോഫിയിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം തിളച്ചു കഴിഞ്ഞാൽ ആ ചൂടുള്ള വെള്ളം ഈ കോഫിയിലേക്ക് പൗഡറിലേക്ക് ഒഴിക്കുക, മിക്സ് ചെയ്യുക, കുടിക്കുക. റൈറ്റ്. മിക്സ് ചെയ്യുക, കുടിക്കുക. അത്രയും ഇൻസ്റ്റന്റ് ആയിട്ട് നമുക്ക് ഉണ്ടാക്കാനും പറ്റുന്നുണ്ടാവും. വളരെ ടേസ്റ്റി ആയിട്ടുള്ള കോഫിയാണ്. റൈറ്റ്. ഈ രീതിയിലാണ് കോഫി പ്രിപ്പയർ ചെയ്യേണ്ടത്. ദെൻ ഫ്രീക്വന്റ്ലി ആസ്ഡ് ക്വസ്റ്റ്യൻസിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കോഫി നമുക്ക് 2 വേരിയൻസ് അവൈലബിൾ ആണ്, ഐ കോഫി ക്രീമർ ആൻഡ് ഐ കോഫി ബ്ലാക്ക്. രണ്ടും തമ്മിലുള്ള മേജർ ഡിഫറൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് ക്രീമർ ആണ്, ഒന്ന് ബ്ലാക്ക് ആണ് അല്ലെ. അതിനേക്കാൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്രീമറിൽ ഏകനായകത്തിന്റെ കണ്ടന്റ് എത്രയാണോ ഉള്ളത് അതിന്റെ ഇരട്ടി ഐ കോഫി ബ്ലാക്കിലുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഏത് വേരിയന്റും ആർക്കും ഉപയോഗിക്കാം. ഇപ്പം ടാബ്ലറ്റ് ഉപയോഗിക്കുന്ന ആളുകൾക്ക് ക്രീമറോ ബ്ലാക്കോ ഉപയോഗിക്കാം, ഇൻസുലിൻ ഉപയോഗിക്കുന്ന ആളുകൾക്കും ക്രീമറോ ബ്ലാക്കോ ഉപയോഗിക്കാം. പക്ഷെ ഇൻസുലിൻ ഉപയോഗിക്കുന്ന ആളുകൾ എന്ന് പറയുമ്പോൾ ഡയബറ്റീസ് കുറച്ചും കൂടെ ഒരു കോംപ്ലിക്കേഷൻ സിറ്റുവേഷനിലേക്ക് വന്നിട്ടുണ്ടാവും. അതുകൊണ്ട് അവർക്ക് നമ്മൾ കൂടുതലും പ്രിഫർ ചെയ്യുന്നത് ഐ കോഫി ബ്ലാക്ക് ആണ്. ഇൻസുലിൻ ഉപയോഗിക്കുന്ന ആളുകൾക്ക്. ടാബ്ലറ്റ് ഉപയോഗിക്കുന്ന ആളുകൾക്ക് ക്രീമറിന്റെ ആവശ്യമേ ഉണ്ടാവുള്ളൂ. ഇനി ബ്ലാക്ക് ഉപയോഗിച്ചു എന്ന് വിചാരിച്ച് കുഴപ്പമൊന്നുമില്ല. ഇനി പ്രീ ഡയബറ്റിക് സ്റ്റേജിലുള്ള ആളുകളായിക്കോട്ടെ, നോൺ ഡയബറ്റിക് ആയിട്ടുള്ള ആളുകളായിക്കോട്ടെ, പ്രമേഹം ഇല്ലാത്ത ആളുകളായിക്കോട്ടെ, അവർക്ക് ഏത് വേരിയന്റാ ഉപയോഗിക്കാൻ പറ്റുക? ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ടേസ്റ്റ്. ക്രീമർ ഇഷ്ടമുള്ള ആൾക്കാരുണ്ടാവും, എന്നാൽ ബ്ലാക്ക് ഇഷ്ടമുള്ള ആൾക്കാരുണ്ടാവും. ഞാൻ റെഗുലർ ആയിട്ട് ഉപയോഗിക്കുന്ന ഐ കോഫി ബ്ലാക്ക് ആണ്, പ്രമേഹം ഇല്ല. റൈറ്റ്. ദെൻ ഏത് തരം ഡയബറ്റീസ് ഉള്ള ആളുകൾക്കും നമ്മുടെ ഐ കോഫി ഉപയോഗിക്കാം. ടൈപ്പ് 1, ടൈപ്പ് 2, ജസ്റ്റേഷണൽ ഡയബറ്റീസ്, പ്രഗ്നൻസി പീരിയഡ് സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന ഡയബറ്റീസ് ടൈമിലൊക്കെ നമുക്ക് കോഫി ഉപയോഗിക്കാം. ഇതിനകത്ത് ഷുഗർ ഉണ്ടോ? ഇല്ല, ഇതിനകത്ത് ഷുഗർ ഇല്ല. ദെൻ ഹൗ ലോങ് ഷുഡ് ദിസ് ബി ടേക്കൻ? എത്ര കാലം ഉപയോഗിക്കണം? നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എത്ര കാലം വേണമെങ്കിലും ഉപയോഗിക്കാം. ഉപയോഗിച്ചാൽ അതിനനുസരിച്ച് ഒരു ക്വാളിറ്റി ലൈഫ് ലീഡ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. മെഡിസിൻസ് ഉപയോഗിക്കുന്ന ആളുകൾ അതിന്റെ കൂടെ ഇത് ഉപയോഗിക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും ഉപയോഗിക്കാം. ഇനി ടാബ്ലറ്റ് ഓർ ഇൻസുലിൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ ഒരു കാരണവശാലും അത് സ്റ്റോപ്പ് ചെയ്തിട്ടല്ല കോഫി സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അലോങ് വിത്ത് മെഡിസിൻ കോഫി സ്റ്റാർട്ട് ചെയ്യുക. കോഫി കൊണ്ട് അതിലെ ഏകനായകത്തിന്റെ കണ്ടന്റ് കൊണ്ട് ശരീരത്തിൽ ഉണ്ടാകുന്ന ഡിഫറൻസ്, ആ ഒരു ചേഞ്ചസ് വന്നു തുടങ്ങി കഴിഞ്ഞാൽ മെഡിസിന്റെ അളവ് പതുക്കെ പതുക്കെ കുറച്ച് കൊണ്ടുവരെ കുറച്ച് മാസങ്ങൾ കഴിയുമ്പോൾ അവർക്ക് അവരുടെ ശരീരത്തിൽ അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവും. ആ മാറ്റത്തിനനുസരിച്ചോ അല്ലെങ്കിൽ ബ്ലഡ് ഷുഗർ ലെവൽ ചെക്ക് ചെയ്യുന്ന സമയത്തോ അവർക്ക് അറിയാൻ പറ്റുന്നുണ്ടാവും. അതിന്റെ ഇംപ്രൂവ്മെന്റിനനുസരിച്ച് പതുക്കെ മെഡിസിൻ കംപ്ലീറ്റ് ഒഴിവാക്കാം. കോഫി അതുപോലെ കണ്ടിന്യൂ ചെയ്യുക. ഒരു ക്വാളിറ്റി ലൈഫ് ലീഡ് ചെയ്യാൻ സാധിക്കും. ഇൻസുലിൻ ഉപയോഗിക്കുന്ന ആളുകൾക്കും ഐ കോഫി ഉപയോഗിക്കാം. ഇത് ഷുഗർ ലെവൽ കുറയ്ക്കുകയാണോ ചെയ്യുക, അല്ലെങ്കിൽ നോർമലിൽ നിന്നും ലോ ഷുഗറിലേക്ക് എത്തിക്കുമോ? ഒരിക്കലും ഇല്ല. ഇപ്പം ഒരു ഉദാഹരണം പറയാം. പ്രമേഹമുള്ള ആളുകൾ ഉപയോഗിക്കുന്ന ടാബ്ലറ്റ് പ്രമേഹമില്ലാത്ത ഒരാൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ ലോ ഷുഗർ ആയി പോകും അല്ലെ. കാരണം എന്തുകൊണ്ടാണ്? ആ ടാബ്ലറ്റിലുള്ള ഇൻസുലിൻ കണ്ടന്റ് എത്ര യൂണിറ്റ് ഗ്ലൂക്കോസിനെയാണോ ബ്ലഡിൽ കുറയ്ക്കാൻ പറ്റുന്ന അത്ര യൂണിറ്റ് കുറയ്ക്കും, ആരുടെ ശരീരത്തിലാണെങ്കിലും. അതുകൊണ്ട് തന്നെ പ്രമേഹമില്ലാത്ത ആളുകൾക്ക് ഗുളിക കഴിക്കാൻ പറ്റില്ല, കഴിക്കേണ്ട ആവശ്യമില്ല, കഴിക്കാൻ പറ്റില്ല. പക്ഷേ പ്രമേഹമില്ലാത്ത ആളുകൾക്ക് നമ്മുടെ കോഫി ഉപയോഗിക്കാൻ പറ്റുന്നു. എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ആ ഗ്ലൂക്കോസ് കൂടി നിൽക്കുന്ന ഗ്ലൂക്കോസിന് അല്ലെങ്കിൽ നോർമൽ റേഞ്ചിൽ വരേണ്ട ഗ്ലൂക്കോസിനെ താഴോട്ട് കൊണ്ടുവരില്ല. അങ്ങനെയല്ല ഇതിന്റെ പ്രോസസ്. മെയിൻ ആയിട്ട് ഇതിന്റെ ഒരു ഫംഗ്ഷൻ നടക്കുന്നത് ആവശ്യത്തിന് മാത്രം ഗ്ലൂക്കോസിനെ ബ്ലഡിലേക്ക് വിടുക എന്നുള്ള ഒരു റെഗുലേറ്റിംഗ് പ്രോസസ് ഇവിടെ നടക്കുന്നുണ്ട്. നമ്മുടെ ശരീരത്തിലുള്ള എനർജി റിക്വയർമെന്റ് അനുസരിച്ച് എത്രയാണോ ഗ്ലൂക്കോസ് ലെവൽ ബ്ലഡിലേക്ക് വരേണ്ടത് അതിനെ റെഗുലേറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സ് ഇവിടെ നടക്കുന്നത് കൊണ്ട് തന്നെ എപ്പോഴും ഒരു ഹെൽത്തി ലെവലിൽ ഗ്ലൂക്കോസിനെ ബ്ലഡിൽ നിർത്താനായിട്ട് ഏതാളുടെ ശരീരത്തിലും അത് ഹെൽപ്പ് ചെയ്യും. അത് ഡയബറ്റിക് ആയിക്കോട്ടെ, പ്രീ ഡയബറ്റിക് ആയിക്കോട്ടെ, നോൺ ഡയബറ്റിക് പീപ്പിൾ ആയിക്കോട്ടെ. റൈറ്റ്. സോ അതുകൊണ്ട് തന്നെ നോർമൽ പേഴ്സൺ പോലും ഐ കോഫി വളരെ സേഫ് ആയിട്ട്
ഉപയോഗിക്കാൻ സാധിക്കും. ബെസ്റ്റ് റിസൾട്ട് ഐ കോഫി ഉപയോഗിക്കുന്ന ആളുകൾക്ക് കിട്ടണം, പ്രത്യേകിച്ച് ഡയബറ്റീസ് ഉള്ള ആളുകൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ അത് കോഫി ഉപയോഗിക്കുന്നതോടൊപ്പം തന്നെ ഒരു ദിവസം അത്യാവശ്യം ആവശ്യത്തിനുള്ള വെള്ളം നന്നായിട്ട് കുടിക്കുക. വാട്ടർ കണ്ടന്റ് നന്നായിട്ടുണ്ടെങ്കിൽ വളരെ നല്ല രീതിയിലുള്ള റിസൾട്ട് തീർച്ചയായിട്ടും ശരീരത്തിൽ കിട്ടുന്നുണ്ടാവും. റൈറ്റ്. സോ അതാണ് കോഫിയെ കുറിച്ച് പറയാനുള്ള കാര്യങ്ങൾ. ദെൻ അവർ തേർഡ് പ്രൊഡക്റ്റ് ഈസ് ഐസ്ലിം ഫ്ലാറ്റ് ടമ്മീസ്. പേര് പോലെ തന്നെ ഇറ്റ്സ് എ വെയിറ്റ് മാനേജ്മെന്റ് പ്രോഡക്റ്റ്. പക്ഷെ ജസ്റ്റ് ഒരു വെയിറ്റ് മാനേജ്മെന്റ് എന്നല്ല, ഇറ്റ്സ് എ കോംപ്രിഹെൻസീവ് വെയിറ്റ് മാനേജ് സപ്പോർട്ട്. എന്താണ് ഇതിന്റെ റെലവൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ന് ഒബേസിറ്റി വലിയൊരു അലാമിംഗ് ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ്. വേൾഡ് മൊത്തം നോക്കുകയാണെങ്കിൽ പോലും കോടിക്കണക്കിന് രൂപയാണ് ഈ ഒരു ഒബീസ് ആയിട്ടുള്ള ആളുകൾ അവരൊരു ഹെൽത്തി ലെവലിലേക്ക് വരാൻ വേണ്ടിയിട്ട് പോലും ഒക്കെ ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നത്. റൈറ്റ്. സോ ഇവിടെയാണ് ഐസ്ലിം ഫ്ലാറ്റമീസ് എന്ന് പറഞ്ഞ പ്രൊഡക്റ്റിന്റെ റെലവൻസ്. കാരണം ഇതുപോലൊരു പ്രൊഡക്റ്റ് വേൾഡ് മാർക്കറ്റ് നോക്കിയാൽ പോലും ഐസ്ലിം ഫ്ലാറ്റമീസ് മാത്രമേ ഉള്ളൂ. ബിക്കോസ് ഇറ്റ്സ് യുണീക്ക്. 5 കാര്യങ്ങളാണ് പ്രധാനമായിട്ട് എടുത്തു പറയാനുള്ളത്. ഒന്ന്, ലോ കാലറി ആണ് ഈ ഒരു പ്രൊഡക്റ്റ്. അതുകൊണ്ട് തന്നെ ശരീരത്തിൽ കൂടുതലായിട്ട് ഫാറ്റ് അടിഞ്ഞുകൂടുന്നതിനെ പ്രിവെന്റ് ചെയ്യാൻ സഹായിക്കുന്നുണ്ടാവും. സിനർജിസ്റ്റിക് ആയിട്ടുള്ള പേറ്റന്റഡ് ആയിട്ടുള്ള ആക്റ്റീവ് ഹെർബൽ ഇൻഗ്രീഡിയൻസിന്റെ ഒരു കോമ്പിനേഷൻ ഇതിനകത്തുള്ളത് കൊണ്ട് അതാണ് ആ മാജിക്കൽ എഫക്ട് തരുന്നുണ്ടാവുക. ശരീരത്തിൽ അടിഞ്ഞുകൂടുന്ന ചീത്ത കൊഴുപ്പിനെ കത്തിച്ച് കളഞ്ഞുകൊണ്ട് കറക്റ്റ് ബോഡി വെയിറ്റിലേക്ക് വരാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. ഇറ്റ്സ് എ വെയിറ്റ് മാനേജ്മെന്റ് പ്രോഡക്റ്റ്. വെയിറ്റ് കൂടുതലുള്ള ആളുകൾക്ക് കുറയ്ക്കാൻ സഹായിക്കും. വെയിറ്റ് കുറവുള്ള ആളുകൾക്ക് ഒരു പരിധിവരെ വെയിറ്റ് കൂട്ടാൻ സാധിക്കും. നോർമൽ വെയിറ്റിലുള്ള ആളുകൾക്ക് മേ ബി അവരുടെ വയറ് കൂടുതലായിരിക്കാം, ആ വയറിനെ കുറച്ചുകൊണ്ട് ആ നോർമൽ വെയിറ്റ് അതുപോലെ മെയിൻറ്റെയിൻ ചെയ്യാനും ഹെൽപ്ഫുൾ ആണ്. ഫൈബർ റിച്ച് ആണ്. സോ ഇത് മെറ്റബോളിക് ഫങ്ഷൻസ് എല്ലാം വളരെ കറക്റ്റ് ചെയ്യുന്നുണ്ടാവും. ആൻഡ് ഓഫ് കോഴ്സ് 100% നാച്ചുറൽ ആണ്. അതുകൊണ്ട് തന്നെ വളരെ സേഫ് ആയിട്ട് ഏതൊരാൾക്കും ഉപയോഗിക്കാനും പറ്റുന്നുണ്ടാവും. ഓവർ വെയിറ്റ് ആൻഡ് ഒബേസിറ്റി എത്രത്തോളം കെയർ ചെയ്യേണ്ട കാര്യമാണ്, അല്ലെങ്കിൽ എത്രത്തോളം ഡേഞ്ചറസ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള എല്ലാ ജീവിതശൈലി രോഗങ്ങളും, അത് ഹാർട്ട് റിലേറ്റഡ് പ്രോബ്ലംസ് ആയിക്കോട്ടെ, ഡയബറ്റീസ് ആയിക്കോട്ടെ, ക്യാൻസർ ആയിക്കോട്ടെ, ഇമ്മ്യൂണിറ്റി ആയിക്കോട്ടെ, ജോയിന്റ് റിലേറ്റഡ് പ്രോബ്ലംസ് ആയിക്കോട്ടെ, കിഡ്നി പ്രോബ്ലം, അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഏത് തരത്തിലുള്ള ലൈഫ് സ്റ്റൈൽ പ്രോബ്ലംസ് ആണെങ്കിലും അതൊക്കെ വരാനുള്ള സാധ്യത 10 മടങ്ങ് കൂടുതലാണ്. ഒബീസ് ആൻഡ് ഓവർ വെയിറ്റ് ആയിട്ടുള്ള ആളുകൾ ശരിക്കും പറഞ്ഞാൽ ജീവിതശൈലി രോഗങ്ങളുടെ ഒരു ഹബ് ആണെന്ന് തന്നെ പറയാൻ പറ്റും. റൈറ്റ്. സോ പലതരത്തിലുള്ള കോംപ്ലിക്കേഷൻസ് സ്ത്രീകളെ സംബന്ധിച്ചുള്ള ഈ പ്രഗ്നൻസി പീരീഡിലൊക്കെ കോംപ്ലിക്കേഷൻസ് ഒക്കെ വരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. സോ വളരെയധികം ശ്രദ്ധിക്കണം. ഓവർ വെയിറ്റ് ആൻഡ് ഒബീസ് ആയിട്ടുള്ള ആളുകൾ, അതുപോലെ വയറ് കൂടുതലുള്ള ആളുകളൊക്കെ വളരെയധികം ശ്രദ്ധിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. സോ ഇവിടെ ഈ ഐസ്ലിം ഫ്ലാറ്റമീസിന് ഇത്രമാത്രം യുണീക്ക് ആക്കുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ 3 ഹെർബൽ ഇൻഗ്രീഡിയൻസ് ആണ്. ഏകനായകം, കൊളീസ് ഫസ്കോളി, കറുത്ത എള്ള്. ഏകനായകം ആന്റി ഡയബറ്റിക് എഫക്ട് തരുന്നു. കൊളീസ് ഫസ്കോളി ആണ് ഈ ഫാറ്റ് ബേണിങ്ങിലൂടെ വെയിറ്റ് റിഡക്ഷനെ ഹെൽപ്പ് ചെയ്യുന്നത്. അതുപോലെ എള്ള് ഈ കൊളസ്ട്രോളിനെ നല്ല രീതിയിൽ ബാലൻസ് ചെയ്യാനായിട്ടും ഹെൽപ്പ് ചെയ്യുന്നു. ഈ 3 ഹെർബൽ ഇൻഗ്രീഡിയൻസിന്റെ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു കോമ്പോസിഷൻ, FB3 ഫ്യൂഷൻ എന്ന് പറയുന്ന ഒരു കോമ്പോസിഷൻ, ഇതാണ് ഐസ്ലിമിനെ ഇത്രയധികം യുണീക്ക് ആക്കി നിർത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഒപ്പം ഇതിനകത്തുള്ള നാച്ചുറൽ ഫൈബർ സോഴ്സ് ആയിട്ട് ഉപയോഗിക്കുന്നത് ഓട്സും റാഗിയുമാണ്. അതുപോലെ പ്രോട്ടീൻ കോൺസെൻട്രേറ്റ്സ് ആയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് സോയാ പ്രോട്ടീൻ ആൻഡ് വേ പ്രോട്ടീൻ. സോ ഈ പ്രോട്ടീൻ ഉള്ളത് കൊണ്ട് തന്നെ ഇതൊരു മീൽ റീപ്ലേസ്മെന്റ് പ്രൊഡക്റ്റ് ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഒരു നേരത്തെ ഭക്ഷണത്തിന് കിട്ടേണ്ട കംപ്ലീറ്റ് ന്യൂട്രീഷനും പ്രൊവൈഡ് ചെയ്തുകൊണ്ടാണ് നമുക്കത് ഈ ഒരു പ്രൊഡക്റ്റ് വരുന്നത്. സോ ഇത് ഈ പ്രോട്ടീൻ സോഴ്സസ് ഉള്ളത് കൊണ്ട് തന്നെ കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റിനെ റീപ്ലേസ് ചെയ്യുന്നു. അതുകൊണ്ട് ഇതിലുള്ള ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഓവറായിട്ട് ഫാറ്റിനെ ശരീരത്തിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നതിനെ പ്രിവെന്റ് ചെയ്യാനായിട്ട് വളരെ ഹെൽപ്ഫുൾ ആണ്. റൈറ്റ്. ആൻഡ് ഓഫ് കോഴ്സ് ഇത് ഫാറ്റ് ബേണിങ്ങിലൂടെയാണ് ഈ ഒരു വെയിറ്റ് മാനേജ് ചെയ്യുന്നത്. ശരീരത്തിൽ അടിഞ്ഞുകൂടുന്ന ചീത്ത കൊഴുപ്പിനെ കത്തിച്ച് കളഞ്ഞുകൊണ്ടാണ് വെയിറ്റ് മാനേജ് ചെയ്യുന്നത്. ആ ബേണിംഗ് പ്രോസസ് നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ശരീരത്തിൽ സ്ട്രെസ് കൂടും, വളരെ അസ്വസ്ഥത ഉണ്ടാവും. അതിനെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 ഹെർബൽ എക്സ്ട്രാക്ട്സ് ഇതിനകത്തുണ്ട്. ഒന്ന് അശ്വഗന്ധ, 2 നായ്ക്കുരണം, കപ്പിക്കാച്ചു. സോ അതുള്ളത് കൊണ്ട് ഈ ഒരു തരത്തിലുള്ള സ്ട്രെസ് ഫീലിംഗും ശരീരത്തിൽ ഉണ്ടാവില്ല. വളരെ കംഫർട്ടബിൾ ആയിക്കൊണ്ട് തന്നെ ആളുകൾക്ക് വെയിറ്റിനെ മാനേജ് ചെയ്യാൻ, ഫാറ്റ് ബേണിങ്ങിലൂടെ വെയിറ്റിനെ മാനേജ് ചെയ്യാൻ സഹായിക്കുന്നുണ്ടാവും ഈ ഹെർബൽ എക്സ്ട്രാക്ട്സ് ഉള്ളതുകൊണ്ട്. സോ വളരെയധികം ശ്രദ്ധയോടുകൂടി വളരെയധികം റിസർച്ച് ചെയ്തിട്ടാണ് ഈ ഒരു പ്രൊഡക്റ്റ് കമ്പനി ഉണ്ടാക്കിയിട്ടുള്ളത് എന്നുള്ള ഏറ്റവും റെലവന്റ് ആയ കാര്യം. സോ ഇറ്റ്സ് എ മീൽ റീപ്ലേസ്മെന്റ് പ്രോഡക്റ്റ്. ഡിന്നറിന് പകരമായിട്ടാണ് ഇത് ഉപയോഗിക്കേണ്ടത്. പ്രിഫറബിളി രാത്രി 7 മണിക്കും 9 മണിക്കും ഇടയ്ക്കുള്ള സമയത്ത് ഒരു ഐസ്ലിം ഫ്ലാറ്റമീസ് ബാർ ഒരു ദിവസം എന്ന രീതിയിൽ ഉപയോഗിക്കാം. അത് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട 1-2 കാര്യങ്ങൾ. വളരെ ടേസ്റ്റിയാണ്, വളരെ ന്യൂട്രീഷ്യസ് ആണ്. സമയമെടുത്ത് കഴിക്കണം. ചവച്ചരച്ച് സാവകാശം വേണം കഴിക്കാൻ. ഒരു അരമണിക്കൂർ സമയമൊക്കെ എടുത്തിട്ട് വേണം ഒരു ഐസ്ലിം ഫ്ലാറ്റമീസ് ബാർ കഴിക്കാൻ.
റൈറ്റ്. സോ അങ്ങനെ സമയമെടുത്ത് കഴിച്ചാൽ മാത്രമേ അതിന്റെ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു റിസൾട്ട് നമുക്ക് കിട്ടുന്നുണ്ടാവുള്ളൂ. ഡിന്നറിന് പകരമായിട്ടാണ് ഉപയോഗിക്കുന്നത്. ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഒരു 7 മണിക്കോ 9 മണിക്കോ ഇടയ്ക്ക് ഇത് ഐസ്ക്രീം കഴിക്കുന്ന ആളാണെങ്കിൽ ഒരു 6 മണി സമയത്തൊക്കെ വേണമെങ്കിൽ ഒരു ലൈറ്റ് ഡിന്നർ, വളരെ ലൈറ്റ് ആയിട്ടുള്ള ഒരു ഡിന്നർ ആവശ്യമുണ്ടെങ്കിൽ മാത്രം കഴിക്കുക. റൈറ്റ്. സോ ഇനി വെയിറ്റ് കുറച്ച് കൂട്ടാനായിട്ട് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് ഭക്ഷണം കഴിക്കുക, ഒപ്പം അഡീഷണൽ ആയിട്ട് ഒരു ഐസ്ക്രീം ഫ്ലാറ്റമീസ് ഒരു ദിവസം എന്ന രീതിയിൽ കഴിക്കുക. റൈറ്റ്. സോ ഈ രീതിയിൽ കഴിക്കുന്ന സമയത്തുള്ള ഗുണം ഒന്ന്, ഹെൽത്തി വെയിറ്റിലേക്ക് നമ്മുടെ ഫാറ്റ് ബേണിങ്ങിലൂടെ ശരീരം എത്തുമെന്ന് മാത്രമല്ല, കൂടി നിൽക്കുന്ന വയറിനെ കുറച്ച് കറക്റ്റ് ബോഡി ഷേപ്പിലേക്ക് തിരിച്ചുകൊണ്ടുവരാൻ സഹായിക്കും. സോ ഏത് പർപ്പസിന് ഉപയോഗിക്കുകയാണെങ്കിലും ഫാറ്റ് ബേണിംഗ് പ്രോസസ് നടക്കുന്നതുകൊണ്ട് ശരീരത്തിൽ ചൂട് കൂടും. അതിനെ ബാലൻസ് ചെയ്യാൻ നിർബന്ധമായിട്ട് ഒരു 3 to 4 liters വാട്ടർ ഒരു ദിവസം പലപ്പോഴായിട്ട് കുറച്ചായിട്ട് കുടിക്കണം. വെള്ളം നന്നായിട്ട് നിർബന്ധമായിട്ടും കുടിക്കണം, എങ്കിലേ നിങ്ങൾക്ക് ബെസ്റ്റ് റിസൾട്ട് വരുള്ളൂ. ദെൻ ഫ്രീക്വന്റ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻസിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ കാണാൻ പറ്റും ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഹെൽത്ത് ഇഷ്യൂസ്. ഡയബറ്റീസ് ആയിക്കോട്ടെ, ഹൈ ഓർ ലോ BP ആയിക്കോട്ടെ, തൈറോയിഡ്, ഹാർട്ട്, സ്കിൻ റിലേറ്റഡ് പ്രോബ്ലംസ് ഉള്ള ആളുകളായിക്കോട്ടെ, ഏത് കാറ്റഗറി ആളുകൾക്കും ഉപയോഗിക്കാം. പ്രഗ്നൻസി പീരീഡിൽ ഓഫ്കോഴ്സ് ആദ്യത്തെ 6 മാസം ഉപയോഗിക്കാം. ലാക്ടേഷൻ പീരീഡിലാണെങ്കിൽ ഡെലിവറി കഴിഞ്ഞ് 1 മാസത്തിന് ശേഷവും ഉപയോഗിക്കാം. സോ ഇറ്റ്സ് 100% സേഫ്. ആർക്ക് വേണമെങ്കിലും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് ഐസ്ക്രീം ഫ്ലാറ്റമീസ് എന്ന് പറയുന്ന പ്രൊഡക്റ്റ്. Then our next product is iGlow. അൺഡിനേബിൾ ആയിട്ടുള്ള ഒരു ബ്യൂട്ടി പ്രൊവൈഡ് ചെയ്യുന്ന സ്കിൻ കെയർ പ്രൊഡക്റ്റ്. എന്താണ് iGlowയുടെ റിലവൻസ്? ഏഷ്യയിൽ ഇതുപോലൊരു പ്രൊഡക്റ്റ് വേറെയില്ല. കാരണം സ്കിൻ കെയർ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഒരുപാട് പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കുന്ന ആളുകളാണ്, പക്ഷെ എല്ലാം എക്സ്റ്റേണൽ യൂസിനാണ്, അല്ലെ? സ്കിന്നിന്റെ പുറത്ത് പുരട്ടുന്ന ക്രീമുകളോ അങ്ങനെയുള്ള പ്രൊഡക്റ്റുകൾ മാത്രമേ നമുക്ക് ഇതുവരെ പരിചിതമുള്ളൂ. എന്നാൽ അകത്തേക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു സ്കിൻ കെയർ പ്രൊഡക്റ്റ് iGlow മാത്രമേ ഉള്ളൂ, മൈ ഡിയർ ഫ്രണ്ട്സ്. അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. സോ അതുകൊണ്ട് തന്നെ അകത്തേക്ക് കൊടുക്കുന്ന സംഭവം ആയതുകൊണ്ട് സ്കിന്നിന്റെ ഡീപ്പസ്റ്റ് ലെയറിലുള്ള കോശങ്ങളിൽ പോലും വളരെ നല്ല രീതിയിലുള്ള ഫങ്ഷൻ നടന്ന് അതിന്റെ ഒരു റിസൾട്ട് ഔട്ടർ സ്കിന്നിലേക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു വണ്ടർഫുൾ പ്രൊഡക്റ്റ് ആണ്. എല്ലാവരും സൗന്ദര്യം ആഗ്രഹിക്കുന്ന ആളുകളാണ്, നല്ല യങ് ആയിട്ടിരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ്, അല്ലേ? അതുകൊണ്ടാണല്ലോ പലപ്പോഴും നമ്മൾ കണ്ണാടിയുടെ മുമ്പിലൊക്കെ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യുന്നത്. റൈറ്റ്. സോ റിയൽ ബ്യൂട്ടി ഇറ്റ് ഷുഡ് കം ഫ്രം വിത്തിൻ. ഉള്ളിൽ നിന്ന് വേണം റിയൽ ബ്യൂട്ടി വരാൻ. അപ്പൊ അതിന് പുറത്ത് കാര്യങ്ങൾ കൊടുത്തിട്ട് കാര്യമില്ല, അകത്തേക്ക് കൊടുക്കണം. അതാണ് iGlow എന്ന് പറയുന്ന പ്രൊഡക്റ്റിന്റെ പ്രാധാന്യം. ആൻഡ് ഇനി ബിസിനസ് സെൻസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബ്യൂട്ടി ആൻഡ് വെൽനസ് മാർക്കറ്റ് നമ്മുടെ രാജ്യത്ത് നോക്കുകയാണെങ്കിൽ 2018 ഒരു കാൽക്കുലേഷൻ പ്രകാരം 901.07 ബില്യൺ ഇന്ത്യൻ റുപ്പീസിന്റെ ടേൺ ഓവർ ഉണ്ടാക്കിയ ഒരു ഇൻഡസ്ട്രിയാണ്. പറയപ്പെടുന്നത് 2024 ആകുമ്പോൾ വിത്തിൻ കപ്പിൾ ഓഫ് ഇയേഴ്സ് 2463.49 ബില്യൺ ഇന്ത്യൻ റുപ്പീസിന്റെ ഒരു ബിസിനസ്സിലേക്ക് അത് വളരുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു കുതിച്ചുചാട്ടം ഈ ഒരു ബ്യൂട്ടി ആൻഡ് വെൽനസ് മാർക്കറ്റ് ഇന്ത്യയിൽ മാത്രം വളരാൻ പോകുന്നു. അവിടെ ഇതുപോലൊരു യുണീക്ക് ആയിട്ടുള്ള ഒരു മൊണോപ്പൊളി പ്രോഡക്ട്സിന്റെ റെലവൻസ് എത്രത്തോളം ഉണ്ട് ആലോചിച്ച് നോക്കുക. അൺകമ്പയറബിൾ ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ്. മറ്റൊരു കമ്പനിക്കും ഇല്ല ഇതുപോലെ അകത്തേക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു സ്കിൻ കെയർ പ്രോഡക്റ്റ്. സോ ഇവിടെ ന്യൂട്രി കോസ്മെറ്റിക്സ് എന്ന് പറയുന്ന അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ടെക്നോളജിയാണ് ഈ കമ്പനി ഉപയോഗിച്ചിരിക്കുന്നത്. ഹെർബൽ ആൻഡ് എക്സ്ട്രാക്ട്സിന്റെ ന്യൂട്രിയൻസിന്റെ ഒരു പെർഫെക്റ്റ് ആയിട്ടൊരു കോമ്പോസിഷൻ. സോ ഇത് അകത്തേക്ക് കഴിക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആയതുകൊണ്ടുള്ള വലിയൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിലുള്ള അകത്തുള്ള കോശങ്ങൾക്ക് ആവശ്യമുള്ള ന്യൂട്രീഷൻ കിട്ടും. അതുകൊണ്ട് അവിടെയുള്ള കോശങ്ങൾ വളരെ ഹെൽത്തി ആവും. സോ ഓഫ്കോഴ്സ് അതിന്റെ നെറ്റ് റിസൾട്ട് എന്ന് പറയുന്നത് എൻഡ് റിസൾട്ട് എന്ന് പറയുന്നത് ഔട്ടർ സ്കിന്നും വളരെ ഹെൽത്തി ആവും എന്നർത്ഥം. ബ്യൂട്ടി, നാച്ചുറൽ ബ്യൂട്ടി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അതോടൊപ്പം ഈ സ്കിന്നിൽ വളരുന്ന മുടി ആയിക്കോട്ടെ, നഖമായിക്കോട്ടെ, ഇതൊക്കെ വളരെ ഹെൽത്തി ആവും. അതാണ് ഈ ഒരു പ്രൊഡക്റ്റിന്റെ വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. റൈറ്റ്. സോ ഇതിലെ ഡിഫറെന്റ് ഇൻഗ്രീഡിയൻസ് നോക്കുകയാണെങ്കിൽ മെയിൻ ഇൻഗ്രീഡിയന്റ് ഈസ് സാഫ്രോൺ. കാശ്മീർ വാലി എന്നുള്ള വേൾഡിലെ ബെസ്റ്റ് ആയിട്ടുള്ള സാഫ്രോൺ, കുങ്കുമപ്പൂവാണ്. ലോകത്തിലെ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള സ്പൈസ് ആയിട്ടുള്ള സാഫ്രോൺ ആണ് ഇതിലെ മെയിൻ ഇൻഗ്രീഡിയന്റ്. ആയുർവേദത്തിന്റെ ആൻഷ്യന്റ് ട്രഡീഷണൽ ടെക്സ്റ്റിൽ പോലും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പോലും ഈ ഒരു സാഫ്രോണിന്റെ ഗുണങ്ങളെക്കുറിച്ച്, പ്രത്യേകിച്ച് സ്കിൻ ഹെൽത്തിന് വേണ്ടിയിട്ടുള്ള ഗുണങ്ങളെക്കുറിച്ച് പരാമർശിക്കുന്നത് ഒരുപാട് ബെനിഫിറ്റ്സ് ഉള്ള, സ്കിൻ ബെനിഫിറ്റ്സ് ഉള്ള ഒരു ഇൻഗ്രീഡിയന്റ് ആണ് സാഫ്രോൺ അഥവാ കുങ്കുമപ്പൂ എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ മറ്റു ഇൻഗ്രീഡിയൻസ് നോക്കിക്കഴിഞ്ഞാൽ നാച്ചുറൽ പ്ലാന്റ് കൊളാജൻ അത് ഉള്ളത് കൊണ്ട് തന്നെ അത് ശരിക്കും പറഞ്ഞാൽ സ്കിന്നിന്റെ ഡൾനെസ് റിമൂവ് ചെയ്യാനോ ഡാർക്ക് സ്പോട്ട് റിഡക്ഷന് ഇല്ലാണ്ടാക്കാനോടൊപ്പം വളരെ സോഫ്റ്റ് ആൻഡ് സപ്പിൾ ആയിട്ട് സ്കിന്നിനെ മാറ്റാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവും പ്ലാന്റ് കൊളാജൻ. അതുപോലെ ഗ്രേപ്പ് സീഡ് എക്സ്ട്രാക്ട്, വളരെ പവർഫുൾ ആയിട്ടുള്ള ആന്റി ഓക്സിഡൻസ് ഈ ഗ്രേപ്പ് സീഡ് എക്സ്ട്രാക്റ്റിലുണ്ട്. അതുകൊണ്ട് തന്നെ അത് സ്കിന്നിനെ വളരെ ഹെൽത്തി ആയിട്ട് നിലനിർത്താനും ഒരു റേഡിയന്റ് കോംപ്ലക്ഷൻ നിലനിർത്താനും ഹൈഡ്രേഷൻ മെയിൻറ്റെയിൻ ചെയ്യാനും
സ്കിന്നിലുള്ള കോശങ്ങളിൽ ഉണ്ടാകുന്ന ഓക്സിഡേഷനെ നല്ല രീതിയിൽ പ്രിവെന്റ് ചെയ്യാനൊക്കെ വളരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവും ഗ്രേപ്പ് സീഡ് എക്സ്ട്രാക്ട്. കോജിക് ആസിഡ്, നാച്ചുറൽ ആയിട്ടുള്ള ആസിഡ് ആണ് കോജിക് ആസിഡ്. സോ ഈ ഒരു ഇൻഗ്രീഡിയന്റ് ഉള്ളത് കൊണ്ട് ഒന്ന് സൺ ഡാമേജിൽ നിന്നും പ്രൊട്ടക്ട് ചെയ്യാൻ, സൂര്യപ്രകാശത്തിൽ നിന്നുണ്ടാകുന്ന ഡാമേജിൽ നിന്നും സ്കിന്നിനെ പ്രൊട്ടക്ട് ചെയ്യുന്നതോടൊപ്പം ഡാർക്ക് സ്പോട്ട് റിഡക്ഷനും അതുപോലെ നല്ല ഹെൽത്തി ആയിട്ടുള്ള സ്കിൻ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട്, നാച്ചുറൽ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവും. ലിക്കോറൈസ് എക്സ്ട്രാക്ട്, ഇരട്ടി മധുരത്തിൽ നിന്നുള്ള ലിക്കോറൈസ് എക്സ്ട്രാക്ട് നമ്മുടെ സ്കിന്നിലുള്ള എക്സസ് ഓയിലിനെ നന്നായിട്ട് കൺട്രോൾ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവും. കാരണം ഓയിലി ആയി കഴിഞ്ഞാൽ, എക്സസ് ഓയിലി ആയി കഴിഞ്ഞാൽ എക്സ്റ്റേണലി ഉള്ള ഡസ്റ്റ്, പൊടിയും മറ്റു പല സെഡിമെന്റ്സും സ്കിന്നിൽ വന്ന് പറ്റിപ്പിടിക്കും. സ്വാഭാവികമായിട്ടും സ്കിന്നിലുള്ള പോഴ്സ് ക്ലോഗ്ഡ് ആവും. ക്ലോഗ്ഡ് ആയി കഴിഞ്ഞാൽ സ്കിന്നിലുള്ള കോശങ്ങളിലുള്ള ഈ ടോക്സിൻസിനെ ശരീരത്തിന് പുറത്തേക്ക് കളയാൻ പറ്റില്ല. അത് പിമ്പിൾസ് ഉണ്ടാവാൻ കാരണമാവും. മറ്റു പല കോംപ്ലിക്കേഷൻസും അതുവഴി ഉണ്ടാകും. സോ അതിനെയൊക്കെ റിമൂവ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ അതിനെയൊക്കെ കൺട്രോൾ ചെയ്യാനായിട്ട്, ആ ഓയിലിനെ കൺട്രോൾ ചെയ്തുകൊണ്ട് ഇത്തരം പ്രശ്നങ്ങൾ വരാതെ പ്രിവെന്റ് ചെയ്യാനായിട്ട് ലിക്കോറൈസ് എക്സ്ട്രാക്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവും. ദെൻ മേരി ഗോൾഡ് ഫ്ലവറിൽ നിന്ന് എടുക്കുന്ന ലൂട്ടീൻ, അത് സ്കിന്നിന്റെ ഹൈഡ്രേഷൻ നിലനിർത്താനും അതുപോലെ ഇലാസ്തികത നിലനിർത്താനും വളരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവും. ആൻഡ് ഓഫ് കോഴ്സ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു ഇൻഗ്രീഡിയന്റ് ആണ് നാച്ചുറൽ കോഎൻസൈം Q10. കോഎൻസൈം Q10 എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ശരീരത്തിലുള്ള കോശങ്ങളിൽ എനർജി പ്രൊഡക്ഷന് ഏറ്റവും ഹെൽപ്ഫുൾ ആയിട്ടുള്ള ആന്റി ഓക്സിഡന്റ് ആണ് കോഎൻസൈം Q10. സോ ഈ ഒരു കോഎൻസൈം Q10 നമ്മുടെ ഐഗ്ലോ എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ് ഉള്ളത് കൊണ്ട് തന്നെ സ്കിന്നിലുള്ള കോശങ്ങളിൽ എനർജി പ്രൊഡക്ഷന് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവും. സോ അതുകൊണ്ട് തന്നെ വളരെയധികം ഹെൽത്തി ആയിട്ടുള്ള എനർജറ്റിക് ആയിട്ടുള്ള കോശങ്ങളായിരിക്കും സ്കിന്നിൽ ഉണ്ടാവുക. സോ ദ എൻഡ് റിസൾട്ട് ഈസ് വളരെ ഗ്ലോ ഉള്ള, യങ് ലുക്കിംഗ് ആയിട്ടുള്ള, ഒരു യുവത്വം തുളുമ്പുന്ന തരത്തിലുള്ള ഒരു സ്കിന്നിലേക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഇത് മാറുന്നുണ്ടാവും. സോ ഓവറോൾ സ്കിൻ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നമ്മുടെ ഐഗ്ലോ എന്ന് പറയുന്ന പ്രോഡക്റ്റ് ഹെൽപ്ഫുൾ ആണ്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ബെനിഫിറ്റ്സ് നമുക്ക് കിട്ടും. സ്കിൻ ലൈറ്റനിങ് ആയിക്കോട്ടെ, ആന്റി ഏജിങ്, ആന്റി റിങ്കിൾ എഫക്ട് ആയിക്കോട്ടെ, സ്കിൻ മോയ്സ്ചറൈസിങ്, ഡാർക്ക് സ്പോട്ട് റിഡക്ഷൻ, മുഖക്കുരു വന്ന് പോയി കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന ബ്ലാക്ക് കളർ ബ്ലെമിഷ് അതിനെ കൺട്രോൾ ചെയ്യാൻ, റിഡ്യൂസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. റേഡിയന്റ് ആയിട്ട് ഒരു കോംപ്ലക്ഷൻ, സ്കിന്നിലുണ്ടാകുന്ന പല ഡാമേജിനെയും കൺട്രോൾ ചെയ്യും. അതുപോലെ സ്കിൻ റിജുവലേഷൻ, ഒരു ഉണർവ്, പ്രസരിപ്പുള്ള സ്കിന്നായിട്ട് മാറ്റുന്നുണ്ടാവും. ഒപ്പം വളരെ വളരെ പ്രധാനപ്പെട്ട 2 ഹെൽത്ത് ബെനിഫിറ്റ്സ് കൂടെ ഐഗ്ലോയ്ക്കുണ്ട്: ലിവർ ഡീടോക്സിഫിക്കേഷൻ ആൻഡ് ബ്ലഡ് പ്യൂരിഫിക്കേഷൻ. എന്തുകൊണ്ട് അത് റെലവെന്റ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ലിവർ ടോക്സിക് ആണെങ്കിൽ, ബ്ലഡ് പ്യൂരിഫൈഡ് അല്ലെങ്കിൽ അതിന്റെ ആഫ്റ്റർ എഫക്ട്സ് സ്കിന്നിൽ വരും. സോ സ്കിൻ ഡാമേജ് ഉണ്ടാകാൻ ഈ 2 കാരണങ്ങളും വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ പുറത്തു പോരട്ടുന്ന ഒരു ക്രീം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ലിവർ ഡീടോക്സിഫിക്കേഷൻ നടക്കുമോ, ബ്ലഡ് പ്യൂരിഫിക്കേഷൻ നടക്കുമോ? ഇല്ല, അതിനകത്ത് തന്നെ കൊടുക്കണം. റൈറ്റ്, അവിടെയാണ് ഐഗ്ലോയുടെ യുണീക്നെസ്. സോ ലിവർ ഡീടോക്സിഫിക്കേഷൻ സംഭവിക്കുന്നതുകൊണ്ടും ബ്ലഡ് പ്യൂരിഫൈഡ് ആകുന്നതുകൊണ്ടും ആ പ്രശ്നങ്ങൾ കൊണ്ട് ഒരിക്കലും സ്കിന്നിന് പ്രോബ്ലം ഉണ്ടാവില്ല. സോ ഇറ്റ്സ് എ കംപ്ലീറ്റ് സ്കിൻ കെയർ പ്രോഡക്റ്റ്. റൈറ്റ്. സോ നമുക്ക് ഏത് ടൈപ്പ് സ്കിന്നുള്ള ആളുകൾക്കും ഉപയോഗിക്കാം. അത് പുരുഷന്മാർക്കും സ്ത്രീകൾക്കും കുട്ടികൾക്കും ഒക്കെ ഉപയോഗിക്കാവുന്നതാണ് ഐഗ്ലോ എന്ന് പറയുന്ന പ്രോഡക്റ്റ്. എൻ്റെ മോൻ 8 മാസേ ആയിട്ടുള്ളൂ. അവന്റെ മുമ്പിൽ വെച്ച് നമ്മൾ ഐഗ്ലോയുടെ ഈ ഒരു സാഷെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവൻ വിടില്ല. അവനും ഉപയോഗിക്കും. റൈറ്റ്. അത്രമാത്രം ടേസ്റ്റി ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് കൂടിയാണ്. ഒരു ദിവസം 1-2 ഐഗ്ലോ സാഷെ ഉപയോഗിക്കാം. കമ്പൽസറി ആയിട്ടും ഭക്ഷണം കഴിച്ചൊരു 15 മിനിറ്റിന് ശേഷം ആഫ്റ്റർ ഫുഡാണ് ഐഗ്ലോ ഉപയോഗിക്കേണ്ടത്. റൈറ്റ്. ഒരു ലോങ്ങർ ഡ്യൂറേഷൻ നമുക്ക് വളരെ സേഫ് ആയിട്ട് ഉപയോഗിക്കാം. മെഡിസിൻസ് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ മറ്റ് കോസ്മെറ്റിക്സ് ഒക്കെ ഉപയോഗിക്കുന്ന ആളുകൾക്ക് ഒക്കെ അതിന്റെ കൂടെ ഉപയോഗിക്കാം. ഇറ്റ്സ് 100% സേഫ്. വളരെ പവർഫുൾ ആയിട്ടുള്ള ആന്റി ഓക്സിഡൻസും അടങ്ങിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് കൂടിയാണ് ഐഗ്ലോ എന്ന് പറയുന്ന പ്രൊഡക്റ്റ്. ആൻഡ് ഹിയർ കംസ് അവർ ലാസ്റ്റ് പ്രൊഡക്റ്റ്, ഐ കെയർ. ഒരുപാട് റിസർച്ചിന് ശേഷം റീസെന്റ് കമ്പനി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു സ്പെഷ്യൽ പ്രൊഡക്റ്റ് ആണ് ഐ കെയർ, എക്സ്ക്ലൂസീവ്ലി ഫോർ വിമൻ. സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്പെഷ്യൽ പ്രൊഡക്റ്റ് ആണ് ഐ കെയർ എന്ന് പറയുന്ന പ്രൊഡക്റ്റ്. എന്തുകൊണ്ട് സ്ത്രീകൾക്ക് വേണ്ടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്കറിയാം നമ്മുടെ വീട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും രാവിലെ ആദ്യം ഉണരുന്നതും രാത്രി ഏറ്റവും അവസാനം ഉറങ്ങുന്നതും ആ വീട്ടിലെ സ്ത്രീ ആയിരിക്കും. അമ്മയാവാം, ഭാര്യയാവാം, സഹോദരിയാവാം, ആരുമാവാം. റൈറ്റ്. സോ വീട്ടിലുള്ള മറ്റുള്ള ആളുകളുടെ ആരോഗ്യത്തിനും സന്തോഷത്തിനും കംഫർട്ടിനും വേണ്ടിയിട്ട് സ്വന്തം ശരീരം പോലും നോക്കാതെ, ആരോഗ്യം പോലും നോക്കാതെ ഹാർഡ് വർക്ക് ചെയ്യുന്ന കാറ്റഗറിയാണ് സ്ത്രീകൾ. അവരവരുടെ ലൈഫിന്റെ ഒരു മെജോറിറ്റി ടൈമും സാക്രിഫൈസ് ചെയ്യുന്നത് ഈ ഫാമിലിയിലുള്ള മറ്റുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് തന്നെ ഹെൽത്ത് കോംപ്ലിക്കേഷൻസ് ഏറ്റവും കൂടുതൽ, പുരുഷന്മാരെക്കാളും കൂടുതൽ ഹെൽത്ത് കോംപ്ലിക്കേഷൻസ് വരുന്നത് സ്ത്രീകൾക്ക് തന്നെയാണ്. അത് ഹാർട്ട് റിലേറ്റഡ് പ്രോബ്ലംസ് ആയിക്കോട്ടെ, ഡിപ്രഷനോ ആങ്സൈറ്റിയോ പോലുള്ള മെന്റൽ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ആയിക്കോട്ടെ, സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ് ആണെങ്കിലും
ഓസ്റ്റിയോ ആർത്രൈറ്റിസ് പോലെയുള്ള ബോൺ റിലേറ്റഡ് ആയിട്ടുള്ള ജോയിന്റ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ആയിക്കോട്ടെ, യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ പോലെയുള്ള പ്രോബ്ലംസ് ആയിക്കോട്ടെ, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള മറ്റു ഏത് തരത്തിലുള്ള കോംപ്ലിക്കേഷൻസ് എടുത്തു കഴിഞ്ഞാലും ഏറ്റവും കൂടുതൽ വരുന്നത് സ്ത്രീകൾക്കാണ്. സോ സ്ത്രീകളുടെ ആരോഗ്യം എന്ന് പറഞ്ഞാൽ വളരെ 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 പ്രാധാന്യമുള്ളതാണ്. പ്രത്യേകിച്ച് ഒരു 30-35 ഏജ് മുതൽ അവരുടെ ശരീരത്തിൽ ഒരുപാട് കോംപ്ലിക്കേഷൻസ് വരും. റൈറ്റ്. സോ സ്ട്രെസ് കൂടും, PCOD പോലെയുള്ള കോംപ്ലിക്കേഷൻസ് വരും, ഹൈപ്പോതൈറോയിഡിസം, ഒബേസിറ്റി, ബ്ലഡ് പ്രഷർ, ഡയബറ്റീസ്, ഇങ്ങനെ തുടങ്ങി നിരവധി തരത്തിലുള്ള കോംപ്ലിക്കേഷൻസ് വരും. എന്തുകൊണ്ട് ഇത്തരം കോംപ്ലിക്കേഷൻസ് വരാതെ പ്രിവെന്റ് ചെയ്യണമെന്ന് പറയാൻ കാരണം, നമ്മൾ ഈവൻ ജെൻസ് ആണെങ്കിൽ പോലും വീട്ടിലുള്ള സ്ത്രീകളുടെ ആരോഗ്യത്തിന്റെ കാര്യത്തിൽ അത്രമാത്രം കെയർഫുൾ ആയിരിക്കണം എന്ന് പറയാൻ കാരണം, ഇമാജിൻ മൈ ഡിയർ ഫ്രണ്ട്സ്, നമ്മുടെ വീട്ടിലുള്ള അമ്മ അല്ലെങ്കിൽ വൈഫ് അത്രയും അധികം ഹാർഡ് വർക്ക് ചെയ്യുന്ന ആ ലേഡീസിനെ അവർക്ക് എന്തെങ്കിലും മേജർ ഹെൽത്ത് ഇഷ്യൂസ് വന്ന് കിടപ്പിലായി പോയി കഴിഞ്ഞാൽ ആ റോള് മറ്റാർക്കെങ്കിലും കൈകാര്യം ചെയ്യാൻ പറ്റുമോ? നോ, നോബഡി ക്യാൻ റീപ്ലേസ്. അത്രയും വളരെ പ്രധാനപ്പെട്ട റോള് കൈകാര്യം ചെയ്യുന്ന ആളുകളാണ് സ്ത്രീകൾ. സോ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്പെഷ്യൽ പ്രോഡക്റ്റ് ആണ് ഐ കെയർ. കാരണം ഹോർമോണൽ ഇഷ്യൂസ് ആയിട്ടും ജോയിന്റ് റിലേറ്റഡ് പ്രോബ്ലംസ് ആയിട്ടും സ്ട്രെസ് റിലേറ്റഡ് ആയിട്ടുള്ള കോംപ്ലിക്കേഷൻസ് ആയിട്ടും ഒരുപാട് സ്ത്രീകൾ പ്രോബ്ലംസ് അനുഭവിക്കുന്നുണ്ട്. സോ അതിനുള്ള ഒരു സൊല്യൂഷനാണ് ഐ കെയർ എന്ന് പറയുന്ന പ്രോഡക്റ്റ്. സോ ഇതിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ടത് ഇൻകുമിൻ ഫ്യൂഷൻ എന്ന് പറയുന്ന ആ ഒരു ഇൻഗ്രീഡിയന്റ് കോമ്പിനേഷൻ, ഹീറോ ഇൻഗ്രീഡിയന്റ് കോമ്പിനേഷൻ. 4 ഹെർബൽ സോഴ്സസ് ആണ്. മഞ്ഞളിൽ നിന്ന് എടുക്കുന്ന കുർക്കുമിൻ, അത് ആന്റി ഇൻഫ്ലമേറ്ററി ആൻഡ് ആന്റി ഓക്സിഡന്റ് ആയിട്ടുള്ള ഒരു പവർഫുൾ ആയിട്ടുള്ള ആന്റി ഓക്സിഡൻസ് ആണ്. അതുപോലെ ബോസ്ഫേലിയ അല്ലെങ്കിൽ കുന്തിരിക്കം, അതിൽ നിന്ന് എടുക്കുന്ന ഇൻഗ്രീഡിയൻസ് അത് ഈ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് പോലെയുള്ള പ്രശ്നങ്ങൾക്കൊക്കെ പ്രിവെന്റ് ചെയ്യാനായിട്ട് വളരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവും. വെലേറിയൻ റൂട്ട്സിൽ നിന്ന് എടുക്കുന്ന ഇൻഗ്രീഡിയൻസ്, അത് ഈ ആങ്സൈറ്റി, സ്ലീപ്പിംഗ് ഡിസോർഡർ, സ്ട്രെസ്, ഇതിനൊക്കെ കുറക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്ഫുൾ ആണ്. ശതാവരി അല്ലെങ്കിൽ അസ്പെരാഗസ്, അത് ഹോർമോൺ ഇംബാലൻസിനെയും അത് മെൻസ്ട്രേഷൻ ടൈമിൽ ഉണ്ടാകുന്ന അതിന്റെ കോംപ്ലിക്കേഷനൊക്കെ റെഡ്യൂസ് ചെയ്യാനായിട്ട് വളരെ ഹെൽപ്പ് ചെയ്യുന്നു. ഈ 4 ഹെർബൽ ഇൻഗ്രീഡിയൻസിന്റെ ഒരു കോമ്പിനേഷൻ ആണ് ഇൻകുമിൻ ഫ്യൂഷൻ എന്ന് പറയുന്ന സ്പെഷ്യൽ ഇൻഗ്രീഡിയന്റ് ഐ കെയറിലുള്ളത്. റൈറ്റ്. ഇത് കൂടാതെ ഇതിനകത്ത് പ്രധാനമായിട്ടും മറ്റ് 9 ഇൻഗ്രീഡിയൻസ് ഉണ്ട്. ഒന്ന് സാഫ്രോൺ, കുങ്കുമം, അത് ഇതിലെ പ്രധാനപ്പെട്ട ഒരു ഇൻഗ്രീഡിയന്റ് ആണ്. അപ്പൊ അത് ഓഫ് കോഴ്സ് അത് നമ്മുടെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം സ്കിൻ ഹെൽത്തിനും വളരെയധികം യൂസ്ഫുൾ ആണ്. സോഴ്സ് ഓഫ് അല്ലെങ്കിൽ മുള്ളാത്ത ആ ഒരു പ്രൊഡക്റ്റിൽ നിന്നുള്ള ഇൻഗ്രീഡിയന്റ് ഉള്ളതുകൊണ്ട് ഹാർട്ട് ഹെൽത്തിന് വളരെ നല്ലതാണ്. ആന്റി ക്യാൻസർ ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് ഉണ്ട് അതിനകത്ത്. റൈറ്റ്. ദെൻ പീച്ച് പഴം ആന്റി ഓക്സിഡന്റ് റിച്ച് ആണ്. മാത്രമല്ല ഈ കൊളസ്ട്രോൾ ലെവൽ കൂടാതെ അതിനെ ബാലൻസ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ടാകും. വളരെ ടേസ്റ്റി ആയിട്ടൊരു ഫ്രൂട്ട് കൂടിയാണ്. നമ്മുടെ ഐ കെയർ എന്ന് പറയുന്ന പ്രൊഡക്റ്റിന്റെ ഫ്ലേവർ പീച്ച് ഫ്ലേവർ ആണ്. ദെൻ സെസേം, കറുത്ത എള്ള്, ആ കറുത്ത എള്ളിൽ നിന്നുള്ള ഇൻഗ്രീഡിയൻസ് ഉണ്ട്. ഫൈബർ റിച്ച് ആണെന്ന് മാത്രമല്ല മഗ്നീഷ്യം, അങ്ങനെയുള്ള ഒരുപാട് ഇൻഗ്രീഡിയൻസ് അതിനകത്തുണ്ട്. കൊളസ്ട്രോൾ ലെവലിനെ നല്ല രീതിയിൽ ഹെൽത്തി ലെവലിൽ മാനേജ് ചെയ്യാനായിട്ട് വളരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവും. അതുകൊണ്ട് തന്നെ ഹാർട്ട് റിലേറ്റഡ് പ്രോബ്ലംസ് വരാതെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവും. വൈറ്റസ് നെഗുണ്ടോ അല്ലെങ്കിൽ കരിനുച്ചി എന്ന് പറയുന്ന ആയുർവേദ ചെടിയിൽ നിന്നുള്ള ഇൻഗ്രീഡിയൻസ് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഹോർമോൺ ഇംബാലൻസിനെ കറക്റ്റ് ചെയ്യാനായിട്ടൊക്കെ വളരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവും. സൈസസ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ചങ്ങലം പരണ്ട എന്ന് പറയുന്ന ആയുർവേദ ഔഷധം, അത് അറിയപ്പെടുന്നത് തന്നെ ബോൺ സെറ്റർ എന്നാണ്. സോ ഓസ്റ്റിയോപോറോസിസ് പോലെയുള്ള എല്ല് പൊള്ളയായി പോകുന്ന അവസ്ഥകളൊന്നും വരാതെ പ്രിവെന്റ് ചെയ്യാൻ ഹെൽപ്ഫുൾ ആണ്. അതുപോലെ സെന്റില ഏഷ്യാറ്റിക്ക, മുത്തിൾ എന്ന് പറയുന്ന ഹെർബൽ ഇൻഗ്രീഡിയന്റ്, അതിൽ നിന്നെടുക്കുന്ന ഇൻഗ്രീഡിയൻസ് അത് ശരിക്കും പറഞ്ഞാൽ ന്യൂറോ റിലേറ്റഡ് ഫങ്ഷൻസിനെ എംപവർ ചെയ്യുന്നുണ്ടാവും. മെമ്മറി എൻഹാൻസ് ചെയ്യാനും ഒക്കെ വളരെ സപ്പോർട്ടീവ് ആണ്. സ്ട്രെസ് നന്നായിട്ട് കുറയ്ക്കാനൊക്കെ വളരെ ഹെൽപ്പ് ചെയ്യുന്ന ഇതാണ്. ആംല, അത് അറിയപ്പെടുന്നത് തന്നെ ആന്റി ഓക്സിഡന്റ് പവർ ഹൗസ് എന്നാണ്. വളരെ പവർഫുൾ ആയിട്ടുള്ള ആന്റി ഓക്സിഡന്റ്, വൈറ്റമിൻ സിയുടെ ഒക്കെ റിച്ച് സോഴ്സ് ആണ് ആംല, നെല്ലിക്ക. റൈറ്റ്. സോ ആന്റി ഓക്സിഡന്റ് നന്നായിട്ട് ശരീരത്തിൽ പ്രൊവൈഡ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവും. അതുപോലെ തന്നെ അലോവേറ, കറ്റാർവാഴ അറിയപ്പെടുന്നത് തന്നെ ഗട്ട് ഹീലിംഗ് പവർ ഹൗസ് എന്നാണ്. സോ ഡൈജസ്റ്റീവ് റിലേറ്റഡ് ആയിട്ടുള്ള ഫങ്ഷൻസിനെയൊക്കെ വളരെയധികം സൂത്ത് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയന്റ് ആണ് അലോവേറ. സോ ഇങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് ഒരു ഹെർബൽ കോമ്പിനേഷൻ ആണ് നമ്മുടെ ഐ കെയറിലുള്ളത്. ഈ ഒരു കോമ്പിനേഷൻ ആണ് ഇതിൽ ഇത്രയും ഒരു സിനർജിസ്റ്റിക് ആയിട്ടുള്ള എഫക്ട് തരുന്നത്. സോ ഐ കെയർ ഇറ്റ്സ് വെരി വെരി റെലവെന്റ്. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്കുണ്ടാകുന്ന പലതരത്തിലുള്ള ഹോർമോൺ ഇംബാലൻസിനെയും സ്ട്രെസ് കൂടുന്നതിനും ബോൺ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാനും ഒക്കെ വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് ഐ കെയർ.
ഹോർമോൺ വെൽനസ്, PCOD പോലുള്ള പ്രോബ്ലംസിനെ പ്രിവെന്റ് ചെയ്യാനായിട്ട് വളരെ ഹെൽപ്ഫുൾ ആണ്. അതിൽ ഇപ്പോൾ ഈ പോസ്റ്റ് മെനോപോസൽ ഡിസോർഡേഴ്സ്, ഒരു ആർത്തവവിരാമൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പല കോംപ്ലിക്കേഷനെയും പ്രിവെന്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവും. അതുപോലെ മെൻസ്ട്രേഷൻ പീരീഡിൽ വന്ന പെയിൻ അതിന് റിലീവ് ചെയ്യാൻ, അതിനെ റിഡ്യൂസ് ചെയ്യാനൊക്കെ വളരെ ഹെൽപ്ഫുൾ ആണ്. അതുപോലെ ഓസ്റ്റിയോ വെൽനസ് നോക്കുക, എല്ല് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്കുള്ള സൊല്യൂഷൻ എന്ന രീതിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ല് പൊള്ളയായി പോകുന്ന ഓസ്റ്റിയോപൊറോസിസ് പോലുള്ള പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ ആർത്രൈറ്റിസ്, സന്ധിയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഇതിനെയൊക്കെ പ്രിവെന്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവും. അതുപോലെ ബോൺ മിനറൽ ഡെൻസിറ്റി നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് വളരെ ഹെൽപ്ഫുൾ ആണ്. വൈറ്റമിൻ ഡെഫിഷ്യൻസി ഉള്ളതിനെ ഓവർകം ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവും. അതുപോലെ ശരീരത്തിൽ ഉണ്ടാകുന്ന പലതരത്തിലുള്ള വേദനകളെ റെഡ്യൂസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവും. ആൻഡ് ഓഫ് കോഴ്സ് ഇറ്റ്സ് എ കോസ്മെറ്റിക് വെൽനസ്. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വളരെയധികം റെലവൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ് സ്കിൻ ഹെൽത്ത് എന്ന് പറയുന്നത്, ബ്യൂട്ടി എന്ന് പറയുന്നത്. അതിന് പറ്റുന്ന ഇൻഗ്രീഡിയൻസ് അടക്കെ നമ്മുടെ പ്രൊഡക്റ്റിനകത്തുണ്ട്. സോ ആ ഒരു രീതിയിലുള്ള സ്കിൻ ഹെൽത്തിന് വേണ്ടുന്ന ബെനിഫിറ്റുകളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും. സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഒരു വെൽനസ്, കാരണം മൂഡ് സ്വിംഗ്, സ്ട്രെസ് പെട്ടെന്ന് കൂടും, ഡിപ്രഷൻ, ആങ്സൈറ്റി ഒക്കെ സ്ത്രീകൾക്ക് പെട്ടെന്ന് ഉണ്ടാവും. അതിനെയൊക്കെ കൺട്രോൾ ചെയ്യാനായിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യും ഐ കെയർ എന്ന് പറഞ്ഞ പ്രോഡക്റ്റ്. ഇമ്മ്യൂണിറ്റി നന്നായിട്ട് കൂടുന്നത് കൊണ്ട് തന്നെ ഈ ഇടയ്ക്കിടയ്ക്ക് ഈ പറഞ്ഞ പനിയോ അല്ലെങ്കിൽ പറഞ്ഞ അലർജിക് ആയിട്ടുള്ള കണ്ടീഷൻസോ അല്ലെങ്കിൽ ഇങ്ങനത്തെയുള്ള ഇമ്മ്യൂണിറ്റി കുറയുന്നുണ്ടാകുന്ന കോംപ്ലിക്കേഷൻസ് വരാതെ പ്രിവെന്റ് ചെയ്യുന്നുണ്ടാകും. അതുപോലെ അനീമിയ, വിളർച്ച എന്ന് പറഞ്ഞ അവസ്ഥയെ നന്നായിട്ട് റെഡ്യൂസ് ചെയ്യാനായിട്ടും ഈ ഐ കെയർ എന്ന് പറഞ്ഞ പ്രൊഡക്റ്റിലുള്ള ഇൻഗ്രീഡിയൻസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവും. ആൻഡ് ഓഫ് കോഴ്സ് ഗട്ട് വെൽനസ്, ലിവർ ഡീടോക്സിഫിക്കേഷൻ നന്നായിട്ട് നടക്കുന്നുണ്ടാവും, ഡൈജഷനെ കറക്റ്റ് ചെയ്യുന്നുണ്ടാവും, മെറ്റബോളിക് സിസ്റ്റം എല്ലാം കറക്റ്റ് ആവുന്നത് മാത്രമല്ല ഈ അസിഡിറ്റി, ഗാസ്ട്രൈറ്റിസ് ഇതുപോലെയുള്ള GI ട്രാക്ട് റിലേറ്റഡ് ആയിട്ടുള്ള കോംപ്ലിക്കേഷൻസിനെ ഒക്കെ പ്രിവെന്റ് ചെയ്യാൻ വളരെ ഹെൽപ്ഫുൾ ആണ് ഐ കെയർ. സോ ചുരുക്കി പറഞ്ഞാൽ ഐ കെയർ ഈസ് എ കംപ്ലീറ്റ് പ്രോഡക്റ്റ് ഫോർ ലേഡീസ്, സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള, പ്രത്യേകിച്ച് ഒരു 30-35 വയസ്സിന് മുകളിൽ പ്രായമുള്ള സ്ത്രീകൾക്കാണ് വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ ഒരു പ്രോഡക്റ്റ് കമ്പനി സ്പെഷ്യലായിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. റൈറ്റ്. ഐപൾസ് ഉപയോഗിക്കുന്നത് പോലെ തന്നെ ഐ കെയറും ഒരു ദിവസം 60 മില്ലിയാണ് ഉപയോഗിക്കുന്നത്. 30 മില്ലി രാവിലെ, 30 മില്ലി രാത്രി, ഭക്ഷണത്തിന്റെ അരമണിക്കൂർ മുൻപ് എന്ന രീതിയിലാണ് ഐ കെയർ ഉപയോഗിക്കേണ്ടത്. ഫ്രീക്വന്റ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻസിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ പ്രമേഹമുള്ള ആളുകൾക്ക് ഉപയോഗിക്കാം, ഓഫ് കോഴ്സ് ബ്ലഡ് പ്രഷർ ഉള്ള ആളുകൾക്ക് ഉപയോഗിക്കാം. ഏജ് ലിമിറ്റ് ഡെഫിനറ്റ്ലി 30-35 വയസ്സിന് മുകളിൽ പ്രായമുള്ള സ്ത്രീകൾക്ക് വേണ്ടിയിട്ടാണ്. ആ ഒരു ടൈമിൽ ഉണ്ടാകുന്ന കോംപ്ലിക്കേഷൻസിനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ പ്രോഡക്റ്റ് പ്രത്യേകമായിട്ട് ഉപയോഗിക്കുന്നത്. ദെൻ ഡ്യൂറേഷൻ ഓഫ് ഇൻടേക്ക്, എത്ര കാലം വേണമെങ്കിലും ഉപയോഗിക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് ആണ്. ദെൻ ടൈം ഓഫ് ഇൻടേക്ക് ഓൾറെഡി പറഞ്ഞു, ഭക്ഷണത്തിന്റെ അരമണിക്കൂർ മുൻപ് ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. വെള്ളമായിട്ട് ഡൈല്യൂട്ട് ചെയ്യണോ, ഡൈല്യൂട്ട് ചെയ്ത് ഉപയോഗിക്കാം, ഡയറക്റ്റ് ആയിട്ട് ഉപയോഗിക്കാം, ഡൈല്യൂട്ട് ചെയ്ത് ഉപയോഗിക്കാം. പക്ഷെ ഡൈല്യൂട്ട് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് 30 ml ഐ കെയർ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ 30 ml വെള്ളമാണ് എടുക്കേണ്ടത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ആൻഡ് നമ്മൾ ഉപയോഗിക്കുന്ന വെള്ളത്തിന്റെ ക്വാളിറ്റി പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം ആ വെള്ളത്തിന്റെ ക്വാളിറ്റി കുറഞ്ഞാൽ അതിൽ ഡൈല്യൂട്ട് ചെയ്ത് ഉപയോഗിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഐ കെയറിന്റെ ക്വാളിറ്റിയും കുറയുന്നുണ്ടാവും. സോ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ആൻഡ് പ്രഗ്നൻസി ആൻഡ് ലാക്ടേഷൻ പീരീഡിൽ ഉപയോഗിക്കുന്നതിന് മുമ്പായിട്ട് ഫിസിഷ്യനുമായിട്ട് ഒന്ന് കൺസൾട്ട് ചെയ്യുന്നത് നല്ലതാണ്. റൈറ്റ്. സോ ചുരുക്കി പറഞ്ഞാൽ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ട് ഒരു ക്വാളിറ്റി ഹെൽത്തി ലൈഫ് ലീഡ് ചെയ്യാനായിട്ട് ഏറ്റവും സഹായകമായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. ഒരുപാട് റിസർച്ചുകൾക്ക് ശേഷം കമ്പനി ഉണ്ടാക്കിയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് ഐ കെയർ എന്ന് പറയുന്ന പ്രൊഡക്റ്റ്, എ സ്പെഷ്യൽ പ്രോഡക്റ്റ് ഫോർ ലേഡീസ്. റൈറ്റ്. സോ ഇത്രയാണ് നമ്മുടെ പ്രൊഡക്റ്റുകൾ, മൈ ഡിഫറൻസ്. സോ ഈ പ്രൊഡക്റ്റുകൾ, ലെറ്റ് മീ കൺക്ലൂഡ് മൈ സെഷൻ. ഈ പ്രൊഡക്റ്റുകൾ നമ്മൾ ഓരോരുത്തരും ഉപയോഗിച്ചാൽ അതിനനുസരിച്ചുള്ള റിസൾട്ട് നമ്മൾക്ക് ഓരോരുത്തർക്കും ഉണ്ടാവും. ആ ഫീൽ മറ്റുള്ള ആളുകളുമായിട്ട് ഷെയർ ചെയ്യാം. ചുരുക്കി പറഞ്ഞാൽ വി ഹാവ് ടു ബി ദ പ്രൊഡക്റ്റ് ഓഫ് ദ പ്രൊഡക്റ്റ്. വി ഹാവ് ടു ബി ദ പ്രൊഡക്റ്റ് ഓഫ് ദ പ്രൊഡക്റ്റ്. റൈറ്റ്. കഴിഞ്ഞ ദിവസം ഞാൻ ഒരു ഡിസ്ട്രിബ്യൂട്ടറായിട്ട് സംസാരിച്ചു. ഡിസ്ട്രിബ്യൂട്ടറായി സംസാരിച്ച സമയത്ത് അവർക്ക് പേഴ്സണലി പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ടും വീട്ടിൽ ഉപയോഗിച്ചിട്ടും നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. റൈറ്റ്. അപ്പോൾ അവർ ഞാൻ അവരോട് പറഞ്ഞു റെഗുലർ ആയിട്ട് നിങ്ങൾ പ്രൊഡക്റ്റ് ഉപയോഗിക്കണം എന്നുള്ള പ്രൊഡക്റ്റിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ സമയത്ത് അവർ പറഞ്ഞു ഞാൻ നമ്മുടെ കമ്പനിയുടെ എല്ലാ പ്രൊഡക്റ്റും ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. റൈറ്റ്. അപ്പോൾ ഞാൻ അതിന് ഒരു മറുപടി കൊടുത്തത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവര് ഇന്ന് സ്റ്റാർ 1000 റാങ്കിലാണ്, നന്നായിട്ട് വളരെ താല്പര്യത്തോടുകൂടി പ്രവർത്തിക്കുന്നുണ്ട്. റൈറ്റ്. സോ ഞാൻ പറഞ്ഞ ഇത്രയുള്ള കാര്യം, ഞാൻ ഇന്ന് എക്സിക്യൂട്ടീവ് ബ്ലൂ ഡയമണ്ട് ആണ്. റൈറ്റ്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം മാഡം പറഞ്ഞ ആ ഡിസ്ട്രിബ്യൂട്ടർ പറഞ്ഞ ആ സെന്റൻസിലുള്ള ചെറിയൊരു ചേഞ്ച് ആണ്. അവര് പറഞ്ഞത് നമ്മുടെ കമ്പനിയുടെ എല്ലാ പ്രൊഡക്റ്റുകളും അവർ ഉപയോഗിച്ചിട്ടുണ്ട് എന്നാണെങ്കിൽ, ഞാൻ പറഞ്ഞു ഞാൻ ഫാമിലി ആയിട്ട് നമ്മുടെ എല്ലാ പ്രൊഡക്റ്റുകളും ഉപയോഗിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്.
ദാറ്റ്സ് എ ഡിഫറൻസ്. സോ റെഗുലർ ആയിട്ട് നമ്മുടെ പ്രൊഡക്ട്സ് ഉപയോഗിച്ചുകൊണ്ടേയിരിക്കുക. നല്ല ഹെൽത്തി ആയിട്ടുള്ള ലൈഫ് നിങ്ങൾക്ക് ലീഡ് ചെയ്യാൻ പറ്റും. ആൻഡ് വി ഹാവ് ടു ബി ദ പ്രൊഡക്റ്റ് ഓഫ് ഈ പ്രൊഡക്റ്റിന്റെ ബ്രാൻഡ് അംബാസഡേഴ്സ് ആയിട്ട് നമ്മൾ ഓരോരുത്തരും മാറുക. നമ്മൾ അങ്ങനെ റെഗുലർ ആയിട്ട് പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നമ്മളെ കാണുന്ന ആളുകൾക്ക് മനസ്സിലാവും സംതിങ് ഡിഫറൻസ്, റൈറ്റ്? സോ ഈ രീതിയിൽ ആളുകളിൽ ഒരു ഇൻസ്പിറേഷൻ ആയിട്ട് മാറുക, ആളുകൾക്ക് ആരോഗ്യം കൊടുക്കുന്ന ആളുകളായിട്ട് മാറുക. അങ്ങനെ നിങ്ങൾ കൊടുക്കാൻ തയ്യാറാണെങ്കിൽ ഇൻഡസ് വിവർ നിങ്ങൾക്ക് വെൽത്ത് ഇങ്ങോട്ട് തരും, മൈ ഡിയർ ഫ്രണ്ട്സ്. സോ ആ രീതിയിൽ നല്ല ആരോഗ്യമുള്ള, നല്ല സമ്പത്തുള്ള, ഹെൽത്തി ആൻഡ് വെൽത്തി ആയിട്ടുള്ള, ഹാപ്പി ആയിട്ടുള്ള ലൈഫ് എല്ലാവർക്കും ഉണ്ടാവട്ടെ. സോ വിഷ് യു ആൾ ദി ബെസ്റ്റ്. ജയ് ഹിന്ദ്, ജയ് വിവർ. താങ്ക് യു വെരി മച്ച് രാജേഷ് സാർ. വണ്ടർഫുൾ. ഡിയർ ഫ്രണ്ട്സ്, ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കാം. കാരണം നിങ്ങൾ ഇന്ന് എല്ലാവരും ഭാഗ്യവാന്മാരാണ്. കാരണം രാജേഷ് സാറിന്റെ ഓരോ ട്രെയിനിങ്ങും ഡിഫറെന്റ് ആണ്. കഴിഞ്ഞ ട്രെയിനിങ്ങിൽ കിട്ടാത്ത ഒരുപാട് കാര്യങ്ങൾ ഇന്നത്തെ ട്രെയിനിങ്ങിൽ നമുക്ക് അറിയാൻ സാധിച്ചു. തീർച്ചയായിട്ടും ഈ ഒരു ട്രെയിനിങ് സെഷൻ നമ്മൾ കേട്ടു അല്ലെങ്കിൽ കണ്ടു എന്നതിനേക്കാൾ ഉപരി നിങ്ങൾ എത്ര പേര് ഇത് മനസ്സിലാക്കി, ഇനി മാത്രമല്ല ഇത് മനസ്സിലാക്കിയതിന് ശേഷം നാളെ മുതൽ എന്താണ് നിങ്ങളുടെ പ്രവർത്തനം, അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. ട്രെയിനിങ്ങൾ അറ്റൻഡ് ചെയ്യുന്നതിലല്ല, അത് ഇംപ്ലിമെന്റ് ചെയ്ത് കിട്ടിയ നോളജ് ഇംപ്ലിമെന്റ് ചെയ്യുന്നതിലാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. നിങ്ങൾക്ക് നാളെ തന്നെ ഒരു 10 വ്യക്തികളോട് പോയിട്ട് ഈ പ്രൊഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുമെങ്കിൽ നിങ്ങൾക്ക് നാളെ തന്നെ ആ 10 വ്യക്തികളോട് ഇന്ന് നിങ്ങൾ കേട്ടിട്ടുള്ള ഈ നോളജ് എല്ലാം തന്നെ നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താൻ സാധിക്കും. ഇന്ന് 1.5 മണിക്കൂർ സാറ് നമുക്ക് ക്ലാസ് എടുത്തത് 1.5 മണിക്കൂർ ആ 10 പേരെടുത്തും പോയി സംസാരിക്കാനല്ല ഞാൻ പറയുന്നത്. ആ വ്യക്തികൾക്ക് വേണ്ട പ്രൊഡക്റ്റുകളിൽ ഇന്ന് സാറ് പറഞ്ഞു തന്ന പല കാര്യങ്ങളും അവർക്ക് അതിന്റെ ബെനിഫിറ്റ്സ് പറഞ്ഞു കൊടുത്താൽ തീർച്ചയായിട്ടും അവര് നോ എന്നൊരിക്കലും പറയില്ല. ഇതൊന്നും അറിയാതെ 3000 രൂപയുടെ ഒരു ജ്യൂസ്, 3000 രൂപയുടെ കാപ്പി, 3000 രൂപയുടെ കേക്ക്, 3000 രൂപയുടെ കോസ്മെറ്റിക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ റിജക്ട് ചെയ്യും. അപ്പൊ വണ്ടർഫുൾ പ്രസന്റേഷൻ ആണ് നമ്മുടെ രാജേഷ് സാർ നമുക്ക് തന്നിട്ടുള്ളത്. അപ്പൊ എല്ലാവരും നല്ലൊരു വെർച്വൽ ക്ലാപ്പിലൂടെ നമ്മുടെ വിജയാശംസകള്, നമ്മുടെ നന്ദിയും അദ്ദേഹത്തിന് അറിയിക്കണം. താങ്ക് യു വെരി മച്ച് സർ. ഇനിയും ഞങ്ങളോടൊപ്പം താങ്കളുടെ വിലയേറിയ സമയം വേണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. തീർച്ചയായിട്ടും വീണ്ടും വീണ്ടും ഈ ബിസിനസ്സിലൂടെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഉയരങ്ങളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് അങ്ങയുടെ നോളജും അങ്ങയുടെ അനുഭവങ്ങളും ഞങ്ങൾക്ക് വളരെയധികം ആവശ്യമാണ്. താങ്ക് യു വെരി മച്ച് സർ. ഡിയർ ഫ്രണ്ട്സ്, 5 പ്രൊഡക്റ്റുകൾ ഒന്ന് ചിന്തിച്ചു നോക്കി. ഇന്ന് ഇതിന് പകരം വയ്ക്കാൻ ലോകത്തിൽ ഏതുണ്ട്? 5 പ്രൊഡക്റ്റുകളും ഒന്നിനൊന്നുമേൽ കൂടുതൽ പ്രാധാന്യമുള്ള പ്രൊഡക്റ്റുകളാണ്. ഞാൻ ഐകെയറിനെ കുറിച്ച് കേട്ടപ്പോൾ ഞാൻ ചിന്തിച്ചു, ഐപ്പൾസിനേക്കാളും ഗംഭീരമാണല്ലോ ഈ പ്രൊഡക്റ്റ് എന്നുള്ളത്. ഐപ്പൾസിനെ കുറിച്ച് കേട്ടപ്പോൾ മറ്റെല്ലാ പ്രൊഡക്റ്റിനേക്കാളും വളരെ ഗംഭീരമാണ് ഐപ്പൾസ് എന്ന്. അപ്പൊ ഓരോന്നും ഒന്നിനൊന്നും മെച്ചപ്പെട്ട പ്രൊഡക്റ്റുകളാണ് ഇൻഡസ്ട്രി മാർക്കറ്റ് ചെയ്യുന്നത്. ഈ പ്രൊഡക്റ്റുകള് എവിടെ വേണമെങ്കിലും മാർക്കറ്റ് ചെയ്യാനുള്ള ലൈസൻസ് ആണ് നമ്മുടെ കയ്യിലിരിക്കുന്നത്. ലോകത്തിൽ 200-ലധികം രാജ്യങ്ങളിൽ ജനങ്ങൾ താമസിക്കുന്നുണ്ട്. 200-ലധികം രാജ്യങ്ങളിൽ ജനങ്ങൾ താമസിക്കുന്നുണ്ടെങ്കിൽ ഈ 800 കോടി ജനങ്ങൾക്ക് എല്ലാം വേണ്ട പ്രൊഡക്റ്റ് ആണ് നമ്മുടെ കൈകളിലുള്ളത്. പ്രത്യേകിച്ച് നമ്മുടെ പ്രൊഡക്റ്റ് അഡ്വാൻസ്ഡ് ആയുർവേദത്തിന്റെ ഈറ്റില്ലമാണ് നമ്മുടെ ഭാരതം. നമുക്ക് മാത്രം അവകാശപ്പെടാൻ പറ്റുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇത്രയും വലിയൊരു ഓപ്പർച്യൂണിറ്റി നമ്മുടെ കൈകളിൽ ഇരുന്നിട്ട് ഇതെന്തുകൊണ്ട് നമുക്ക് ഉപയോഗപ്പെടുത്തിക്കൂടാ? ഡിയർ ഫ്രണ്ട്സ്, കഴിഞ്ഞ 4.5 വർഷമായി രാജേഷ് സാർ പറയുന്ന പോലെ തന്നെ രാജേഷ് സാറും ഫാമിലിയും ഈ പ്രൊഡക്റ്റ് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞ പോലെ തന്നെ എനിക്ക് അഭിമാനത്തോടു കൂടി പറയാൻ സാധിക്കും, കഴിഞ്ഞ 4.5 വർഷമായിട്ട് ഞാനും എന്റെ ഫാമിലിയും ഈ പ്രൊഡക്റ്റ്, എല്ലാ പ്രൊഡക്റ്റുകളും സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇന്നൊരു എക്സിക്യൂട്ടീവ് ഡയമണ്ട് ആയിട്ട് മാറിയിട്ടുള്ളത്. കാരണം സ്ഥിരമായിട്ട് നമ്മൾ പ്രൊഡക്റ്റ് ഉപയോഗിക്കുമ്പോൾ ഇതൊരു 10 പേരോട് പറയാൻ നമുക്കൊരു ടെൻഡൻസി തോന്നും. കാരണം ലോകത്ത് ഒരുപാട് ആൾക്കാർ കഷ്ടതകൾ അനുഭവിക്കുമ്പോൾ നമുക്ക് തോന്നുന്നു പറഞ്ഞാലോ എന്ന് തോന്നും. ആ ഒരു തോന്നൽ മാത്രം മതി നിങ്ങൾക്ക് ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. കേവലം ഒരു മാസം 12 പ്രൊഡക്റ്റ് നിങ്ങൾ ബില്ല് ചെയ്യുകയാണെങ്കിൽ ഒരു പ്രൊഡക്റ്റ് കമ്പനി നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരും. ആ 12 കസ്റ്റമറോട് ഒരു റെക്കമെൻഡേഷൻ ചോദിച്ചാൽ അടുത്ത മാസം മുതൽ 24 പ്രൊഡക്റ്റ് നിങ്ങൾക്ക് ബില്ല് ചെയ്യാൻ സാധിക്കും. അപ്പൊ 2 പ്രൊഡക്റ്റ് കമ്പനി ഫ്രീ തരും. അതൊരു 4 മാസം കൊണ്ട് ഒരു 40 പ്രൊഡക്റ്റ് ഒരു മാസം ബില്ല് ചെയ്യുന്ന രൂപത്തിലേക്ക് മാറിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫാമിലിക്കും ഒരു മാസം ഉപയോഗിക്കാനുള്ള പ്രൊഡക്റ്റ് കമ്പനി കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് തരും. ഡിയർ ഫ്രണ്ട്സ്, ഈ ഒരു ഓപ്പർച്യൂണിറ്റി കൈവിട്ട് കളയാതെ നിങ്ങളുടെ ജീവിത ലക്ഷ്യങ്ങളെല്ലാം നേടുന്നതിന് വേണ്ടിയിട്ട് ഈ ദിനത്തില് നമ്മളൊരു തീരുമാനമെടുക്കുക. നമുക്ക് ചുറ്റുമുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരും അനുഭവിക്കാത്തവരും വരാൻ സാധ്യതയുള്ളവരും എല്ലാവരോടും അഭിമാനത്തോടു കൂടി നമ്മുടെ പ്രൊഡക്റ്റുകൾ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യും.
അഭിമാനത്തോടു കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്യണം. കാരണം മറ്റെങ്ങും കിട്ടാത്ത പ്രൊഡക്റ്റുകളാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ അവസരത്തിലൂടെ നല്ല നല്ല ഉയരങ്ങളിലേക്ക് പോകാനും നിങ്ങളുടെ സ്വപ്നങ്ങൾക്കനുസരിച്ച് നിങ്ങളുടെ ജീവിതം യാഥാർത്ഥ്യമാക്കുന്നതിനും ഈ ഓപ്പർച്യൂണിറ്റി നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ആശംസിക്കുന്നതോടൊപ്പം ഇന്ന് ഈ പ്രോഗ്രാം ഹോസ്റ്റ് ചെയ്ത വൈബ്രന്റ് യുവ ഹോസ്റ്റിനും രാജേഷ് സാറിനും ഈ പ്രോഗ്രാം അറ്റൻഡ് ചെയ്ത എല്ലാ വ്യക്തികൾക്കും ഭാവുകങ്ങൾ അറിയിച്ചുകൊണ്ട് നമുക്ക് ഈ പ്രൊഡക്റ്റ് ട്രെയിനിങ് സെക്ഷൻ ഇവിടെ നമുക്ക് അവസാനിപ്പിക്കാം. വിഷ് യു സക്സസ്. ജയ് ഹിന്ദ്, ജയ് വിവ. താങ്ക് യു വെരി മച്ച്. സാറ്റർഡേ നമുക്ക് വീണ്ടും കാണാം വീഡിയോയിൽ.